അസ്സലാമു അലൈക്കും. നിങ്ങൾ സലാം അടുക്കാനിട്ടാണോ ഞാൻ കേൾക്കാനിട്ടാണോ? ഇപ്പോഴാണൊരു സലാമായത്. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലുള്ളാഹ്. രക്ഷിതാക്കളോടാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം കൂടുതലുള്ളത് രക്ഷിതാക്കളാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാൻ വരുന്ന വഴിക്ക് അവിടെയുള്ള സ്ത്രീകളൊക്കെ കണ്ട സമയത്ത് കുട്ടികൾക്ക് എൻ്റെ സംസാരം ഇങ്ങനെ സംസാരിച്ചാൽ എന്തായാലും കുട്ടികൾക്ക് പറ്റില്ല. കാരണം അവർക്ക് പ്രസംഗം തീരെ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ്. അല്ലേ? ആണോ? അപ്പം അതുകൊണ്ട് രക്ഷിതാക്കൾ കുറച്ചുകൂടിയൊക്കെ മുന്നോട്ട് കയറിയിരുന്ന് കുട്ടികൾ പുറകോട്ടിരുന്നാൽ നന്നായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. അതല്ലേ നല്ലത്? കുട്ടികളോടും കുറച്ച് രക്ഷിതാക്കൾ കേൾക്കേണ്ടത് വേണമെങ്കിൽ ഞാൻ കുട്ടികളോട് സംസാരിക്കുക, അതേക്ക് നന്നാവുക. ബാക്കിലുള്ള രക്ഷിതാക്കളൊക്കെ ഒന്ന് മുന്നോട്ട് വന്നാൽ സൗകര്യം. ആടുന്നുണ്ട്. അതെ, അങ്ങോട്ടും കൂടെ വെക്കുന്ന എങ്ങനെ? കാത്തുകണ്ടിയുണ്ടോ? ഓക്കെ. ഞാൻ ഈ രക്ഷിതാക്കളോടാണ് സംസാരിക്കാനുള്ളതെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പഠിക്കാനുള്ള കുറേ അവസരം കിട്ടാറുണ്ട്. നമ്മൾ രക്ഷിതാക്കൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അവസരമൊന്നുമില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ ഇങ്ങനെ സ്കൂളുകളിലും ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഈ നബിദിന പരിപാടികളിൽ തന്നെയാണ് സംസാരിക്കുന്നത്. അവിടുത്തെ രക്ഷിതാക്കളോടാണ്, കുട്ടികളോടല്ല. ഈ ഒരു കഴിഞ്ഞൊരാഴ്ചയായിട്ട് അത് തന്നെയാണ് പ്രധാനമായിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ തീർച്ചയായും ഇത്തരം ഒരു വേദി ഒരുക്കിയിരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഓർമ്മകളെ അയവിറക്കാൻ വേണ്ടിയിട്ടും മദ്ഹുകളെ ഉറപ്പിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മളൊരു മദ്ഹ് പറയുന്ന സമയത്ത്, നമ്മളൊരു മഹാനായ ഒരു വ്യക്തിയുടെ മദ്ഹ് പറയുന്ന സമയത്ത് ശരിക്കും നമ്മളോട് സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്. അത്തരത്തിലുള്ളൊരു ജീവിതത്തിലേക്ക് ഞാൻ എത്രമാത്രം എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ചോദ്യം. ആ ഒരു ചോദ്യമാണ് ഇൻഷാ അല്ലാഹ് ഞാൻ ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങളോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. മറ്റു മതങ്ങളിൽ നിന്ന് ഇസ്ലാം മതത്തെ വേർതിരിക്കുന്ന ഒരുപാട് പ്രധാനപ്പെട്ട ഘടകങ്ങളുണ്ട്. അതിൽ ഒരു ഘടകം, കുറേ പറയാനുണ്ടാവും, പക്ഷേ എല്ലാം കൂടെ പറയാനുള്ളൊരു സദസ്സല്ല എന്നുള്ളത് കൊണ്ട് അതിൽ ഒരു ഘടകം മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാ കാര്യവും ഇബാദത്താണ് എന്നുള്ളതാണ്. മക്കളെ നോക്കലും പഠിക്കലും വയല് കേൾക്കലും തിന്നലും കുടിക്കലും കക്കൂസ് പോകലും ഒക്കെ ഇബാദത്താണ്. വേറെ ഒരു മതത്തിലും കക്കൂസ് പോകുന്നത് ഇബാദത്ത് ഉണ്ടാവില്ല. പക്ഷേ മുസ്ലിങ്ങൾക്ക് കക്കൂസ് പോകുന്നതടക്കം ഇബാദത്താണ്. കാരണം അതിന് പ്രത്യേക ഷർത്തുണ്ട്. ആ സമയത്ത് നമ്മൾ പാലിക്കേണ്ട ചില അച്ചടക്കങ്ങളുണ്ട്. ഭക്ഷണം കഴിക്കുന്നതിന് പ്രത്യേക ഷർത്തുണ്ട്, അതിന് പ്രത്യേക അച്ചടക്കമുണ്ട്. ഞാൻ പറയാറുണ്ട്, ഉറങ്ങുന്നതടക്കം ഇബാദത്താണ് ഇസ്ലാമിൽ. ഏറ്റവും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റിയ ഇബാദത്താണ് ഉറങ്ങൽ. കാരണം ആ സമയത്ത് വേറൊരു കാര്യം ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് ഏറ്റവും ഇഖ്ലാസോടുകൂടി ചെയ്യാൻ പറ്റും. അങ്ങനെ വേറെ ഒരു മതത്തിലും ഇല്ലാത്ത എല്ലാ കാര്യവും ഇബാദത്തായിട്ടുള്ള ഒരു മതത്തിൽ ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാത്തിനും നമ്മൾ ആ ഒരു സൂക്ഷ്മത കൊടുക്കാറുണ്ടോ എന്നൊരു ചോദ്യമാണ് തീർച്ചയായും ഇത്തരം ദിവസങ്ങളിൽ സ്വയം ചോദിക്കേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഈ ക്ലാസ് കേൾക്കലും ക്ലാസ്സിൽ ഞാൻ സംസാരിക്കുന്നതൊക്കെ ഇബാദത്താണ്. അതുകൊണ്ട് ക്ലാസ് കേൾക്കുന്നതും എൻ്റെ സംസാരവും ഒക്കെ അല്ലാഹു തആല സ്വീകരിക്കുന്ന ഒരു അമലാക്കി തീർക്കുമാറാകട്ടെ. എല്ലാവരും ആമീൻ ചൊല്ലി. പെണ്ണുങ്ങൾ അവിടെ നിന്ന് ആമീൻ ചൊല്ലിണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. ആമീൻ ചൊല്ലിയ നിയ്യത്തായി. ഇനി ഇതിൻ്റെ ഇടയിൽ വേറെ ഇബാദത്ത് എടുക്കാൻ പോകരുത്. ഞാൻ സംസാരിക്കുമ്പോൾ ഈ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചാൽ ഈ ഇബാദത്തിൻ്റെ പുണ്യം പോയി പോകും. ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ ഉറങ്ങിയാലും അത് വേറെ ഇബാദത്ത്. ഉറങ്ങുക എന്ന് പറയുന്നത് ആ ഇബാദത്ത് ക്ലാസ് എടുക്കുന്നതിനിടെ ചെയ്താൽ രണ്ട് ഇബാദത്തും ബാത്തിലായി പോകും. അപ്പം അതുകൊണ്ട് വേറെ ഇബാദത്തൊന്നും ചെയ്യാതെ എൻ്റെ ക്ലാസ് ശ്രദ്ധിക്കണമെന്നാണ് ആമീൻ പറഞ്ഞ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. കാരണം അതൊരു വലിയ ഇബാദത്താണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ നോക്കലും ജീവിതത്തിലെ ഭാര്യയെ നോക്കലും ഭർത്താവിനെ നോക്കലും മാതാപിതാക്കളെ നോക്കലും ഒക്കെ
വലിയ പുണ്യം കിട്ടുന്ന ഇബാദത്താണ്. ആ ഇബാദത്ത് എങ്ങനെ ചെയ്യണമെന്നതിന് കുറച്ച് ഷർത്തുണ്ട്. പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ, അത്തരം ഷർത്തുകൾ നമ്മൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കാറില്ല എന്നതാണ് നമ്മളുടെയൊക്കെ ഒരു ജീവിത രീതികൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവാം. അതിൽ ഒന്നാമത്തെ, തീർച്ചയായും മദ്രസ എന്ന രീതിയിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മക്കളെ നോക്കൽ എങ്ങനെയാണ് ഇബാദത്ത്. ആ ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഷർത്ത് എന്താണ്? അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു മനോഹരമായ വാചകം മാത്രം ഓർത്താൽ മതി നമ്മളുടെ ഉത്തരവാദിത്തം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവാൻ. കുല്ലു മൗലൂദുൻ യൂലദു അലൽ ഫിത്ര എന്നാണ് കുഞ്ഞുങ്ങളെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചു. ഇടയ്ക്ക് സലാത്ത് എല്ലാം നിങ്ങൾക്ക് കാര്യമല്ല കേട്ടോ, എനിക്ക് മാത്രമല്ല. എല്ലാ കുഞ്ഞുങ്ങളെയും ഫിത്ര എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഫിത്ര എന്ന് പറഞ്ഞാൽ ശുദ്ധ പ്രകൃതി എന്നാണ്. സൈക്കോളജി പഠിച്ച സമയത്ത് ഞാൻ വിചാരിച്ചത് സൈക്കോളജിയിലുള്ളതൊക്കെ വലിയ സയൻസാണ്, ഭയങ്കര കണ്ടുപിടുത്തങ്ങളാണ് എന്നൊക്കെ. പക്ഷേ ഈ കണ്ടുപിടുത്തങ്ങളായിട്ട് ഞാൻ ഈ കാര്യം പല ആൾക്കാരോട് സംസാരിച്ചപ്പോഴാണ് ഇതൊക്കെ വർഷങ്ങൾക്ക് മുമ്പ്, 1400 വർഷങ്ങൾക്ക് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ കാര്യം മാത്രമാണ്. എറിക് ബേൺ എന്ന് വിളിക്കുന്ന ഒരു മനഃശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം കുഞ്ഞുങ്ങളെ വിശേഷിപ്പിച്ചത് കുഞ്ഞുങ്ങളെല്ലാം ജനിച്ചു വീഴുന്നത് രാജാവും രാജ്ഞിയും കണക്കത്രേ. അവരെ കിണറ്റിലെ തവളകളാക്കി മാറ്റുന്നത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നാണ്. ഇത് 1986 എറിക് ബേൺ ഈ തിയറി അവതരിപ്പിച്ചത്. കുഞ്ഞുങ്ങളെല്ലാം ജനിച്ചു വീഴുന്നത് രാജാവും രാജ്ഞിയും കണക്കായിട്ടാണ്, അവരുടെ കിണറ്റിലെ തവളകളാക്കി മാറ്റുന്നത് രക്ഷിതാക്കളും അധ്യാപകരും ചേർന്നിട്ടാണ്. പാരൻസ് ആൻഡ് ടീച്ചേഴ്സ്, ഈ 2 വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത്. ഇതേ കാര്യമാണ് വർഷങ്ങൾക്ക് മുമ്പ് കുഞ്ഞുങ്ങൾ ജനിച്ചു വീഴുന്നത് ഫിത്ര, ശുദ്ധ പ്രകൃതിയിലാണ്, കലർപ്പില്ലാതെയാണ് എന്നാണ്. കലർപ്പില്ലാതെ ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞ് കലർപ്പിലെത്തിയിട്ടുണ്ട് എങ്കിൽ എന്തായിരിക്കും കാരണം? അതാണ് നമ്മൾ അന്വേഷിച്ച് നോക്കേണ്ടത്. കലർപ്പില്ലാത്ത എന്ന് പറയുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ പച്ചവെള്ളം പോലെ എന്ന് പറഞ്ഞാൽ മതി. പച്ചവെള്ളത്തിന് യാതൊരു കലർപ്പുമില്ല, പ്രത്യേകിച്ചൊരു നിറമില്ല, പ്രത്യേകിച്ചൊരു ഗുണമില്ല, പ്രത്യേകിച്ചൊരു മണമില്ല, പ്രത്യേകിച്ചൊരു രുചിയില്ല, ഒന്നും ഇല്ലാത്ത വെറും ഒരു സാധനമാണ് പച്ചവെള്ളം. ആ പച്ചവെള്ളത്തെ നമ്മൾ തിളപ്പിച്ചാൽ അതിൻ്റെ സ്വഭാവം മാറി, തൊട്ടാ പൊള്ളും. ആ തിളപ്പിച്ച പച്ചവെള്ളത്തിലേക്ക് ഒരു നുള്ളു ചായപ്പൊടി ഇട്ടാൽ അതിൻ്റെ പേര് മാറി, പിന്നെ ചായ എന്നാ പറയാം. നിറം മാറി, മണം മാറി, ഗുണം മാറി, രുചി മാറി. ഈ ഫിത്ര എന്ന് വിളിക്കുന്ന പച്ചവെള്ളം പോലെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞ് ചായ ആയിട്ടുണ്ട് എങ്കിൽ അതിലേക്കാരോ ചായപ്പൊടി ഇട്ടിട്ടുണ്ട് എന്നാണ് അർത്ഥം. അതാര് എന്നാണ് നമ്മൾ സ്വയം ചോദിക്കേണ്ടത്. ഈ ചായപ്പൊടി ഇടുമ്പോൾ തന്നെ നമ്മൾ ചായയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെങ്കിൽ അതൊക്കെ. പക്ഷെ ചായയാണ് ഉണ്ടാക്കാൻ തീരുമാനിച്ചതെങ്കിൽ തന്നെ ഒരാൾ വിചാരിക്കുക ചായ നന്നായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു സ്പൂൺ ചായപ്പൊടി ഇട്ടേണ്ടടുത്ത് ഒരു 40 സ്പൂൺ ചായപ്പൊടി ഇട്ടാൽ എന്തേക്കും സംഭവിക്കുക? ആരായി ചായ ഉണ്ടാക്കിയെന്ന് ചോദിക്കും. വായിൽ വെക്കാൻ പറ്റില്ല. അതാണ് ചില കുഞ്ഞുങ്ങളെ പറ്റി ഓരോരുത്തർ ചോദിക്കുന്നത്, ഇവൻ്റെയൊക്കെ തന്ത ആരാണ്, ഈ ചായപ്പൊടി ഇട്ടത് ആരാണെന്ന ചോദ്യം. ചായയിൽ പഞ്ചസാര ഇട്ടാൽ രുചി മാറും. ചായയുടെ രുചി നന്നായിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഒരു സ്പൂൺ പഞ്ചസാര ഇടേണ്ട അടുത്ത് ഒരു 40 സ്പൂൺ പഞ്ചസാര ഇട്ടാലോ ഇത് വായിൽ വെക്കാൻ പറ്റില്ല എന്ന് പറയും. അതാണ് ചില കുട്ടികളെ പറ്റി പറയാറ് ലാളിച്ചു വഷളായതാണ് എന്ന്. അപ്പം ചായയാണ് ഉണ്ടാക്കേണ്ടത് എങ്കിൽ അതിൽ ആവശ്യത്തിനെ ചായപ്പൊടി ഇടാവൂ, ആവശ്യത്തിനെ പഞ്ചസാര ഇടാവൂ. കുട്ടികൾ നന്നാവണമെങ്കിൽ ശാസിക്കേണ്ടിടത്ത് ശാസിക്കുകയും വേണം, ലാളിക്കേണ്ടിടത്ത് ലാളിക്കുകയും വേണം. അതാണ് പ്രവാചക തിരുമേനി കാണിച്ചു തന്ന മാതൃക. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. അങ്ങനെ ആരാ പറഞ്ഞത്? കുട്ടികൾക്ക് അറിയോ? എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ ആളാരാ? ഗാന്ധിജി. പക്ഷെ സ്വന്തം ജീവിതം മറ്റുള്ളവർക്ക് സന്ദേശമാക്കി കൊടുത്തൊരു ലോക നേതാവുണ്ട്. അതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് ഒരു ഭർത്താവ് ഭാര്യയോട് പെരുമാറേണ്ടത്? ഞാൻ എൻ്റെ ഭാര്യയോട് പെരുമാറിയതുപോലെ. എങ്ങനെയാണ് ഒരു ബാപ്പ മക്കളോട് പെരുമാറേണ്ടത്? ഞാൻ എൻ്റെ മക്കളോട് പെരുമാറിയതുപോലെ. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം. നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നതിന് ഞാൻ കാണിച്ചു തന്നതുപോലെ. ആ പ്രവാചകരുടെ ഓർമ്മകൾ അയവിറക്കുമ്പോൾ, ആ പ്രവാചകരുടെ മഹത്വങ്ങൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആ സന്ദേശം എത്ര ഉൾക്കൊണ്ട് എന്ന് ആലോചിച്ച് നോക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കളോടല്ല കൂടുതൽ പെരുമാറിയ ഹദീസുകളുള്ളത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹും അവർ 2 പേരുമായുള്ള പേരക്കുട്ടികളോടാണ്. ഒരു രാജ്യത്തിൻ്റെ രാജാവായ ശേഷമാണ് ഈ പേരക്കുട്ടികൾ നബി തിരുമേനിയോടൊപ്പം ഉള്ളത്.
അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും അധികം പ്രാധാന്യം കൊടുത്തൊരു ഇബാദത്ത് ഏതാന്ന് ചോദിച്ചാൽ അത് നിസ്കാരമാണ്. 5 ദിവസം സുഖമില്ലാതെ കിടന്നപ്പോൾ എപ്പോഴൊക്കെയാണോ ബോധം വന്നത് ആ സമയത്തൊക്കെ അസ്സലാത്ത് എന്ന വാക്കാണ് ആ വായിൽ നിന്ന് പുറത്തേക്ക് വന്നത്. നിസ്കാരത്തെക്കുറിച്ചുള്ള വാക്കാണ്. അത്രയും ഗൗരവത്തിലാണ് നിസ്കാരത്തെ കണ്ടത്. ആ നിസ്കാരത്തിലാണ് നമുക്കൊക്കെ സ്ഥിരം പരിചയമുള്ളൊരു ഹദീസ് ഉള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു അസ്ർ നിസ്കാര സമയത്ത് കുറേ സമയം സുജൂദിൽ നിന്നു. സലാം വീട്ടി വന്നപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, അല്ല റസൂലേ, എന്താ ഇത്ര സമയം അവിടെ ചെലവഴിച്ചത്? പുതിയ വഹി എന്തെങ്കിലും ഇറങ്ങിയിട്ടുണ്ടോ എന്ന്. അപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, വഹി ഇറങ്ങിയതല്ല, 2 ചെങ്ങായിമാർ എൻ്റെ തോളിൽ കയറി നിന്നതാണ് എന്ന്. 2 പേരക്കുട്ടികൾ തോളിൽ കയറി നിന്നു. തോളിൽ കയറി നിന്ന് അവരിറങ്ങി പോകുന്നത് വരെ സുജൂദിൽ നിന്നു. അതിൻ്റെ അർത്ഥം എന്താ? നിസ്കാരത്തിനാണോ പ്രാധാന്യം, കുഞ്ഞുങ്ങൾക്കാണോ പ്രാധാന്യം കൊടുത്തത്? വളരെ പ്രധാനപ്പെട്ട നിസ്കാരം പോലുള്ള ഇബാദത്തിൽ പോലും കുഞ്ഞുങ്ങൾ ഇറങ്ങിപ്പോകുന്നത് വരെ കാത്തിരുന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ പഠിക്കേണ്ട ഒരു കൃത്യമായ പാഠമുണ്ട്. കുഞ്ഞുങ്ങൾ, കാരണം മറ്റു പല ഹദീസുകളിലും പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, റസൂലുള്ളാഹി ആ കുട്ടികളോടൊപ്പം ആനയായും ഒട്ടകമായിട്ടൊക്കെ കളിക്കായിരുന്നത്രേ. ഒരു രാജ്യത്തിൻ്റെ രാജാവാട്ടോ. നമ്മളൊക്കെ നേരെല്ലാം മറ്റെല്ലാം എന്ന് പറഞ്ഞ് നടക്കുമ്പോൾ ഒരു രാജ്യത്തിൻ്റെ രാജാവ് കുട്ടികളോടൊപ്പം കളിക്കാൻ വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു. എന്നിട്ട് ഒട്ടകം ഇങ്ങനെ നടക്കും. മിക്കവാറും പള്ളിയോട് ചേർന്നുള്ള ചരുവിലാണ് താമസം. അവിടെയാണ് മക്കളൊക്കെ ഉണ്ടാവുക. ആ ചരുവിൽ നിന്ന് ഒട്ടകം പുറപ്പെട്ടാൽ പള്ളിൻ്റെ അകത്തോടൊക്കെ പോകുന്നുണ്ടാവും. അപ്പൊ വല്യുപ്പ കുനിഞ്ഞു നിന്നത് ഒട്ടകമാവാനാണെന്നാണ് മക്കൾ വിചാരിച്ചു. ഒരു സുജൂദ് എന്താ റുക്ക് എന്താന്ന് അറിഞ്ഞൂടാത്ത കാല. അതുകൊണ്ട് ഒട്ടകത്തിന്റെ മുകളിലേക്ക് കയറിയിരുന്നു അവർ. അപ്പൊ റസൂലുള്ള നിസ്കാരത്തിൽ അവരുടെ കാല് 2 പൊട്ടിച്ചു കൊടുത്തിട്ട് ഇറങ്ങിപ്പോയടാ അവിടെ നിന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പാഠം എന്താണെന്ന് ചോദിച്ചാൽ, വല്യുപ്പ നല്ല വല്യുപ്പയൊക്കെയാണ്, പക്ഷെ നിസ്കരിക്കുമ്പോൾ അങ്ങോട്ട് അടുക്കാനേ പാടില്ല, ഞാൻ അതിലേക്ക് പോകാനേ പാടില്ല എന്നാ പഠിക്കുക. നിസ്കാരത്തെ കുട്ടികൾ വെറുക്കുന്ന ഒരു സാധനമായിട്ട് മാറും. അങ്ങനെ മാറാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ നിസ്കാരം കഴിയുന്നത് വരെ ക്ഷമാപൂർവം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാത്തിരുന്നത്. നമ്മളോ നിസ്കാരപ്പായ ചവിട്ടി എന്ന് പറഞ്ഞിട്ടാ മക്കളെ കാലിനെ തല്ല. മക്കളിങ്ങനെ നിസ്കാരപ്പായിലൂടെ ഓടുന്ന സമയത്ത് പിടിച്ചു വെച്ചിട്ട് കാലിനെ തല്ല, നിസ്കാരപ്പായ ചവിട്ടിയാൻ. പിന്നെ ഓൻ ഒരിക്കലും നിസ്കാരപ്പായ ചവിട്ടൂല. അതിന് പകരം നമ്മൾ അടുത്ത് നിർത്തി, ചേർത്ത് നിർത്തി. ഇപ്പം എൻ്റെ മോള് ചെറിയ കുട്ടിയുടെ സമയത്ത് ഞങ്ങളോടൊപ്പം നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര രസമാണ്. കാരണം എൻ്റെ ഉമ്മയൊക്കെ ആ ഇട്ട വസ്ത്രം ഇട്ടിട്ട് തന്നെയാണ് മിക്കവാറും നിസ്കരിക്കുക. അപ്പോൾ ഒരു മക്കൻ അങ്ങനെ തലയിൽ കൂടെ ഇടുമ്മ. അപ്പം ഉമ്മാൻ്റെ മോളെ ധാരണ നിസ്കരിക്കുമ്പോൾ ഈ മക്കനിടണമെന്നാ. തീരെ ഉടുത്തിണ്ടാവില്ല, പക്ഷെ മക്കന് തലയിൽ കൂടെ ഇട്ടു. കാരണം ഉടുക്കണമെന്നുള്ള ബോധമൊക്കെ എത്തിയില്ല. ഉമ്മനെ കാണുന്നത് ഈ മക്കനെ തലയിലിടുന്നതാ. അങ്ങനെ തലയിലിടുന്ന മക്കനെ കണ്ടുകൊണ്ട് അത് വെച്ചിട്ടാണ് മോള് നിസ്കരിക്കുന്നത്. ഇത് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വലിയ പാഠമുണ്ട്. കുട്ടികളെല്ലാവരും അനുകരിക്കുന്നവരാണ് എന്നാണ് എൻ്റെ അർത്ഥം. നമ്മളെ നോക്കിയിട്ടാണ് നമ്മളുടെ മക്കൾ പഠിക്കുന്നത്. ഇക്കാര്യം ഖുർആനിൽ എന്ത് മനോഹരമായിട്ടാണ് പറഞ്ഞതെന്നറിയോ? നമ്മളെല്ലാവരും ദുആ ചെയ്യുന്ന മനോഹരമായൊരു ദുആ ഉണ്ട്. എല്ലാ വക്തിനും നമ്മൾ ദുആ ചെയ്യാൻ വേണ്ടിയിട്ട് ഇമാമ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന മനോഹരമായ ആയത്ത്, റബ്ബന ഹബ്ലനാ മിൻ അസ്വാജിന വദുരിയാതിന ഖുർറത അയ്യുനിൻ വജൽനാ ലിൽ മുത്തഖീന ഇമാമ. സൈക്കോളജിയുടെ എല്ലാ കാര്യവും അടങ്ങിയിട്ടൊരു ദുആ ആണ്. അതിൽ കുഞ്ഞുങ്ങളെ വിശേഷിപ്പിക്കുന്നൊരു വാചകമാണ് ഖുർറത അയ്ൻ, കണ്ണിന് കുളിർമയുള്ള കുഞ്ഞുങ്ങൾ. അതെന്താ കണ്ണിന് കുളിർമയുള്ള കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ? മക്കൾ സുർമയാണെന്നാണോ? മക്കളെ കാണുമ്പോൾ നമ്മളുടെ കണ്ണിലൊരു സന്തോഷം അങ്ങനെ തിളങ്ങും. അങ്ങനെ ആദ്യമായി മക്കളെ കണ്ടപ്പോൾ ഉമ്മാൻ്റെ കണ്ണിൽ സന്തോഷം തിളങ്ങിയത് കുഞ്ഞിനെ പ്രസവിച്ച് ആ തുണിയിലിങ്ങനെ പൊതിഞ്ഞ് നേഴ്സ് മടിയിലേക്ക് വെച്ചു കൊടുത്തപ്പോൾ ഉമ്മാൻ്റെ കണ്ണിലുള്ളൊരു കുളിർമയുണ്ടായിരുന്നു. ആ കുളിർമ എല്ലാ കാലവും നിൽക്കണേ എന്നാണ് അള്ളാഹിനോട് നമ്മൾ ദുആ ചെയ്യുന്നത്, ഖുർറത അയ്ൻ. പക്ഷേ മക്കൾ വലുതാവും തോറും ഉള്ള കുളിർമ പോവുകയാണ്, കാണുമ്പോൾ ഭ്രാന്തെടുക്കുക. അതെന്തുകൊണ്ടായിരിക്കും? എന്നിട്ട് പറയാണ് വജൽനാലിൽ മുത്തഖീന ഇമാമാൻ, അവരെ നയിക്കുന്ന ആളാക്കണം. ഇമാമ് എന്ന് പറഞ്ഞാൽ നയിക്കുന്ന ആളാ. എന്നെ നീ അവരെ നയിക്കുന്ന ആളാക്കണേ, എന്നെ നീ അവരുടെ നേതാവാക്കി മാറ്റണേ. എങ്ങോട്ടാണ് നയിക്കേണ്ടത്? മുത്തഖീങ്ങളുടെ വഴിയിൽ, സന്മാർഗികളുടെ വഴിയിൽ, നല്ല വഴിക്ക് പോകുന്നവരുടെ വഴിയിൽ. അങ്ങനെയാണ് എങ്കിൽ ഇമാം ഏത് വഴിക്കാ പോണ്ടേ?
മക്കളെ നല്ല വഴിക്ക് നയിക്കുന്ന ആളായിരിക്കണം രക്ഷിതാവ്. അങ്ങനെയാണ് രക്ഷിതാവ് ഏത് വഴിക്കാ പോണ്ടേ? നല്ല വഴിക്ക്. പക്ഷെ കഷ്ടകാലം എന്ന് പറയട്ടെ, മക്കൾ നന്നാവുന്നില്ല എന്ന് ഭയങ്കര പരാതി പറയുന്ന ആള് ഞാൻ നന്നാവുന്നുണ്ടോ എന്ന് നോക്കാറേ ഇല്ല. ഇക്കാര്യം ഞാൻ പറയുന്നത് എന്നോടെന്ന പോലെ നിങ്ങളോടും കൂടിയാണ്. കാരണം എനിക്ക് ഉസ്താദുമാർ പ്രസംഗിക്കുമ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കതാ, എന്നോടെന്ന പോലെ നിങ്ങളെ ഞാൻ ഉറപ്പിക്കുന്നു. ആദ്യം എന്നോടാ പറയേണ്ടത്, എന്നിട്ടാണ് നിങ്ങളോട് ഉറപ്പിക്കേണ്ടത്. ഞാൻ ഈ ക്ലാസ്സൊക്കെ എടുക്കാൻ പോകുമ്പോഴേ എൻ്റെ മക്കൾ നന്നായിട്ടുണ്ടോ എന്നുള്ളത് അള്ളാഹ്ക്കറിയാം. കാരണം എപ്പോഴും മക്കളെ നോക്കാൻ നേരമില്ലാതെ ക്ലാസ് എടുക്കാൻ നടക്കില്ല. എൻ്റെ ഭാര്യയൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയുന്ന ഡയലോഗ് അതാ, നിങ്ങളെ ആരാൻ്റെ മക്കളെ നന്നാക്കാൻ നടന്നോളി, അവനാൻ്റെ മക്കളെ നന്നാക്കണമെന്നുള്ള വിചാരമില്ല. ഈ യൂട്യൂബിൽ എൻ്റെ ഒരു ക്ലാസ് വന്നപ്പോൾ ഭാര്യ ആ ക്ലാസ് എടുത്തിട്ട് എന്നോട് വന്നാൽ നിങ്ങൾ കേൾക്കേണ്ട ക്ലാസ്സാണ്. ഞാൻ നന്നാവാതെ മക്കൾ നന്നായിട്ട് കാര്യമില്ല എന്നാണ് അവളുടെ. കാരണം എനിക്ക് ആകെയുള്ളൊരു കാര്യം അതാ, പഠിച്ചവൻ എൻ്റെ മക്കളെ നന്നാക്കിയായിരിക്കും. ഞാൻ സംസാരിച്ചിട്ട് ആരുടെയെങ്കിലും മക്കൾ നന്നായിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ ഒരു ഗുണം കൊണ്ട് പഠിച്ചവൻ എൻ്റെ മക്കളെ നന്നാക്കിയായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിൽ മാത്രം ഞാൻ ജീവിക്കും. മുതിർന്നവരാണ് ആദ്യം നന്നായി കാണിക്കേണ്ടത്. അതാണ് 2022 മരിച്ചുപോയ ഒരു മനഃശാസ്ത്രജ്ഞൻ അവതരിപ്പിച്ച കാര്യം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇക്കാര്യം മനഃശാസ്ത്രത്തിൽ വന്നത്. എന്നാൽ അതിൻ്റെയൊക്കെ എത്രയോ മുമ്പേ പ്രവാചക തിരുമേനി ലോകത്തിന് മുമ്പിൽ അവതരിപ്പിച്ച കാര്യം. അപ്പം നമ്മൾ മാതൃകയാവേണ്ടതുണ്ട്. ആ മാതൃകയായില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ സംഭവിക്കുന്നതാണ് മദ്രസകളെയും പള്ളികളെയും ഒക്കെ ശക്തിപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നൊരു കാര്യം. കാരണം കുഞ്ഞുങ്ങളെ ഖുർആൻ വിശേഷിപ്പിച്ചത് ഒരൊറ്റ വാക്കുകൊണ്ടാണ്, അമാനത്ത്. എന്തൊരു മനോഹരമായ വാക്കാണെന്നറിയത്. വെറുതെ കേട്ടുപോകേണ്ട ഒരു വാക്കേ അല്ല അമാനത്ത്. അമാനത്തിൻ്റെ അർത്ഥം പഠിച്ചാൽ മക്കൾ വേണ്ടെന്ന് വിചാരിച്ചു. മക്കൾ ആരാണ് എന്നതിന് യുനിസെഫ് വിശേഷിപ്പിക്കുന്നത് 18ാമത്തെ വയസ്സ് വരെയുള്ള ആളെ ചൈൽഡ് എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതിനൊരു സയൻസ് ഉണ്ട്. പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നാണ് നമ്മുടെ തലച്ചോറിലെ ഒരു പ്രത്യേക ഭാഗത്ത് വിളിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് വിളിക്കുന്നത് പ്രീഫ്രണ്ടൽ ലോബ് അല്ലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്നൊക്കെ. ഈ ഭാഗമാണ് അത്ര ഒരാൾക്ക് ശരിയിലെ ശരിയെയും തെറ്റിലെ തെറ്റിനെയും കണ്ടെത്താനുള്ള, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാവും. എന്നാൽ ശരിയിലും ചില ശരികൾ കൂടുതലുണ്ട് എന്ന് അതിന് ഡിസ്ക്രിമിനേഷൻ പവർ, ഓരോന്നും തിരിച്ചറിയാനുള്ള കഴിവുണ്ടാക്കും. ശരികൾ അതുവരെ, അതായത് 18 വയസ്സ് വരെ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ചുറ്റും നടക്കുന്ന ശരികളാണ് ശരി എന്ന് തീരുമാനിക്കുന്നതാണ്. അതുകൊണ്ട് കള്ള് കുടിക്കുന്നവരുടെ കൂട്ടത്തിൽ 18 വയസ്സിന് മുൻപേ ഒരാളുണ്ട് എങ്കിൽ ആ കൂട്ടത്തിലുള്ള എല്ലാവരും കള്ള് കുടിക്കുന്നുണ്ട് എങ്കിൽ ആ ആളും കള്ളുകുടിയനായിരിക്കും. കാരണം ആ ഗ്രൂപ്പിലെ ശരിയാണ് 18 വയസ്സ് വരെ അയാളുടെ ശരി. അതല്ലാതെ കൂടുതൽ ശരികളെ, സാമൂഹ്യമായ ശരികളെ കണ്ടെത്തി സ്വയം തിരുത്താനുള്ള കപ്പാസിറ്റി ഒരാൾക്ക് എത്തുക 18ാമത്തെ വയസ്സിലാണ് എന്നാണ് യുനിസെഫിൻ്റെ അല്ലെങ്കിൽ WHO-യുടെ യുനെസ്കോയുടെ ഒക്കെ മാനുവൽ പറയുന്നത്. അതുകൊണ്ട് 18 വയസ്സ് വരെയുള്ള ആളെ ചൈൽഡ് എന്നാണ് വിളിക്കുന്നത്. 18 വയസ്സ് വരെയുള്ള ആൾക്ക് ശരിയും തെറ്റും തിരിച്ചറിയാൻ പറ്റാത്തത് കൊണ്ട് അവർ കുറ്റം ചെയ്തതായിട്ട് പോലും കണക്കാക്കൂല. അതുകൊണ്ട് അവരെ കുറ്റവാളികൾ എന്ന് വിളിക്കാൻ പാടില്ല. ഒരു പത്രത്തിലും 18 വയസ്സ് കഴിയുന്നതിന് മുമ്പത്തെ ഒരാളെ കുറ്റവാളി എന്ന് വിളിക്കൂല. അവരുടെ പേര് പുറത്ത് പറയൂല, അവരെ കോടതിയിൽ ഹാജരാക്കൂല, അവരെ പോലീസ് അറസ്റ്റ് ചെയ്യൂല. പകരം അവരെ വിളിക്കുന്ന പേര് കോൺഫ്ലിക്റ്റ് വിത്ത് ലോസ് എന്ന, നിയമത്തിൻ്റെ വഴികൾ അറിഞ്ഞൂടാത്ത ആൾ എന്നാണ്. ആലോചിക്കുക, നിർഭയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ ഡൽഹിയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊന്നതിൽ ഒരു ചെറുപ്പക്കാരൻ, അവന് 16 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ബലാത്സംഗം ചെയ്യാനുള്ള കഴിവുള്ള ആളെ എങ്ങനെയാണ് കുട്ടിയെന്ന് പരിഗണിക്കുക എന്നന്ന് കോടതിയിൽ ഒരാൾ വാദിച്ചു. പഠന റിപ്പോർട്ടുകൾ വെച്ചുകൊണ്ട് അവനെ കുട്ടിയായിട്ട് തന്നെ പരിഗണിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ കുട്ടിയെ മാത്രമാണ് നിർഭയ കൊലക്കേസിൽ ശിക്ഷിക്കാതിരുന്ന ഒരേ ഒരാൾ. ശരിയും തെറ്റും തിരിച്ചറിയൂല എന്നാണ്. ഇനി 2 കാര്യം കൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഫിത്ര എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി ജനിച്ച ഉടനെ മരിച്ചാൽ നേരെ സ്വർഗത്തിലേക്ക് പോകും. കാരണം ഒരു മാലിന്യവും ഒരു തെറ്റും ആ കുട്ടി ചെയ്തിട്ടില്ല. 18 വയസ്സ് വരെയാണ് ആ കുട്ടിക്ക് ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള കഴിവില്ലാത്ത പ്രായം. അപ്പൊ 18 വയസ്സ് വരെ ഒരു കുട്ടി ശരിയും തെറ്റും തിരിച്ചറിയാതെ തെറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഉത്തരവാദികള് മാതാ, പിതാ, ഗുരു എന്നാണ്.
മാതാവും പിതാവും ഗുരുവുമാണ് അതിൻ്റെ ഉത്തരവാദികൾ. അതാണ് അമാനത്തെന്ന വാക്ക്. അതാ മുന്നിലിരിക്കട്ടെ. അങ്ങനെ അമാനത്തെന്ന വാക്കിൻ്റെ അർത്ഥത്തിൻ്റെ ഒരു വലിയ പ്രശ്നം കിടക്കുന്നത്. അതിൻ്റെ ഓരോ വാചകത്തിൻ്റെയും അർത്ഥം സൈക്കോളജിക്കലി പറയാനുണ്ട്. പക്ഷെ അത്രയും പറയാൻ സമയം അനുവദിക്കൂല. ഞാൻ അതിൻ്റെ ഒരു 3 അർത്ഥം മാത്രം പറയാം. ഒന്ന്, അമാനത്ത് എന്ന് പറഞ്ഞാൽ പലപ്പോഴും മദ്രസയെന്നൊക്കെ പഠിപ്പിച്ചിട്ടുണ്ടാവുക സൂക്ഷിപ്പ് മുതൽ എന്നൊക്കെ ആയിരിക്കും. അത് കേൾക്കുമ്പോൾ നമുക്ക് അത്ര മനസ്സിലാവില്ല. അതിൻ്റെ പച്ചമലയാളത്ത് പറഞ്ഞാൽ നോക്കാൻ ഏൽപ്പിച്ച വസ്തു എന്നാണ്. കുഞ്ഞുങ്ങൾ നമ്മളെ നോക്കാൻ ഏൽപ്പിച്ച വസ്തുവാണ് എന്നർത്ഥം. അങ്ങനെ നോക്കാൻ ഏൽപ്പിച്ച വസ്തുവാണ് എങ്കിൽ നമ്മളൊരു ഉംറക്ക് പോവാം. ബൈക്ക് ഇവിടെ നിർത്തിയിട്ടാൽ, ഞാനൊരു 45 ദിവസത്തെ വിസക്കാണ് പോകുന്നത്, 15 ദിവസത്തെ വിസക്കല്ല, 45 ദിവസത്തെ വിസക്ക. ബൈക്ക് നിർത്തിയിട്ടാൽ അതിൻ്റെ ബാറ്ററി ഒക്കെ വീക്കായി പോകുമ്പോൾ അത് ഇടയ്ക്കൊന്ന് സ്റ്റാർട്ടാക്കണം, അത് ഇടയ്ക്കൊന്ന് ഉപയോഗിക്കണം, ഒന്ന് റോട്ടിലേക്ക് കൊണ്ടുപോയി പോരണം. അതുകൊണ്ട് നമ്മുടെ ഒരു കൂട്ടുകാരനെ അത് നോക്കാൻ ഏൽപ്പിച്ച്, ഞാനൊരു 45 ദിവസം കഴിഞ്ഞിട്ടേ വരുള്ളൂ, നീ എൻ്റെ ബൈക്കൊന്ന് നോക്കണേ. അല്ലെ പെണ്ണുങ്ങളാണ് എങ്കിൽ ഉംറക്ക് പോകുന്ന സമയത്ത് അനിയത്തിയെ ഒരു നല്ല സ്വർണ്ണമാല ഏൽപ്പിച്ച്, നീ ഇതൊന്ന് നോക്കണേ, അതൊന്നും ചീത്തയായി പോയാൽ സ്വർണ്ണിട്ടിട്ടൊന്നും അങ്ങോട്ട് പോകാൻ പറ്റൂല എന്നുള്ളത് കൊണ്ട് ഇത് ചീത്തയായി പോവാതെ നോക്കണേ എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു. അങ്ങനെ നോക്കാൻ ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ തിരിച്ചു വരുന്ന സമയത്ത് നമ്മൾ പ്രതീക്ഷിക്കുന്ന യാതൊരു തകരാറുമില്ലാതെ ആ സാധനത്തെ എന്നെ ഏൽപ്പിക്കുന്നതാണ്. തിരിച്ചു വരുമ്പോൾ നിങ്ങളുടെ കൂട്ടുകാരൻ ഈ ബൈക്കിൻ്റെ ബാറ്ററിയും പോയി, അതിൻ്റെ ഹാൻഡിലും കാണുന്നില്ല, അതിൻ്റെ ചെയിനും പൊട്ടിക്കിടക്കുന്ന, ഇയാളെല്ലാം കൊടുത്ത് കൊണ്ടുപോയി താറുമാറാക്കിയിട്ടാണ് തിരിച്ചു തരുന്നതെങ്കിൽ നിങ്ങൾക്ക് അയാളോട് എന്താ തോന്നുക? ഒന്ന് ആലോചിച്ച് വയ്ക്കാൻ മതി. നന്നായി, അങ്ങനെ എനിക്ക് പറയാം. എന്നെ ഇപ്പോഴല്ല ഞാൻ ഏൽപ്പിച്ച്, നന്നായി. ആ പറയുന്ന നന്നായിൽ ഒരു നന്നായിക ഇല്ലാതെ ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. അതേപോലെ നമ്മളെ അള്ളാഹ് നോക്കാൻ ഏൽപ്പിച്ചതാണ് ഈ മക്കളെ. ഇതിൻ്റെ ബാറ്ററി വീക്കായി പോകരുത്, ഇതിൻ്റെ തലച്ചോറ് തകരാറായി പോകരുത്, ഇതിൻ്റെ സ്വഭാവം മാറിപ്പോകരുത്. കാരണം ഇത് നോക്കാൻ ഏൽപ്പിച്ച ആളോട് തിരിച്ച് ചെല്ലുമ്പോൾ അള്ളാഹു തആല ചോദിക്കും. എങ്ങനെ ചോദിക്കും? ഹൈറുകളുടെയും ഷറുകളുടെയും ഓരോ അണുമണി തൂക്കവും. നമ്മളെല്ലാ സമയത്തും ഖുർആൻ ഓതുമ്പോൾ അതിൻ്റെ അർത്ഥം ആലോചിച്ചാൽ പേടിച്ചു പോകും, അല്ലേ? ഓരോ അണുമണി തൂക്കവും ഹൈറിൻ്റെയും, ഹൈറൻ യറ ഷർറൻ യറ, ഓരോന്നിൻ്റെയും അണുമണി തൂക്കം ചോദിക്കും. നിന്റെ മക്കള് എങ്ങനെയാണ് കഞ്ചാവുകാരൻ്റെ പിന്നാലെ പോയത്? നിന്നെ ഞാൻ ഏൽപ്പിച്ചതല്ലായിരുന്നു ഈ മക്കളെ? നീ എന്തുകൊണ്ട് ഈ കുഞ്ഞിന് നീ വേണ്ട വിദ്യാഭ്യാസം കൊടുത്തില്ല? ഈ കുഞ്ഞിനെ നീ എന്തുകൊണ്ട് പള്ളിയിലേക്ക് കൊണ്ടുപോയില്ല? ഈ കുഞ്ഞിനെ നീ എന്തുകൊണ്ട് നിസ്കാരം പഠിപ്പിച്ചില്ല? ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പോയി പഠിപ്പിക്കാൻ എൻ്റെ അടുത്ത് ഫീസ് ഉണ്ടായിരുന്നല്ലോ, മദ്രസയിലേക്ക് 50 ഉറുപ്പിക ഉസ്താദ് കൊടുത്തപ്പോൾ നിനക്കെന്താ കൊടുക്കാൻ തോന്നാതിരുന്നത്? ഓരോ കാര്യവും അണ്ണും മണി തൂക്കം വെച്ച് ചോദിക്കും. മക്കളായി പിറക്കുന്നതെല്ലാം മുജ്ജന്മ ശത്രുക്കൾ അത്ര എന്നാ കവി പറഞ്ഞു. ശരിക്ക് മക്കൾ അത്രയും വലിയൊരു പരീക്ഷണം വേറെ ഉണ്ടാവില്ല. പോട്ടെ, ഒന്നാമത്തത് അതാണ്. രണ്ടാമത്തേത്, നമുക്ക് ശരിക്കും ഏറ്റവും നന്നായി നോക്കാൻ അറിയാവുക അവനാൻ്റെ മക്കളാണോ ആരാൻ്റെ മക്കളാണോ എന്ന് ചോദിച്ചാൽ പഠിച്ചോൻ പറയുന്നത് ആരാൻ്റെ മക്കളെ നല്ലോണം നോക്കാൻ പറ്റുക. ശരിക്കും ആലോചിച്ചാലാണ് അതിൻ്റെ അർത്ഥം മനസ്സിലാവുക. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു താത്ത വന്നിട്ട് നമ്മളോട് പറയാം, ഞങ്ങളെ പാലക്കാട്ടുള്ള അമ്മായിൻ്റെ പുയ്യാപ്പിള മരിച്ചു, ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുക. അതൊരു സങ്കല്പ കഥയാണ്, ഇതിൻ്റെ സനത് ചോദിക്കേണ്ട. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി അങ്ങോട്ട് പോവുക. മോനെ കൊണ്ടുപോകാനൊന്നും പറ്റൂല, ട്രെയിനിലൊക്കെ കയറിയാൽ പോകുന്നത്. മോനെ ഞങ്ങൾ വൈകുന്നേരം എന്തായാലും എത്തുമെന്നാണ് പറയുന്നത്, വൈകുന്നേരം വരെ ഇവരങ്ങളൊന്നും നോക്കൂലെന്ന് ചോദിച്ചു. നമ്മളെ നോക്കാൻ ഏൽപ്പിച്ചു, അമാനത്ത് നമ്മൾ നോക്കാൻ ഏറ്റെടുത്തു. ഓ അതിനെന്താ, ഓ ഇവിടെ നോട്ടെ, ഞങ്ങൾ വൈകുന്നേരം നമ്മൾ കൂട്ടിക്കൊണ്ടുപോയാൽ മതി, ഇനിയിപ്പോൾ നേരം വയ്ക്കാനും പ്രശ്നമാക്കണ്ട, ഓൻ ഇവിടെ നിന്നോളൂ. നമ്മളതിനെ ഏറ്റെടുത്തു. എന്നിട്ട് നമ്മളൊന്ന് അടുക്കളയിലേക്ക് പോയപ്പോൾ എന്തോ ഒരു ശബ്ദം കേട്ട് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലെ മനോഹരമായ ഫ്ലവർ വേസ് താഴെ വീണ് കിടക്കുന്നുണ്ട്. ഈ ചെക്കന് ഷൂസൊക്കെ ഇട്ടിട്ട് സോഫൻ്റെ മുകളിലെ സ്പ്രിങ്ങിൽ ഇങ്ങനെ ചാടി കളിക്കുക. ഇത് കണ്ടാൽ നമുക്ക് ആ കുട്ടിയോട് 2 രീതിയിൽ പ്രതികരിക്കാൻ പറ്റും. ഒന്ന്, മര്യാദയ്ക്ക് ഇവിടെ നിന്നാൽ മതി, കാല് ഞാൻ തച്ചു മുറിച്ചാളേം. ഇവിടെ ഫ്ലവർ വേസ് നീ കണ്ടില്ലായിരുന്നോ? ഇതങ്ങനെ താഴെ തള്ളിപ്പോയത്, മര്യാദയ്ക്കാണ് നിന്നാൽ മതി, എന്നെ കൊണ്ട് പറയിപ്പിക്കരുന്നുണ്ടോണ്ട് കാലിന് 2 പൊട്ടിച്ചു കൊടുക്കാം. ഒന്നതാണ്. 2, വാവേ ഫ്ലവർ വേസ് വീണ് വാവ കണ്ടില്ലേ, ഇങ്ങനെയൊക്കെയാണ് നിൽക്കല്, വാവ നല്ല മോനാണെന്നാണല്ലോ എല്ലാവരും പറഞ്ഞത്, നല്ല മക്കൾ ഇങ്ങനൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഷൂസൊന്നും ഇട്ട് കളിക്കാൻ പാടില്ല സോഫയെന്ന്, ഞാൻ ആ ഷൂസൊക്കെ അയച്ചു തരട്ടെ, വാവന് ഇവിടെ നല്ലോണം കളിച്ചട്ടോ എന്നും പറയാം. നിങ്ങളാണെങ്കിൽ എന്താ ചെയ്യുക? 1 ആണോ 2 ആണോ? ആംഗ്യം കാണിച്ചാൽ മതി. 1, 2 ആംഗ്യം കാണിച്ചാൽ മതി. രക്ഷിതാക്കളുടെ ചോദ്യം, കുട്ടികളോടല്ല. 1 ആണോ 2 ആണോ ചെയ്യാൻ? ആരാൻ്റെ മക്കളാണെങ്കിൽ
1. അവനാൻ്റെ മക്കളാണെങ്കിൽ ആരാൻ്റെ മക്കളാണെങ്കിൽ 2. അവനാൻ്റെ മക്കളാണെങ്കിൽ 1. അല്ലേ? നമുക്ക് നല്ലോണം നോക്കാൻ പറ്റുക ആരാൻ്റെ മക്കളെ? കുട്ടിയൊക്കെ നല്ലോണം അറിയാം. എല്ലാ ആരാൻ്റെ മക്കളാ. ആരാൻ്റെ ഭാര്യയെ ഡ്രൈവിംഗ് അവനാൻ്റെ ഭാര്യ ഒരാൾ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അയാൾ കൊടുക്കത്ത ക്ഷമ ഉണ്ടാവുന്ന. ആരാൻ്റെ ഭാര്യനെ ഡ്രൈവിംഗ് പഠിപ്പിക്കാൻ ഇഷ്ടംപോലെ ആളെ കിട്ടും. റോട്ടിലേക്ക് രാവിലെ ഇങ്ങനെ പോകുന്ന സമയത്ത് ഭാര്യയും ഭർത്താവും കൂടി കല്യാണത്തിന് പോവുക. ഭർത്താവ് ഇങ്ങനെ ഒരുങ്ങി വന്നപ്പോൾ ഒരു ഫോൺ വന്ന്, അപ്പം തന്നെ ഭാര്യ ഇങ്ങനെ ഞൊടിയുണ്ട്. നേരത്തെ അങ്ങ് ഫോൺ വന്ന് വണ്ടിയുടെ കാത്തിക്കാന്ന് ഓർമ്മയില്ല നിങ്ങളിങ്ങനെ ഒന്നും പറഞ്ഞ് ഭർത്താവ് അങ്ങോട്ട് താഴേക്ക് വീകുമ്പോൾ താഴേക്ക് ഇറങ്ങിയപ്പോൾ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് തെന്നിപ്പോയി പട എന്ന് പറഞ്ഞ് മുറ്റത്തെ ചളിയിലേക്ക്. ഭാര്യൻ്റെ ഒരു സ്വഭാവം എന്തേക്കാൻ നേരം നിങ്ങളെ കൊണ്ട് തൊറ്റ് നന്നായിട്ട് ചളിയിൽ വീണ് ഇങ്ങനെയുണ്ട് ഒരു സാധനം. ഇനിയിപ്പോൾ തുണിങ്കുപ്പായ മറ്റെനക്ക് നേരണ്ടോ? വണ്ടി അങ്ങ് പോയിക്കളെ. നിങ്ങളെ കൊണ്ടിട്ട് ജീവിക്കാനാണ് 4 ചാട്ടൈ. എന്നാൽ ഇതേ വീണത് തൊട്ടടുത്ത വീട്ടിലേതെങ്കിലും ഇക്കായാണെങ്കിലോ, കയ്യേ നിലത്ത് വീണോ, കുപ്പായത്തിലൊക്കെ ചളിയായല്ലോ, ഓലൊക്കെ ഇപ്പോൾ പോവില്ലേ, നിങ്ങൾ വേഗം പോയി മാറ്റി വരിക എന്ന് പറയും. ആരാൻ്റെ ഭർത്താവിനെ നോക്കാനാണ് ഭാര്യയ്ക്ക് നല്ലോണം അറിയാവുക. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. എല്ലാ കാര്യവും അങ്ങനെ. അതുകൊണ്ട് പടച്ചോൻ പറയാണ്, ഇത് നിങ്ങളെ മക്കളല്ല, ആരാൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആരാൻ്റെ മക്കളെ നോക്കുന്നത് പോലെ നിങ്ങൾ നോക്കിയാൽ മതി. നിങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിട്ടേ ഉള്ളൂ. 18 വയസ്സ് കഴിയുന്നത് വരെ നിങ്ങൾ നോക്കിയിട്ട് ഇതിനെ നന്നാക്കിയാൽ മതി. 18 കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരവാദിത്വമില്ല. 18 കഴിഞ്ഞിട്ട് ഒരു കുട്ടി ഒരു തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചോദ്യം മുഴുവനും അവനോട് മാത്രമേ ഇന്ത്യൻ പീനൽ കോഡ്, ഇപ്പോൾ പീനൽ കോഡ് ഇല്ല, ചോദിക്കുള്ളൂ. അങ്ങനെയായിരിക്കും പഠിച്ചോനും ചോദിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രായപൂർത്തി എന്നത് ശാസ്ത്രീയമായി തെളിയിച്ചത് 18 വയസ്സ്. ഇനി പോട്ടെ, ഇഹ്യാ ഉലൂമുദ്ദീൻ മുന്നോട്ട് വെക്കുന്നത് 14 വയസ്സ് പ്രായപൂർത്തിയാവും. 14 വയസ്സ് വരെയെങ്കിലും നമ്മൾ മക്കളെ നോക്കിയിട്ടില്ല എങ്കിൽ നോക്കാൻ ഏൽപ്പിച്ച മുതൽ നമ്മളെടുത്ത് തെറ്റിയിട്ടുണ്ടെന്ന് അർത്ഥം. ഇനി 3-ാമത്തെ അർത്ഥം, അത് വല്ലാത്തൊരർത്ഥം. പടച്ചോന് തീരെ നമുക്ക് കാണിച്ചു തരാതിരുന്ന ഏറ്റവും വലിയ പരീക്ഷണം എന്താണെന്ന് ചോദിച്ചാൽ, ഞാൻ പറയാം, ഡേറ്റ് ഓഫ് ഡെത്ത് പറഞ്ഞു തരാതിരുന്ന. അതൊരു വല്ലാത്ത പരീക്ഷണം നേരിടും. എന്തെല്ലാം കണ്ടുപിടുത്തങ്ങളാണ് വന്നെന്നാലോചിക്ക്. ഒരു 5-8 വർഷം മുമ്പ്, അല്ലെങ്കിൽ ഒരു 15-20 വർഷം മുമ്പ്, അല്ലെങ്കിൽ എൻ്റെ വല്യാപ്പൻ്റെ കാലത്ത് ഒരാൾ മൊബൈൽ ഫോണിൽ ഇങ്ങനെ വിളിച്ച് നടന്നു പോകുമെന്ന് പറഞ്ഞാൽ വല്യാപ്പ അന്നേരം പറയാം കിയാമന്നാളിൻ്റെ അലാമത്തായിരിക്കും. വിശ്വസിക്കാൻ പോലും പറ്റൂലായിരുന്നു. STD ബൂത്ത്. ഇപ്പോഴത്തെ കുട്ടികൾ കോയിൻ ബോക്സ് കണ്ടില്ല, അത് മ്യൂസിയം പീസാണ്. ഇപ്പോൾ മ്യൂസിയത്തിൽ നമ്മളെ വാപ്പയൊക്കെ ഉപയോഗിച്ച ഒരു സാധനമായിരുന്നു. 100 കൊല്ലം മുമ്പാണ് ഈ അനസ്തേഷ്യ എന്ന് പറയുന്ന ഒരു സംവിധാന ശാസ്ത്രം കണ്ടെത്തിയത്. 100 കൊല്ലം മുമ്പ്. അതിൻ്റെ മുമ്പാണ് ഏറ്റവും കൂടുതൽ യുദ്ധം ഈ ലോകത്ത് നടന്നത്. അന്ന് യുദ്ധത്തിൽ മുറിവേറ്റവരുടെ കാല് മുറിച്ച് മാറ്റായിരുന്നു. മുറിച്ച് മാറ്റാൻ വേണ്ടിയിട്ട് അന്ന് ഡോക്ടർമാർ ആരുടെ സഹായം എടുക്കുന്നറിയോ? മരം മുറിക്കാരുടെ സഹായം. ചരിത്രത്തിലുള്ളതാ. മരം കട്ട് ചെയ്യുന്ന ആൾക്കാർ വന്നിട്ട് വാള് വെച്ചിട്ടോ കോടാലി വെച്ചിട്ടൊക്കെ കാല് വെട്ടി മുറിച്ചിട്ടാണ് അത്രേ അന്ന് അനസ്തേഷ്യ പോലും കൊടുക്കൂല. ഇപ്പം നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര പ്രാകൃതം തോന്നില്ലേ? അതേപോലെ ഒരു 5-10 വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സിസേറിയൻ നടത്തി വയറ് മുറിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കുട്ടികൾ വല്ലാത്ത ജനങ്ങൾ എന്നിട്ടോ എന്ന് പറയൂ. കാരണം ഇനി വരാൻ പോകുന്നത് ഇഞ്ചക്ഷനിലൂടെ ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റിയ സാധനമാണ് അത്രേ. നാനോ റോബോട്ടുകൾ. അത്രയും ചെറിയ റോബോട്ടുകൾ. അത് നമുക്കൊരു രക്തത്തിലൂടെ കയറ്റി വിടാം. എന്നിട്ട് ആ റോബോട്ട് അവിടെ പോയി അവിടുത്തെ പ്രശ്നമൊക്കെ പരിഹരിച്ച് തിരിച്ച് വലിച്ചിങ്ങോട്ടെടുക്കുക. ഇനി കീഹോൾ ശസ്ത്രക്രിയ പോലും വേണ്ടെന്നാണ് പറയുന്നത്. പോട്ടെ, 2030 ബ്രെയിൻ ഡൗൺലോഡിങ് സിസ്റ്റം എന്ന് പറഞ്ഞ സാധനം വരുന്ന. ഞാനൊന്നും ഇവിടെ വന്ന് പിന്നെ പ്രസംഗിക്കേണ്ടി വരില്ല. ഞാൻ എൻ്റെ തലയിൽ ഒരു സാധനം വെക്കുക, നിങ്ങൾ നിങ്ങളുടെ മൊബൈലിലേക്ക് എൻ്റെ തലയിലതൊക്കെ ഡൗൺലോഡ് ചെയ്തെടുക്കുക. രാത്രി വീട്ടിൽ ചെല്ലുമ്പോൾ ഭാര്യ ഡൗൺലോഡ് ചെയ്ത് നോക്കും, നിങ്ങൾ എന്തൊക്കെ എൻ്റെ കുറ്റം ആലോചിച്ച്. എന്നിട്ടായിരിക്കും വീട്ടിൻ്റെ അകത്തേക്ക് കയറണോ പുറത്തേക്ക് പോകണം തീരുമാനിക്കുക. അക്കാലൊക്കെ എന്താ പഠിച്ചോന്നറിയാം. അന്ന് തലച്ചോറ് ലോക്ക് ചെയ്യുന്ന സാധനം വരാൻ മതി. ഇപ്പോൾ ഫോൺ ലോക്ക് ചെയ്ത് കയറില്ലേ? ഫോൺ നോക്കിയാൽ ഭാര്യ ഇടയ്ക്കിടയ്ക്ക് ഫോൺ നോക്കി എന്തൊക്കെ കച്ചറ ഉണ്ടാവാറ്. അതേപോലെ ഇനി തലച്ചോറ് നോക്കിയാൽ കച്ചറ ഉണ്ടാവുന്ന കാലം വരാൻ മതി. അത്രയും ടെക്നോളജി വളർന്നു. എന്നിട്ട് പോലും എന്നാണ് ഒരാൾ മരിക്കുക എന്ന് ഇതുവരെ പ്രവചിക്കാൻ പറ്റില്ല.
ഇലോൺ മസ്ക് ഏറ്റവും വലിയ പുതിയ ചിന്തകൾ മുന്നോട്ട് വെക്കുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് ഇപ്പോഴത്തെ ഐഡിയ മാൻ. അയാളിപ്പോൾ പറയുന്നത് ഹൗ ടു ഡിലേ ഡെത്ത് ഡേറ്റ് എന്ന് പറഞ്ഞൊരു സങ്കല്പത്തെക്കുറിച്ച്, എങ്ങനെയാണ് മരണ ദിവസം നീട്ടിവെക്കാൻ പറ്റുക എന്നതാണ് അയാളിപ്പോൾ ആലോചിക്കുന്നത്. അത്ര നമ്മളെ തലച്ചോറിന് പകരം ഒരു കൃത്രിമ തലച്ചോറ് വെക്കുക, ഹൃദയത്തിന് പകരം ഒരു കൃത്രിമ പേസ് മേക്കർ വെക്കുക, കിഡ്നിക്ക് പകരം ഒരു ഡയാലിസിസ് മെഷീൻ വെക്കുക, എന്നാൽ നമ്മൾ മരിച്ചാൽ പിന്നെ ഇങ്ങനെ നടക്കാം. പക്ഷെ അത് വേറൊരാളായിരിക്കും, ഞാനായിരിക്കൂല. അയാൾ പോലും ഞാൻ എന്നാണ് മരിക്കുക എന്ന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വല്ലാത്തൊരു ഒരു സാധനമല്ലേ. ഇനി പടച്ചോന് ഡേറ്റ് ഓഫ് ഡെത്ത് ആദ്യമേ അങ്ങ് പറഞ്ഞു തന്നിരുന്നു എന്ന് വിചാരിക്കുക, എന്തായിരിക്കും സംഭവിക്കുക? 75-ാമത്തെ വയസ്സിലെ ഞാൻ മരിക്കൂ എന്ന് ഞാൻ ജനിക്കുമ്പോൾ തന്നെ എന്നോട് പറയാം, നീ 75-ാമത്തെ വയസ്സിലാണ് മരിക്കുകയാണ്. പിന്നെ ഇവിടുത്തെ ഒരു അവസ്ഥ എന്തായിരിക്കും? 70 വയസ്സിലെ കൂതറയ്ക്കും, എന്നിട്ട് 75-ാമത്തെ വയസ്സിൽ ഒടുക്കത്തൊരു ഉംറക്ക് പോലെ, പിന്നെ അങ്ങോട്ട് ഭയങ്കര ദീനായി, എന്നാൽ സ്വർഗവും കിട്ടി വെടിയും കിട്ടിയത് അല്ല. അങ്ങനെ ഒരിക്കലും സംഭവിക്കുക. പടച്ചോൻ നമ്മളെടുത്ത് കാണിച്ചെന്ന അനിശ്ചിതമാക്കി വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട സാധനം മരണം. എപ്പോഴാണ് മരിക്കുക എന്നറിയില്ല. ലോകത്തിലെ പ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ, ഇന്ത്യയുടെ അഭിമാനമായിരുന്ന APJ അബ്ദുൽ കലാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് മരിച്ചു. ഞാൻ ഇന്ന് മരിക്കുന്ന മൂപ്പര് കണ്ടെത്തിയിരുന്നെങ്കിൽ അന്ന് മൂപ്പര് പ്രസംഗിക്കാൻ പോകാതെ വീട്ടിൽ കിടന്നാൽ പോരായിരുന്നു. എൻ്റെ കൂട്ടുകാരന് കഴിഞ്ഞ ജനുവരി 1-ാം തീയതി, അതായത് ഡിസംബർ 31-ാം തീയതി വൈകുന്നേരം ബ്ലഡ് ഛർദ്ദിച്ച്. അവൻ്റെ ഭാര്യയാണ് എന്നെ ഫോൺ വിളിക്കുന്നത്, ഞങ്ങൾ ആശുപത്രിയിൽ എത്തിയിട്ടുണ്ട്, നിങ്ങൾ വേഗം ഇങ്ങോട്ട് വരി, ഞാൻ ഒറ്റക്കേ ഉള്ളൂ എന്ന്. അപ്പോൾ അവിടെ വന്നപ്പോൾ ഡോക്ടർ അവളോട് പറഞ്ഞത്രേ, നിങ്ങൾ ആരാച്ചാൽ വിളിച്ചോളി, ചില പ്രത്യേക കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പം ഞാൻ ഓടിച്ചെന്നപ്പം നേരെ ഡോക്ടറെ പോയി കാണാൻ പറഞ്ഞു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, സാച്ചുറേഷൻ റേറ്റ്, ശ്വസിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ സ്വയമുള്ള കപ്പാസിറ്റി ആകെ 20ആണ്. 100 വേണ്ടെടുത്ത്, 100-120 വേണ്ടെടുത്ത് ആകെ 20ആണ്. അതുകൊണ്ട് ഞങ്ങൾ വെന്റിലേറ്ററിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരാളുടെ സമ്മതം വേണം, അതിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചിന്തനെ കാത്തിരുന്നു. അല്ല, ഞങ്ങൾ ഇട്ട് കഴിഞ്ഞു, പേടിക്കണ്ട, പക്ഷെ ഞങ്ങൾ അതിന് സമ്മതപത്രം അത് ഒപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളോട് വരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. 20 ഉള്ളൂ. അപ്പം ഞാൻ എന്താ സംഭവിക്കുക? സാധാരണഗതിയിൽ തിരിച്ചു വരാറില്ല. നിങ്ങൾ ഒറ്റയ്ക്ക് ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവരോടൊക്കെ വിവരം പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ വിളിച്ച് ഓൻ്റെ നാട്ടിലെ പള്ളിയിൽ കബർ വയ്ക്കാനുള്ള ആളന്വേഷിച്ച്, ഓൻ്റെ പുരയിലേക്ക് വഴിയൊക്കെ കാട് പിടി കിടക്കുകയാണ്, അതൊക്കെ കാട് വെട്ടാൻ ആളാക്കി. കാരണം കഴിഞ്ഞില്ലേ. രാത്രി 11 മണിക്ക് ഡോക്ടർ വിളിച്ചിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, 80ലേക്ക് എത്തിയെന്ന്. അച്ചങ്ങായി ഞാൻ ഇന്ന് വൈകുന്നേരം കണ്ടു. കബർ കുഴിച്ച് വെച്ച ആളാ. പടച്ചോൻ വിചാരിച്ചാൽ മാത്രമേ മരിപ്പിക്കുള്ളൂ. എൻ്റെ വേറൊരു കൂട്ടുകാരന് സർ സെയ്ദ് കോളേജിലെ പ്രൊഫസറാണ്, റഹീമാഷൊക്കെ അറിയാം, ഞങ്ങളുടെ ഒപ്പം നേരത്തെ വർക്ക് ചെയ്ത ജലീൽ സാർ. അദ്ദേഹം അറഫ നോമ്പ് നോൽക്കാൻ വേണ്ടി ഭാര്യയോട് പറഞ്ഞു, ഒരു 4 മണിക്ക് 3:30 അലാറം വെച്ചു, എന്നിട്ട് നീ പോയി കണ്ട ഭക്ഷണമൊക്കെ ചൂടാക്കിയിട്ട് ഒരു 4 മണിക്ക് എന്നെ വിളിച്ചാൽ മതി. എന്നാൽ തഹജ്ജുദ് നിസ്കരിച്ച് ഭക്ഷണം കഴിച്ച് സുബഹി നിസ്കരിച്ച് നമുക്ക് ബാക്കി ഉറങ്ങാം. കളാ വിട്ടാൽ ഉറക്കനും കളാ വിട്ടണല്ലോ, ബാക്കി ഉറങ്ങാം. മൂപ്പര് പറഞ്ഞ ഡയലോഗ് അത്ര. അത് പറഞ്ഞ് അവർ അലാറം വെക്കുമ്പോൾ 11 മണിയാണ്. 11 മണിക്ക് അലാറം വെച്ച് 2 പേരും കിടന്നുറങ്ങി. ഭാര്യ 3:30 മണിക്ക് എഴുന്നേറ്റ് ഭക്ഷണം ചൂടാക്കി 4 മണിക്ക് വന്ന് വിളിച്ചെടുത്തപ്പോൾ ശരീരം മരവിച്ചതുപോലെ. നോക്കുമ്പോൾ 3 മണിക്കൂറായി അപ്പോഴേക്ക് മരിച്ചിട്ട്. അതായത് 12 മണിക്ക് മരിച്ചിട്ടുണ്ട്. ആ 3 മണിക്കൂർ സമയവും ഭാര്യ മയ്യത്തിനെ കെട്ടിപ്പിടിച്ചിട്ടാണ് കിടന്നുറങ്ങി. നാളെ മരിച്ചു എന്ന് മൂപ്പര് വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അത്രമേൽ അനിശ്ചിതമായൊരു സാധനമാണ് ഡേറ്റ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത്. നമ്മളെപ്പോഴാണ് മരിക്കുക എന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷ ഉള്ളതുപോലെ തന്നെ മരണത്തെയും പ്രതീക്ഷിക്കണം. പക്ഷെ നമ്മൾ കൂടുതൽ പ്രതീക്ഷിക്കേണ്ട ജീവിതത്തെക്കുറിച്ച്. എന്തൊക്കെ കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നറിയോ? മറ്റന്നാൾ ചെയ്യാനുള്ളത്, അതിൻ്റെ പിറ്റേന്ന് ചെയ്യാനുള്ളത്, അല്ലേ? മുണ്ടക്കയിലെ മനുഷ്യരൊക്കെ എന്തൊക്കെ സ്വപ്നങ്ങളാന്ന് കണ്ടിട്ടുണ്ടോ എന്ന് ആലോചിച്ച് നോക്കി. ജീവിതത്തെ ഇപ്പം എൻ്റെ ഉമ്മയൊക്കെ രാത്രി എന്നും കിടക്കാൻ പോകുമ്പോൾ പറഞ്ഞൊരു ഡയലോഗുണ്ട്, ഓ ഞാൻ പോയി കിടക്കട്ടെ മക്കളെ, നാളെ പാര ഉണ്ടാകാൻ നല്ലാക്കറിയാം, നല്ല ഭാര്യ. പക്ഷെ അത് പറഞ്ഞ അടുത്ത ഡയലോഗ് എന്താണെന്നറിയോ? മോളെ കടല പോത്തിരുന്നോ, ചോറെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നോ, നാളെ ഉണ്ടാവാത്തവർക്ക് എന്തിനാ കടല, മയ്യത്ത് പുട്ടും കടല തിന്നു. പക്ഷെ നമ്മൾ ജീവിതത്തെയാണ് കൂടുതൽ പ്രതീക്ഷിക്കുന്നത്. ജീവിതത്തെ പ്രതീക്ഷിക്കരുതെന്നല്ല, ജീവിതത്തെ പ്രതീക്ഷിച്ച് തന്നെയാണ് പ്രവർത്തിക്കേണ്ടത്, ഒരു സംശയമില്ല. പക്ഷെ അതോടൊപ്പം മരണത്തെ കൂടി പ്രതീക്ഷിക്കണം. ഭർത്താവ് നോക്കാൻ ഏൽപ്പിച്ച മുതല, ഭാര്യ നോക്കാൻ ഏൽപ്പിച്ച മുതല, മക്കൾ നോക്കാൻ ഏൽപ്പിച്ച മുതല, പാപ്പ നോക്കാൻ ഏൽപ്പിച്ച മുതല, ഉമ്മ നോക്കാൻ ഏൽപ്പിച്ച മുതല. എല്ലാവരും പറയും മരിച്ചു പോയി കഴിഞ്ഞിട്ട് വാപ്പാനയ്ക്ക് നോക്കാൻ നേരം കിട്ടിയില്ല.
അതെപ്പോഴാണ് ചിന്തിക്കേണ്ടത്? ജീവിച്ചിരിക്കുമ്പോഴാ. ആദരാഞ്ജലികൾ അർപ്പിക്കും മരിച്ചിട്ട്. അതിന് മുമ്പ് ഒരു ആദരവും കാണിക്കാത്ത ആളോട് ആദരവ് കാണിക്കേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാ. ഇത് എപ്പോഴാണ് മരിക്കുക എന്നത് എനിക്ക് അറിയില്ല എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ മക്കളൊക്കെ നാളെങ്ങാ മരിച്ചു പോയാലോ പഠിച്ചോന്ന് വിചാരിച്ചാൽ ഈ മക്കളെ ദേഷ്യം പിടിക്കാൻ നമുക്ക് തോന്നുന്നു. ഭാര്യ നാളെ ഉണ്ടായില്ലെങ്കിലോ എന്ന് ആലോചിച്ചാൽ പൊരുത്തപ്പിടിച്ചിട്ടല്ലേ നമ്മൾ കിടന്നുറങ്ങുള്ളൂ. ഭർത്താവ് നാളെ ഉണ്ടായില്ല എന്ന് ആലോചിച്ചാൽ ഭർത്താവിനോട് കച്ചറുണ്ടാക്കാൻ നമ്മൾ പോവുമോ? നമ്മളുടെ ചിന്തയിൽ തീർച്ചയായും വരേണ്ട 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. 1, നോക്കാൻ ഏൽപ്പിച്ചത് സൂക്ഷിക്കേണ്ടത് നമ്മളുടെ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ അണ്ണും മണി തൂക്കം നാളെ നമ്മളോട് ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. 2, തീർച്ചയായും നമ്മൾ ആരാൻ്റെ മക്കളെ നോക്കാൻ നമുക്കറിയാവുന്നത് പോലെ അവനാൻ്റെ മക്കളെ നോക്കേണ്ടതുണ്ട്. 3, ഇവരൊക്കെ മരിച്ചു പോയാലും ഞാൻ ഖേദിക്കരുത് എന്ന രീതിയിലാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ ജീവിതത്തിൽ കാണിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സൂക്ഷ്മതയുണ്ട്. ആ സൂക്ഷ്മതയാണ് മദ്രസയിൽ നമ്മൾ പണ്ട് പഠിച്ചൊരു പാഠം. മദ്രസ കഴിഞ്ഞിട്ടും നമ്മൾ മറന്നു പോകാൻ പാടില്ലാത്തൊരു പാട്ട്. അതാണ് ഇസ്ലാം കാര്യം മഞ്ചാണ്, അവകൾ അറിയൽ ഫർളാണ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ തോന്നുന്നു ഇതൊക്കെ അറിഞ്ഞൂടാത്ത ആരാ ഉണ്ടാവുകയാണ്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമുണ്ട്. ഒന്നാമത്തേത് കലിമ ഷഹാദത്താണ്. കലിമ ഷഹാദത്ത് 1 അന്ന് നമ്മൾ അങ്ങനെ ഉരുവിട്ട് പഠിച്ചതാണ്. 2ാമത്തെ നിസ്കാരം, അതിൽ 2. 3ാമത്തേത് മുതലിനടുത്ത സക്കാത്താണ്. 4ാമത്തേത് നോമ്പാണ്. 5ാമത്തേത് ഹജ്ജാണ്. അങ്ങനെ 1, 2, 3, 4, 5 അതിനൊരു ഓർഡർ ഉണ്ട്. അല്ലാതെ ഇസ്ലാം കാര്യം 5ആണ്, അതിൽ ഹജ്ജുണ്ട്, അതിൽ നിസ്കാരമുണ്ട്, അതിൽ നോമ്പുണ്ട്, അതിൽ സക്കാത്തുണ്ട് എന്നല്ല പറഞ്ഞത്. 1 കഴിയുമ്പോഴാണ് 2 ഉണ്ടാവും. അതാ കണക്കിൻ്റെ കണക്ക്. അപ്പോൾ ഒന്നാമത്തേത് മുസ്ലിം ആവണം. മുസ്ലിമായ ആൾക്കാർ മാത്രം നിസ്കരിച്ചാൽ മതി എന്നാണ് എൻ്റെ അർത്ഥം. മുസ്ലിം അല്ലാത്തവർ നിസ്കരിക്കണ്ട. അതാണ് ഒന്നാമത്തേത്, മുസ്ലിം ആവുക. 2ാമത്തേത് മുസ്ലിം അവരൊക്കെ നിസ്കരിക്കുക. 3ാമത്തേത് മുസ്ലിമായ നിസ്കരിക്കുന്ന എല്ലാവരും സക്കാത്ത് കൊടുക്കുക. മുസ്ലിമായ നിസ്കരിക്കുന്ന സക്കാത്ത് കൊടുക്കുന്നവർ നോമ്പ് നോൽക്കുക. അപ്പൊ സക്കാത്ത് കൊടുക്കാതെ നോമ്പ് നോറ്റിട്ട് നോമ്പ് സ്വീകരിക്കില്ല എന്നർത്ഥം. മുസ്ലിമായി നിസ്കരിച്ച് സക്കാത്ത് കൊടുത്ത് നോമ്പ് നോറ്റിട്ട് ഹജ്ജിന് പോവുക. നമ്മൾ തലതിരിച്ച ഒരു ഉംറക്ക് പോയിട്ട് വേണം നന്നാവാൻ. പഠിച്ചോൻ പറഞ്ഞത് നന്നായ ഒരു ഉംറക്ക് പോയാൽ മതി. ഇനി വേറൊരു കാര്യം ആലോചിച്ച് നോക്കൂ. ഉംറക്കെങ്ങാൻ പോവുകയാണെങ്കിൽ ഒടുക്കാത്ത പൊരുത്തപ്പിടിക്കില്ല. വാട്സപ്പിൽ പൊരുത്തപ്പിടിക്കും, നേരിട്ട് പോയി പൊരുത്തപ്പിടിക്കും, കണ്ടു പൊരുത്തപ്പിടിക്കും. ഇതെന്തിനാ പൊരുത്തപ്പിടിക്കുന്ന അറിയോ? പിണങ്ങി നിൽക്കുന്നവർ മുസ്ലിം അല്ല എന്നാണ്. അപ്പോൾ പൊരുത്തപ്പിടിക്കണം. വേറൊരാൾക്ക് എന്നോട് പിണക്കുണ്ടാവരുത്. പിണങ്ങി നിൽക്കുന്ന ആൾ മുസ്ലിം അല്ല. അതുകൊണ്ട് മുസ്ലിമായ ആൾ മാത്രമേ ഇവിടെ പോകാവുള്ളൂ, ഉംറ ചെയ്യാൻ പോകാവൂ. ഉംറക്ക് 3.5 ലക്ഷം ഉറുപ്പ്യ ചിലവാ. അതുകൊണ്ട് 3.5 ലക്ഷം ഉറുപ്പ്യ നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ എല്ലാവർക്കും കൊണ്ട് പൊരുത്തപ്പിടിക്കണം. അതുകൊണ്ട് ഒടുക്കത്തെ പൊരുത്തപ്പിടിക്കില്ല. എന്നാൽ നിസ്കരിക്കുമ്പോഴോ ശരിക്കും നിങ്ങൾ ഏശാ നിസ്കരിക്കാൻ പോകുന്നതിന് മുമ്പ് ആരോടും ഒരു പിണക്കമില്ല എന്ന് ഉറപ്പ് വരുത്തി ഏശാ നിസ്കരിക്കാൻ പോയിട്ടേ നിസ്കാരം കൊണ്ട് കാര്യമുള്ളൂ. മുസ്ലിം അല്ലാത്തവർ നിസ്കരിക്കേണ്ട. ഇത് പള്ളിയിൽ ഇമാമിനോട് തെറ്റിയ ആൾക്കാർ എന്നിട്ട് പോയി നിസ്കരിക്കേണ്ട കാര്യം എന്താ? നബിദിനത്തിന് ചോറ് വിളമ്പിക്കൊടുത്തതിൻ്റെ പേരിൽ ചെറുപ്പക്കാരായിട്ട് തെറ്റിയ ഹാജിയാർ ഒരു സ്ഥലത്ത് പോയപ്പോഴുള്ള പ്രശ്നമാണ്. ആ ഹാജിയാർ ഒരു കൊല്ലമായിട്ട് പള്ളിയിലേക്ക് വരുന്നില്ല. എന്താ? കഴിഞ്ഞ നോമ്പിന് മൂപ്പരെന്തോ ഒരു ചോറ് കുറച്ച് അധികം ചോദിച്ചപ്പോൾ ചെറുപ്പക്കാർ കൊടുത്തില്ല. നിങ്ങൾ എന്നെ പള്ളിയിൽ നടത്തിക്കോളി എന്ന് പറഞ്ഞ് മൂപ്പര് തെറ്റിപ്പോയതാണ്. പിണങ്ങിപ്പോയിക്കുക ഒരു ചോറിന് വേണ്ടിയിട്ട്. എന്നിട്ടോ അത് എന്തിൻ്റെ കാര്യത്തിലാ? പള്ളിൻ്റെ കാര്യത്തിൽ. എന്നിട്ട് മൂപ്പര് നിസ്കരിക്കും. നിസ്കരിക്കും, പക്ഷെ എല്ലാവരോടും പിണക്കല, നാട്ടുകാരോടൊക്കെ പിണക്കല്. ഒരു കാര്യമില്ല. മുസ്ലിങ്ങൾ മാത്രമേ നിസ്കരിക്കേണ്ടിയുള്ളൂ. അതുകൊണ്ട് ഈ ഒരു ദിവസം അല്ലെങ്കിൽ ഈ ഒരു പ്രവാചകരുടെ ഓർമ്മ പുതുക്കുന്ന ദിവസം തീർച്ചയായും നമ്മൾ മറ്റുള്ളവർക്ക് ഞാൻ കാരണം ഒരു വിഷമം ഉണ്ടായിട്ടില്ല എന്ന് ചിന്തിച്ചാൽ എന്ത് മനോഹരമായ ഒരു ലോകമായിരിക്കും ഉണ്ടാവുക. കുറേ ചോറ് തിന്നത് കൊണ്ടോ കുറേ വയല് കേട്ടത് കൊണ്ടോ കുറേ നിസ്കരിച്ചത് കൊണ്ടോ കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാനിത് എത്ര പകർത്തുന്നുണ്ട് എന്നുള്ളൊരു ചോദ്യമാണ് സ്വയം ചോദിക്കേണ്ടത്. ഇനി 2ാമത്തൊരു കാര്യം, ഇത് അടിസ്ഥാനപരമായി നമ്മൾ ഓർക്കേണ്ടതാണ്. 2ാമത്തേത്, നമ്മളുടെ കുട്ടികൾക്ക് കുറേ കുറ്റാണിപ്പോൾ. പണ്ടത്തെ കുട്ടികളമാരിയല്ല, ഇപ്പോഴത്തെ ഒന്നും ശരിയല്ല. ഇപ്പോഴത്തെ മക്കളൊന്നും തീരെ പറഞ്ഞാൽ കേൾക്കൂല, തീരെ അനുസരണല്ല അല്ലേ? ആ കുറ്റമൊക്കെ തന്നെ അല്ലേ ഒക്കെ ഉള്ളത് അല്ലേ? ഇതെന്തുകൊണ്ടാണ് ഇല്ലാതായത് എന്ന് ആലോചിച്ചാൽ നമുക്കതിന് ഒരുപാട് ഉത്തരം കിട്ടും. അനുസരണ ഇല്ലാതായത് നമ്മളിലുണ്ടായ ഒരു മാറ്റം കൊണ്ടാണ്.
ആ മാറ്റത്തിനെ അധികാരത്തിൽ വന്ന മാറ്റം എന്നാണ് സോഷ്യോളജിസ്റ്റുകൾ വിളിക്കുന്നത്. കാരണം അനുസരണ ഉണ്ടാവണമെങ്കിൽ അധികാരം ഉണ്ടാവണം. അധികാരമില്ലാത്തടത്ത് അനുസരണ ഉണ്ടാവണം. അധികാരം ഉണ്ടാവണമെങ്കിൽ കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു 3 കാര്യം മാത്രം ഞാൻ പറയാം. ഒന്ന്, സ്ഥാനത്തിൻ്റെ ഒരു അധികാരമുണ്ട്. ഒരു പോലീസുകാരനെ കാണുന്ന സമയം പോലീസുകാരന് SI കാണുമ്പോൾ സല്യൂട്ട് അടിക്കുന്നത് അത് സ്ഥാനത്തിൻ്റെ അധികാരമാണ്. SIനേക്കാൾ ഒരു പക്ഷേ വിദ്യാഭ്യാസം പോലീസുകാരുണ്ടാവാം, SIനേക്കാൾ ഒരു പക്ഷേ എകരം പോലീസുകാരുണ്ടാവാം, ഒരു പക്ഷേ സൗന്ദര്യം ഉണ്ടാവാം, വിവരം ഉണ്ടാവാം, പണം ഉണ്ടാവാം, പക്ഷെ സ്ഥാനം SIക്ക്. ഇപ്പൊ കഴിഞ്ഞ മാർച്ച് 31 വരെ ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്ന സലീം മാഷ് ഏപ്രിൽ 1 പ്രിൻസിപ്പാളായി. സ്ഥാനം മാറി. അതുവരെ ഞങ്ങൾ മൂപ്പരെ കണ്ടാൽ സലീം മാഷ് എന്നായിരുന്നു വിളിക്കുക. മൂപ്പര് കയറി വരുമ്പോൾ അസ്സലാമു അലൈക്കും സലീം മാഷ് എന്നൊക്കെ പറയും. ആരും എണീറ്റിക്കൊന്നുമില്ല, മൂപ്പരെ ബഹുമാനിക്കൂല. പക്ഷെ ഏപ്രിൽ 1 മൂപ്പര് വരുമ്പോൾ സലീം സാർ, എല്ലാവരും എണീറ്റുന്നു സാർ. ഒരൊറ്റ രാത്രി ഇതിൻ്റെ ഇടയിലുള്ളൂ. പക്ഷെ ആ ഒരു രാത്രി കൊണ്ട് എന്താ സംഭവിച്ചത്? അയാളുടെ സ്ഥാനം മാറി. സ്ഥാനത്തിനൊരധികാരമുണ്ട്. വേറൊരു അധികാരം പണത്തിൻ്റെ അധികാരമാണ്. മുതലാളി പറയുന്നത് തൊഴിലാളി കേൾക്കുന്നുണ്ടെങ്കിൽ അതിന് മുതലാളിയിൽ നിന്ന് പണം തൊഴിലാളിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് അർത്ഥം. അതിനാണ് പണത്തിൻ്റെ അധികാരം എന്ന് പറയുക. ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്ക് ഈ പുല്ലൊക്കെ ചെത്തി വെച്ചിരിക്കണം, അയാളത് കേൾക്കും. കേട്ടില്ലെങ്കിൽ വൈകുന്നേരം 800 രൂപ കിട്ടൂല എന്ന് അയാൾക്കറിയാം. അതിനാണ് പണത്തിൻ്റെ അധികാരം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് അറിവിൻ്റെ ഒരു അധികാരമുണ്ട്. ഉസ്താദ് പറഞ്ഞാൽ കേൾക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. കല്യാണപ്പുരയിൽ ഉസ്താദിന് ഉമ്മറക്കോലയിൽ സ്ഥാനം കിട്ടുന്നത് അറിവിൻ്റെ അധികാരം കൊണ്ടാണ്. അത് പണം ഉണ്ടായിട്ടല്ല, സ്ഥാനവും അറിവും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു സ്ഥാനത്തേക്ക് നമ്മളൊരാൾ ഇരുത്തുക. അറിവിൻ്റെ അധികാരം. ഞാൻ പറഞ്ഞാൽ അവൻ കേൾക്കുന്നില്ല, മാഷൊന്ന് പറഞ്ഞു നോക്ക് എന്ന് ഞങ്ങളോട് വന്ന് പലപ്പോഴും രക്ഷിതാക്കളും പറയാറുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഞങ്ങൾക്ക് ആ കുട്ടിയുടെ മുകളിൽ ഒരറിവിൻ്റെ അധികാരം ഉണ്ടാകുമ്പോഴാണ്. പക്ഷേ നമ്മളുടെ കുട്ടിക്കാലത്ത് ഈ അധികാരം മുഴുവനും ഉണ്ടായിരുന്ന ആളുകൾ ആരാന്ന് ചോദിച്ചാൽ നമ്മളുടെ വാപ്പയമ്മയൊക്കെ ആയിരുന്നു. പക്ഷെ ഇന്ന് കാലം മാറി. ഇപ്പൊ വാപ്പാക്കുമ്മാക്കും ഒരു അധികാരമില്ല, പ്രായമായവർക്ക് അധികാരമില്ല, ഉസ്താദുമാർക്ക് സ്ഥാനമില്ല. അല്ലേ? നമ്മളുടെ കുട്ടിക്കാലത്തൊക്കെ വാപ്പാക്കൊക്കെ എന്തൊരു സ്ഥാനമായിരുന്നു, കാരണവന്മാർക്ക് എന്തൊരു സ്ഥാനമായിരുന്നു. അന്ന് എല്ലാവരും പറയാം കാരണവന്മാരൊക്കെ വന്ന് അഭിപ്രായമൊക്കെ പറയട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനം എടുക്കാം. കാരണവന്മാരോട് ചോദിക്കാതെ തീരുമാനം എടുക്കണ്ടെന്നാ പറയാം. ഇപ്പോഴത്തെ ചെറുപ്പക്കാരെന്താ പറയാന്നറിയോ? കാരണവന്മാരൊക്കെ വന്ന് അഭിപ്രായം പറഞ്ഞു പോയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. എൻ്റെ വീട്ടിലേക്ക് എൻ്റെ വാപ്പാക്ക് ഇരിക്കാൻ വേണ്ടി മാത്രം ഒരു കസേര ഉണ്ടായിരുന്നു. വാപ്പിച്ചിൻ്റെ കസേര. അതിലൊന്നും മക്കൾ ഇരിക്കാനേ പാടില്ല. എന്നിട്ട് വാപ്പിച്ചില്ലാത്തപ്പോൾ ഞങ്ങൾ ഇരുന്ന് നോക്കും എന്തൊരു സുഖം ഉണ്ടോയെന്ന് അറിയാൻ. ഒരു സുഖമില്ല, സാധാരണ ഒരു കസേര, പക്ഷെ അത് വാപ്പിച്ചിൻ്റെ കസേര, അതിന് ഇരിക്കാനേ പാടില്ല. ഇപ്പം ഞാൻ വാപ്പയായപ്പോൾ എനിക്ക് കസേര പോയിട്ട് മോളെ ലേശം നീക്കി ഇപ്പം നിലത്തങ്ങ് ഇരുന്നോളൂ, ഞങ്ങൾക്ക് ഇവിടെ സ്ഥലമില്ല. സ്ഥാനം പോയ പോക്കുണ്ടോ? എൻ്റെ വാപ്പ റേഷൻ പീടികയിൽ റൈറ്റായിരുന്നു. അപ്പം ഞായറാഴ്ച അവധിയാണ്. അപ്പം ഞായറാഴ്ച വാപ്പ ഉച്ചക്ക് ചോറൊക്കെ തിന്നിട്ട് ഒരു ഉറക്കമുണ്ട്. ആ ഉറങ്ങാൻ പോകുമ്പോൾ ഉമ്മ ഞങ്ങളെ മക്കളൊക്കെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയും, ഉറങ്ങാൻ പോയതാ, ഒച്ച ഉണ്ടാക്കരുത്. അത് പറയുമ്പോൾ ഉമ്മാക്ക് ഒച്ച ഉണ്ടാവില്ല. ഇപ്പം ഞായറാഴ്ച ഞാൻ വീട്ടിൽ കിടന്നുറങ്ങാണ്. എൻ്റെ ഭാര്യ പറയുന്നത് ഉപ്പുണ്ട് അവിടെ കിടക്കുന്നു, അങ്ങോട്ടില്ലേ. ഞാൻ അത് ഉറങ്ങുകയാണെങ്കിൽ എന്നെ ശല്യം ചെയ്യാൻ മക്കളെ പറഞ്ഞേക്കും. കാലം പോയ പോക്കുണ്ടോ? അന്ന് ഉസ്താദുമാർക്കൊക്കെ എന്തൊരു സ്ഥാനമായിരുന്നു. പണ്ടൊക്കെ ഈ ഉസ്താദിന് ചായ കൊണ്ട് കൊടുക്കുക, അല്ലെ? വീട്ടിൽ പാപ്പാൻ്റെ ബാക്കി തിന്നാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ കാത്തുകയായിരുന്നു. 1990 മുൻപ് ജനിച്ച ആളുകളും 1990 ശേഷം ജനിച്ച ആളുകളും തമ്മിലുള്ള പ്രധാനപ്പെട്ടൊരു വ്യത്യാസം ഞാനീ പറയുന്നത്. 90 മുമ്പേ ഇതുണ്ടായിരുന്നല്ലോ. കാരണം അന്ന് നമ്മൾ ദരിദ്രരായിരുന്നു. അതുകൊണ്ടാണ്. അതിനൊരു കാരണമുണ്ട്, ഞാൻ അടുത്തത് പറയാം. സ്ഥാനം വീട്ടിൽ വാപ്പാക്കായിരുന്നു. അന്ന് ഒരു മുട്ടയിട്ട കറി വെക്കുക, അല്ലേ? കാരണം കോഴി മുട്ടയാണ് അന്ന്. ഇപ്പം മുട്ടക്കോഴി വന്നിട്ടുണ്ട്, തല തിരിഞ്ഞുണ്ട്. അതുകൊണ്ട് ഒരു മുട്ടയിട്ട് കറി വെച്ചാൽ അത് പിഞ്ഞാണത്തിലാക്കിയിട്ട് വാപ്പാക്ക് കൊലായിലെ തിണമ കൊണ്ടുപോയി വെച്ചു കൊടുക്കും. അത് മക്കളുടെ ഉത്തരവാദിത്തമാണ്. എന്നിട്ട് വാപ്പ ആ മുട്ട എടുത്തിട്ട് പ്ലേറ്റിലേക്ക് ഇടുമ്പോൾ വാപ്പിച്ചെടുത്ത മോളെ അമ്മക്കില്ല, പെങ്ങളും ഞാനൊക്കെ. ഒരിക്കലും വാപ്പ ആ കോഴിമുട്ട തികച്ച് തിന്നൂല. അതിൽ നിന്ന് 2 നുള്ളു നുള്ളിയിട്ട് കുറച്ച് ബാക്കിയാക്കും. അത് മക്കൾക്കുള്ളതാണ്. ആ ബാക്കി തിന്നാൻ വേണ്ടി മക്കളായ ഞങ്ങൾ ഓടിച്ചെല്ലും. ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒന്ന് ബാക്കിയാക്കി മക്കൾ കൊടുത്തു നോക്ക്, ആർക്ക് വേണം?
കാരണം നമ്മൾ പണക്കാരായപ്പോൾ നമുക്ക് ദാരിദ്ര്യമില്ലാതായപ്പോൾ മാറ്റിയൊരു സംഭവമാണ്. ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്നറിയോ? 4 മക്കളുണ്ടെങ്കിലും 4 മുട്ടയിട്ടിട്ടാണ് കറി വെക്കുക. ഓരോ മക്കളുടെ എണ്ണം കണക്കായി കൊടുക്കും. അഥവാ മുട്ടയെങ്ങാൻ വാങ്ങാൻ മറന്നുപോയി ഒരു മുട്ട മാത്രം ഇട്ടാ കറി വെക്കുന്നെങ്കിൽ ഇപ്പൊ ബാപ്പ ഞാനല്ലേ, എനിക്കല്ലേ മുട്ട വേണ്ടി. അപ്പം ഞാനതെടുത്ത് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ടാ നിങ്ങൾ അതിൻ്റെ ഇടയിൽ മുട്ട ഒന്ന് മക്കൾ കൊടുക്കുന്നു പറഞ്ഞാൽ എൻ്റെ പ്ലേറ്റിൽ നിന്ന് എടുത്ത് മക്കളോടയിലേക്ക് വെച്ചെടുക്കും. എനിക്ക് അന്നും കിട്ടുന്നില്ല, മുട്ട എപ്പോഴും കിട്ടുന്നില്ല. പെണ്ണുങ്ങളിത് കേട്ടിട്ട് നാളെ വീട്ടിലേക്ക് വിളിച്ച് മുട്ട പഴുങ്ങി തരണ്ട കേട്ടോ. 2 തലമുറയുടെ വ്യത്യാസം പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അല്ലേ, ഉസ്താദിന് അന്ന് ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ കുട്ടികൾ മത്സരിക്കില്ലായിരുന്നോ? ഇപ്പൊ ആരാ ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കാറുള്ളത്? ഉസ്താദിനോട് ചോദിച്ചു നോക്ക്, ഏതെങ്കിലും കുട്ടികൾ ചായ വാങ്ങിക്കൊണ്ട് കൊടുക്കുമെന്ന്. ഞങ്ങളെ മദ്രസയിലെ സ്ഥിരമായിട്ട് ഉസ്താദ് ചായ വാങ്ങാൻ പറഞ്ഞേക്കുക ലത്തീഫിനെ. ലത്തീഫ് അന്ന് തൊഴിലാളി ഹോട്ടൽ, മിക്കവാറും എല്ലാ നാട്ടിലുള്ള ഒരു ഹോട്ടലിൻ്റെ പേര് തൊഴിലാളി ഹോട്ടൽ. എല്ലാ നാട്ടിലുണ്ടാവും ഒരു തൊഴിലാളി ഹോട്ടൽ. ഈ തൊഴിലാളി ഹോട്ടലിൽ പോയിട്ടാണ് ചായ വാങ്ങുക. അപ്പോൾ അവിടെ കുറേ ആൾക്കാർ വട്ടത്തിൽ നിന്നിട്ട് കഥയൊക്കെ പറയുന്നുണ്ടാവും. ഇവൻ ചായ പാരുന്നത് വരെ ഈ കഥ കേൾക്കല പണി. തിരിച്ചിങ്ങോട്ട് വന്നിട്ട് ലത്തീഫ് പറയും, അയാൾ ലോറി പോയപ്പോൾ ഒരു ചെകുത്താനെ കണ്ടുപോലും. ഇതൊക്കെയാണ് ഇപ്പോൾ വന്നിട്ട് പറയാം. അപ്പം ഞങ്ങൾക്ക് ലത്തീഫിനോട് ഒടുക്കത്തെ അസൂയ 2 കാര്യത്തിൽ. ഒന്ന്, ഉസ്താദ് എന്തായാലും ചായ കുടിച്ചിട്ട് കുറച്ച് മൂട്ടിൽ ബാക്കി വെക്കും. അത് ലത്തീഫിനോട് പറയാം, നീ കുടിച്ചത് ബർക്കത്തിനുള്ള. ലത്തീഫിന് ബർക്കത്തും കിട്ടും, പുറത്തു പോയി ഹോട്ടലിലെ കഥയൊക്കെ കേൾക്കാനും പറ്റും. ഞങ്ങൾക്കിത് രണ്ടുമില്ല. ലത്തീഫ് സാമ്പത്തികമായി കുറച്ച് പുറകുള്ള ആളായത് കൊണ്ടാണ് ലത്തീഫിനെ പറഞ്ഞയച്ചിരുന്നതെന്നൊന്നും അന്ന് മനസ്സിലായിട്ടില്ലല്ലോ. ഒരു ദിവസം ലത്തീഫ് ലീവായപ്പോൾ ഉസ്താദ് അന്ന് നാസറിനാ പറഞ്ഞയച്ചു. നാസറിനും കിട്ടി ബർക്കത്തും പുറത്തുള്ള ചാൻസ്. ഞങ്ങൾക്ക് എന്നാ പഠിച്ചോനെ ബർക്കത്ത് കിട്ടുക. പക്ഷെ അന്ന് ഉസ്താദിന് ദാഹിച്ചിട്ടാണോന്ന് അറിയില്ല, അന്ന് ഉസ്താദ് ഫുള്ള് ചായ കുടിച്ചാണ്. അപ്പോൾ ഞങ്ങൾ നാസറിനോട് പറഞ്ഞു, എനിക്ക് ബർക്കത്തില്ല മോനെ. അപ്പോഴാണ് നാസർ പറയുന്നത്, ബർക്കത്ത് ഞാൻ ആദ്യം എടുത്തിട്ട് അവസാനം കൊണ്ടു കൊടുത്തു. അതെന്തുകൊണ്ടാണെന്നറിയോ? അന്നും മധുരമുള്ള ചായ കുടിക്കണമെങ്കിൽ ഒന്നുകിൽ ഉസ്താദിന്റെ ബാക്കി അല്ലേ ബാപ്പാന്റെ ബാക്കി. കാരണം മക്കളെ ചായയിൽ പഞ്ചസാര ഇടൂലായിരുന്നു. ഇപ്പം നമ്മൾ പഞ്ചസാര ഇടാൻ തുടങ്ങിയപ്പോൾ നമുക്ക് പഞ്ചസാര പറ്റാതെയായി. അതാ സത്യം. എത്ര കാര്യം വെച്ച് നോക്കാം. അന്ന് ഉസ്താദിന് ചെലവ്, അങ്ങനെയാട്ടോ നമ്മുടെ നാട്ടിലൊക്കെ പറയാ അല്ലേ? ഉസ്താദിനൊരു ചെലവില്ല, ഉസ്താദിന് വരവാ. ഇനി തല തിരിച്ചാ പറയേണ്ടത്. ഉസ്താദിന് വരവ്, വീട്ടുകാർക്ക് ചെലവ്, അങ്ങനെ പറയേണ്ടി. ഈ ഉസ്താദിന് ചെലവ് എന്ന് പറയുമ്പോൾ വീട്ടിൽ ഉമ്മാൻ്റെ ഒരു മുഖം അടക്കം മാറിയിരുന്നു. അല്ലാ, അന്ന് ഉസ്താദിന് ചെലവുണ്ട്, അങ്ങനെ നീ വാങ്ങിക്കേണ്ടി വരും, ഉസ്താദിന് ചെലവുണ്ട്, 10 രൂപ എടുക്കൽ ഉസ്താദിനുള്ളതാ. അങ്ങനെ ഒരു ബഹുമാൻ ഉമ്മാൻ്റെ എല്ലാ വർത്തമാനത്തിലും ഉണ്ടാവുമായിരുന്നു. നമ്മൾ കുട്ടിക്കാലത്ത് കേട്ടത് ഉസ്താദ്, ഉസ്താദിന് ഉമ്മ അത്രയും ബഹുമാനിക്കുന്നുണ്ട്. ഉസ്താദിന് ചെലവുള്ള ദിവസം ഉമ്മക്ക് അടുക്കളയിൽ കൂടുതൽ പണിയാണ്. ഉസ്താദിന് ചെലവുള്ള ദിവസം മക്കൾക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അന്ന് പൊരിച്ചതൊക്കെ ഉണ്ടാവും, കാരണം ഉസ്താദിന് ചെലവുള്ളത് കൊണ്ട്. ഇന്നിപ്പോൾ എന്താ സംഭവം? ഉസ്താദിന് ചെലവുണ്ടെന്ന് പറഞ്ഞാൽ ഉസ്താദിന് ചെലവുണ്ടോ, ഹോട്ടലിലൊക്കെ ഏൽപ്പിച്ച കിട്ടോ. ഈ സാധുക്കൾ പൊറാട്ട തിന്ന് മടുത്തുണ്ട്, ഹോട്ടലിലൊക്കെ ഏൽപ്പിച്ചേക്ക്. ഇതല്ലേ കുട്ടി കേട്ട് പഠിക്കുന്നത്. എനിക്ക് കാര്യം ആലോചിച്ച് നോക്ക്. ഏതെങ്കിലും ഒരു ഉസ്താദ് നമ്മളെ അടിക്കണം എന്നല്ല ഞാൻ പറയുന്നത്. ഉസ്താദ്മാരോട് അടിക്കണം എന്നല്ല, അടിച്ച് പഠിപ്പിക്കണമെന്ന് ദീനിലോ സൈക്കോളജിയിലോ ഒന്നും എവിടെയും പറയുന്നില്ല. ഉസ്താദ്മാർ വേറെ എന്താ നബി 10 വയസ്സായി അടിക്കണമെന്നാ പറഞ്ഞതെന്നല്ല ഹദീസൊക്കെ ആയിട്ട് വരും. നബി പറഞ്ഞത് 7ാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് 3 കൊല്ലം നിസ്കരിക്കാൻ പറഞ്ഞിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നാണ്. അത് ഞാൻ പറയും അടിച്ചാൽ പോരാ, കുടമെടുത്ത് വെട്ടണമെന്നാണ്. പക്ഷെ 3 കൊല്ലം പറയണം. ഒരു വ്യത്യാസമുണ്ട്. പറഞ്ഞാൽ പഠിപ്പിക്കേണ്ടി. അതിന് ഞങ്ങൾ സൈക്കോളജി പറയാ CBT എന്നാണ്, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. പറഞ്ഞ് മാറ്റുക. എന്നിട്ട് മാറാത്ത ആളെയാണ് തല്ലണ്ടി. അത് പോട്ടെ. ഉസ്താദ് തച്ചിട്ട് ഞാൻ ഉമ്മാനോട് പോയിട്ട് പറയാം, ഉമ്മ എന്നെ ഉസ്താദ് തച്ച്. എന്തേക്കും ഉമ്മ പറയുന്ന ഡയലോഗ്? നന്നായി, അങ്ങനെ തന്നെ വേണം. എനിക്ക് 2 കിട്ടാത്തതിൻ്റെ കുറവായി. ഇപ്പൊ ഏതെങ്കിലും ഒരു ഉസ്താദ് തല്ലണ്ട, ചീത്ത പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പറയാം, ആ ഉസ്താദ് ചീത്ത പറഞ്ഞു. ഏത് ഉസ്താദ്? സെക്രട്ടറിനെ വിളിക്ക് അല്ലേ? നാസർക്കാർക്ക് സ്വൈര്യം ഉണ്ടാവില്ല, ഉസ്താദ് ചീത്ത പറഞ്ഞു പറഞ്ഞിട്ട്. ഇതല്ലേ കുട്ടി കണ്ടുപഠിക്കുന്നത്. വ്യത്യാസം മനസ്സിലായില്ലേ? സ്ഥാനത്തിൻ്റെ അധികാരം നമുക്കിപ്പോൾ ഇല്ലാതായി. പണത്തിൻ്റെ അധികാരം അത് കൂടുതലുള്ളത് ആർക്കാന്നറിയോ? മക്കൾക്ക് കടക്കാരാ പല പെണ്ണുങ്ങളും. നിങ്ങൾ നേരെ അവിടെ ഉണ്ട് പെണ്ണുങ്ങളോട് ചോദിച്ചു നോക്കി, ഓലൊക്കെ എത്ര പൈസ മക്കൾക്ക് കൊടുക്കാനുണ്ട്. എൻ്റെ ഭാര്യയോട് എൻ്റെ മോള് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ട്, ഉമ്മ ഇനി 1200 റുപ്യയും കൂടി ഇങ്ങോട്ട് തരാനുണ്ട്. കാരണം കുട്ടിക്കാലം മുതലേ മക്കൾക്ക് പൈസ ഇങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുക. പണത്തിൻ്റെ അധികാരം നഷ്ടപ്പെട്ടത് എപ്പോഴാണെന്നറിയോ? 1990-കൾക്ക് ശേഷം. 90-കളിൽ ഇന്ത്യയിൽ ഒരു പുതിയ സാമ്പത്തിക സംവിധാനം നടപ്പിലാക്കിയിരുന്നു.
LPG എന്ന ചുരുക്കപ്പേരിലാണ് അത് അറിയപ്പെടുന്നത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. അത് നടപ്പിലാക്കിയ ശേഷമുള്ള ഒരു ജീവിതവും അത് നടപ്പിലാക്കുന്നതിന് മുമ്പുള്ള ജീവിതം തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയണമെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്തുള്ള കുറേ, നമ്മളിപ്പോഴത്തെ പിള്ളേരുടെ ഭാഷയിൽ പറഞ്ഞ നൊസ്റ്റാൾജി ആലോചിച്ചാൽ മതി അല്ലേ. ഒരു ഭാഗത്ത് മുകളിൽ ചുവപ്പും താഴെ വെള്ളയുമുള്ള ഒരു വെള്ള നിറത്തിലുള്ള ടോർച്ച് ഓർമ്മയുണ്ടോ? മുന്നോട്ടടിച്ചാൽ വെള്ള കത്തും, പുറകോട്ടാക്കിയാൽ ചുവപ്പ് കത്തും. ആ ടോർച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കാത്തുന്നൊരു കാലം. ഒരു മഞ്ഞ ടോർച്ചിൻ്റെ മൂട് പിടിച്ചു വലിച്ചിട്ട് പിന്നെ ഇതിൽ കുത്തി വെച്ച് ചാർജ് ചെയ്ത് ബാറ്ററി ഇടണ്ടാത്ത ടോർച്ച്. അന്നേരം അബുക്കർക്കായൊക്കെ 3 കട്ടൻ്റെ ടോർച്ച് എന്ന് പറയുമ്പോൾ നമ്മളിതാ ബാറ്ററി വേണ്ടാത്ത ടോർച്ച്. ഗൾഫുകാർ കൊണ്ടുവരുന്ന ഇമ്പീരിയൽ ലെതറിൻ്റെ മുകളിലുള്ള ആ സ്റ്റിക്കർ പൊളിഞ്ഞു പോകാത്ത സോപ്പ്, ടേപ്പ് റെക്കോർഡ്, അതൊക്കെ അന്ന് വലിയൊരു സംഭവമായിരുന്നു. ഇപ്പോൾ ഒരു സംഭവമാകത്തത് LPG നടപ്പിലാക്കിയോടുകൂടിയാണ്. ഗ്ലോബലൈസേഷൻ, വേറൊരു രാജ്യത്ത് നിന്ന് എന്ത് സാധനവും ഇങ്ങോട്ട് കൊണ്ടുവരാം. അതുകൊണ്ട് ലുലു മാളിൽ പോയാൽ ഇപ്പോൾ പറയുന്നത്, പണ്ട് പറയൽ അങ്ങനെയായിരുന്നു, വാഴക്കട്ടി, കേരളത്തിലുള്ള വാഴക്കട്ടി ദുബായ് കിട്ടും, ലുലു മാളിൽ പോയാൽ മതി. ഇപ്പോൾ പറയുന്നത് ദുബായിലുള്ള സാധനം ലുലു മാളിൽ പോയാൽ മതി എന്ന് പറയുന്നത് ലോകത്തെല്ലായിടത്തും ഒരേപോലെ ആഗോളവൽക്കരണം എന്ന് പറഞ്ഞത് അതാണ്. ഉദാരവൽക്കരണം, ടാക്സ് വേണ്ടെന്ന് പറഞ്ഞതാണ്. സ്വകാര്യവൽക്കരണം, ഇത് 1990-ലാണ് തുടങ്ങിയത്. അന്ന് അതിനെതിരെ പ്രസംഗിച്ചത് CPIML എന്ന് പറയുന്ന ഒരു സംഘടനയുടെ നേതാവ് ഉണ്ണിച്ചക്കൻ. അദ്ദേഹത്തിന് ഒരു കൈപ്പത്തിയില്ല. കോഴിക്കോട് പാളയം മാർക്കറ്റ് വെച്ചിട്ട് ഈ കൈപ്പത്തിയില്ലാത്ത കൈ ഇങ്ങനെ ആകാശത്തേക്ക് വരുത്തി അദ്ദേഹം പറഞ്ഞൊരു ഡയലോഗ് ഇപ്പോഴും എൻ്റെ ചെവിയിലുണ്ട്. 92-ൽ ഇങ്ങനെ ഒരു സംവിധാനം ഇന്ത്യയിൽ നടപ്പിലാക്കിയാൽ നാളെ 1 ലിറ്റർ പാലിൻ്റെ വില കൊടുത്ത് നിങ്ങൾ 1 ലിറ്റർ വെള്ളം വാങ്ങി കുടിക്കുന്ന കാലം വരും. അന്ന് ഞങ്ങളെ കൂക്ക് വിളിച്ച് ആരാ വെള്ളം പൈസ എടുത്ത് വാങ്ങുക? കാരണം അന്ന് ട്രെയിനിൽ പോകുമ്പോൾ കുപ്പിയുമായിട്ടായിരുന്നു പോവുക. കുട്ടികളുടെ പണിയായിരുന്നു ട്രെയിൻ നിർത്തുമ്പോൾ ഓടിപ്പോയി ടാപ്പ് തുറന്ന് വെള്ളം ശേഖരിക്കൽ. എവിടെ നിന്നും വെള്ളം കോരിയായിരുന്നു, എല്ലാ ടാപ്പിൽ നിന്നും വെള്ളം കുടിക്കായിരുന്നു. ഇവിടെ ഒക്കെ അങ്ങനെ ഉണ്ടായിരുന്നു ടാപ്പ്, പഞ്ചായത്തിൻ്റെ വക. ആ ടാപ്പിൽ നിന്നായിരുന്നു നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ വെള്ളം കുടിക്കാറ്. പൈസ കൊടുത്ത് വെള്ളം വാങ്ങുമെന്ന് ആരും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. കടൽ വിൽക്കണ്ടും വാങ്ങുകയും ചെയ്യാൻ ആൾ വരുമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ തന്തയായിരിക്കടാന്ന് എൻ്റെ തൊട്ടടുത്തുള്ള ആളെന്ന് പറഞ്ഞത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ കഴിഞ്ഞ വർഷം കടൽ വിൽപ്പനയെ ചൊല്ലി കേരളത്തിലടക്കമുണ്ടായ വിപ്ലവം നിങ്ങൾ കേട്ടതായിരിക്കും. ഇതിൻ്റെ LPGയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എന്തും വാങ്ങാം, എന്തും വിൽക്കാം. പണ്ടൊക്കെ പറയല അങ്ങനെയായിരുന്നു, വാപ്പനെയും ഇമ്മനെയും അല്ലാത്തതൊക്കെ വാങ്ങാൻ പറ്റും. ഇപ്പോൾ വേണേൽ വാപ്പാനെയും ഇമ്മാനെയും വാങ്ങാൻ പറ്റും. നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ കോളേജിൻ്റെ മുമ്പിലേക്ക് പോവാം. കഴിഞ്ഞൊരു ദിവസം ഞങ്ങൾ ഒരു പയ്യനെ പുറത്താക്കിയപ്പോൾ ഒരച്ഛൻ വന്ന്, എന്താ സ്ട്രോങ് അച്ഛൻ എന്നറിയോ? ആ അച്ഛന് ഞങ്ങളെ മുമ്പ് തന്നെ ചെക്കനെ തല്ലാനൊക്കെ നോക്കുന്നുണ്ട്. ഇത്ര നല്ലൊരു അച്ഛനാണല്ലോ, ഇത്രയും വിടക്കൊരു പയ്യനായി പോയത് ഞങ്ങൾക്ക് സങ്കടം തോന്നി. അത്രയും നല്ല അച്ഛൻ. അങ്ങനെ പ്രശ്നമൊക്കെ പരിഹരിച്ച് വിട്ട് 2 ആഴ്ച കഴിഞ്ഞ് വേറൊരുത്തനെ പുറത്താക്കിയപ്പോൾ അച്ഛൻ വരുന്നത് അച്ഛൻ തന്നെ. അപ്പം ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾ വിനീഷിൻ്റെ അച്ഛനല്ലേ? ഞാൻ എൻ്റെ അമ്മോനാണ്. പെട്ടെന്ന് അച്ഛൻ അമ്മോനായി മാറി. അവസാനം ഞങ്ങൾ പോലീസിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് ഇയാൾ പഴയ നാടക നടനത്രേ, ഇപ്പോഴത്തെ പണി അച്ഛനായിട്ട് അഭിനയിക്കാൻ പോകല്ല. 300 റുപ്യ കൂലി. ഞാൻ പറഞ്ഞു, നിങ്ങൾ ഇത്ര ചെറിയ പൈസ വാങ്ങില്ലേ, ഒരച്ഛൻ്റെ ഒരു വില കളയാൻ 300 റുപ്യ അച്ഛന് വില ഉള്ളൂ, ഒരു 500 റുപ്യെങ്കിലും വാങ്ങിക്കണം. ഇത്രയും വില ഇല്ലാത്തൊരു സാധനം പോയി അച്ഛൻ. എന്തും വാങ്ങാം, എന്തും വിൽക്കാം. ഇത് നമ്മളെക്കാൾ അറിയാവുന്ന ആളുകൾ കുട്ടികളാണ്. അതുകൊണ്ട് കുട്ടികൾക്കറിയാം വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പൈസ അല്ലെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റും. പണത്തിൻ്റെ മൂല്യം തിരിച്ചറിയാത്ത തലമുറയാണ് നമ്മളുടെ കുട്ടികൾ. അതെന്തുകൊണ്ടാണെന്നറിയോ? നമ്മൾ തിരിച്ചറിഞ്ഞ പാഠം അത് മദ്രസയിൽ നിന്ന് കിട്ടൂല, സ്കൂളിൽ നിന്ന് കിട്ടൂല, നമ്മൾ വീട്ടിൽ നിന്ന് കിട്ടിയൊരു പാഠമുണ്ട്. ആ പാഠം നമ്മൾ മക്കൾ കൊടുക്കാറുണ്ടോ എന്ന് ആലോചിച്ചു. ആ പാഠം കൊടുക്കാറുണ്ടോ? നമ്മളതെങ്ങനെ പഠിച്ചെന്നറിയോ? എല്ലാ ദിവസവും വൈകുന്നേരം 5 മണിയാകുമ്പോഴേക്കും ഉമ്മാൻ്റെ വിളി വരും. നമ്മൾ കൊടുമ്പിരി കൊണ്ട കളിൻ്റെ സമയത്താണ് ഉമ്മാൻ്റെ ഈ വിളി. ഈ വിളിയിൽ എന്താ പറയാന്നറിയോ? പീടിയെ പോകണം. അന്നെന്നും പോകണം പീടിയയിൽ അല്ലേ? പീടിയെ പോയിട്ട് 250 ചെറുപയർ, 500 പഞ്ചസാര, 250 വെളിച്ചെണ്ണൊക്കെ വാങ്ങാൻ ഒരു കുപ്പി, അതിൻ്റെ മുകളിലൊരു നൂലൊക്കെ കെട്ടിയിട്ടുണ്ടാവും. ആ കുപ്പിയിൽ വെച്ചിട്ടാണ് വെളിച്ചെണ്ണൊക്കെ വാങ്ങാൻ. വെളിച്ചെണ്ണ അങ്ങനെ എന്തൊക്കെ സാധനങ്ങൾ ഇങ്ങനെ പെറുക്കി വാങ്ങണം. 100 രൂപ നമ്മൾ കൊണ്ടുപോയാൽ ബാക്കി 98 റുപ്യക്ക് സാധനം വാങ്ങിയിട്ട് ബാക്കി 2 റുപ്യെങ്കിലും കൊടുത്തില്ലെങ്കിൽ ഉമ്മാൻ്റെ വകയും ചീത്ത, വാപ്പാൻ്റെ വകയും ചീത്ത അല്ലേ? അന്ന് മുട്ടായി വാങ്ങിയാൽ നമ്മൾ പീഡിയക്കാരനോട് കണക്കിൽ എഴുതാൻ പറയും മുട്ടായി. പക്ഷെ പീഡിയക്കാരന് ബാക്കിയെല്ലാം കുത്തി വരച്ചാലും മുട്ടായി മാത്രം നല്ല അക്ഷരത്തിൽ എഴുതി വെക്കും. കാരണം അത് ഉമ്മ വായിക്കുമ്പോൾ അടി നമുക്ക് കിട്ടണം. പീഡിയക്കാരൻ നമുക്കൊരടി കിട്ടിയാലേ സമാധാനം ഉണ്ടാകുന്നത്.
ഇപ്പോ നമ്മൾ മക്കളെ സാധനം വാങ്ങാൻ പറഞ്ഞേക്കാറേയില്ല. അഥവാ വാങ്ങാൻ പറഞ്ഞ അയച്ചാലുള്ള അവസ്ഥ എന്താ ആലോചിച്ച് നോക്ക്. അവർക്ക് 100 റുപ്യ കൊടുത്തു, 50 റുപ്യക്ക് സാധനം വാങ്ങി, ബാക്കി 50 തിരിച്ചു തരേണ്ടത്, ബാക്കി 30, ബാക്കി 20. അത് ഞങ്ങൾ മുട്ടായി വാങ്ങി. ഓക്കെ, 30 കിട്ടിയല്ലോ, സമാധാനം. ആ 20 രൂപ നീ ആരോട് ചോദിച്ച് ചെലവഴിച്ചു എന്ന് ചോദിക്കാത്തിടത്തോളം കാലം മക്കൾക്ക് പൈസയുടെ വില ഉണ്ടാവില്ല. ഇപ്പം അവർ പറയും ഉപ്പ എടുക്കാത്ത പിഷ്കന, ഒരു 20 റുപ്യ ഞാൻ എടുത്തേന്, അങ്ങനെ വർത്താൻ പറയുന്നത്. പക്ഷേ ഒരു 23 വയസ്സ് കഴിയുമ്പോൾ അവരിങ്ങനെ പ്രസംഗിക്കും, എൻ്റെ ഉപ്പയാണ് എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് പഠിപ്പിച്ചത്. കാരണം ഓരോ സാധനവും വാങ്ങിയാൽ ഉപ്പ കണക്ക് ചോദിക്കായിരുന്നു, ഈ കണക്ക് നോക്കിയിട്ടാണ് ഞാൻ കണക്ക് പഠിച്ചത് എന്ന്. അല്ലേ, മീൻ വാങ്ങാൻ കുട്ടികളിലായിരുന്നു മീൻ വാങ്ങുക. ഇപ്പം ആരാ മീൻ വാങ്ങാൻ ആലോചിച്ച് നോക്ക്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഭാര്യ മോനെ പറഞ്ഞയച്ചു മത്തി വാങ്ങാൻ. ഇപ്പോഴത്തെ വില കൂടിയ മത്തിയല്ല കേട്ടോ, 500 രൂപയുടെ നോട്ടാ കൊടുത്ത്. ഇവൻ കടയിൽ പോയിട്ട് പറയാം 500 റുപ്യക്ക് മത്തി. പീഡിയക്കാരന് വിവരമുള്ളത് കൊണ്ട് 500 റുപ്യക്ക് മത്തി കൊടുത്തില്ല. നമുക്കറിഞ്ഞൂടെ 2 രൂപക്ക് മത്തി വാങ്ങിയ കാലം, 3 രൂപക്ക് വാങ്ങിയ കാലം, 5 രൂപക്ക് വാങ്ങിയ കാലം, 10 രൂപക്ക് വാങ്ങിയ കാലം. കുട്ടികളായിരുന്നു അന്ന് സാധനം വാങ്ങുക. മക്കളെ കൊണ്ട് തീർച്ചയായും സാധനം വാങ്ങിപ്പിക്കണം. അപ്പോഴേ അവർ എത്ര കൊടുത്താലാണ് എത്ര കിട്ടുക എന്ന പൈസയുടെ വില അറിയൂ. ഇത് നമ്മൾ പൈസയൊക്കെ മക്കൾക്ക് കളിക്കാൻ കൊടുക്കുന്ന പോലെ ഒരു സാധനമാണ്. മുട്ടായി വാങ്ങിക്കോ, മുട്ടായി വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ മക്കളെ കൗതുകമായി മാറേണ്ടത് തന്നെ. മുട്ടായി വാങ്ങിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് 10-20 രൂപ മക്കൾക്ക് ഏത് പ്രായത്തിൽ സംഖ്യ നോക്കി മനസ്സിലാക്കാൻ പറ്റാത്ത പ്രായത്തിൽ. എന്നിട്ട് നമ്മൾ പറയുന്നതെന്നറിയോ, മക്കൾ പറയാ മഞ്ഞ നോട്ട് തന്നാൽ നീല നോട്ട് തരുമോ? ഇപ്പൊ കുറെ കളറുണ്ട്, അവർക്ക് നിറമല്ലാതെ അതിന്റെ വാല്യൂ പോലും അറിയൂല. നമ്മളുടെ കുട്ടിക്കാലത്ത് അങ്ങനെ കുട്ടികൾക്ക് കളിക്കാൻ പൈസ കിട്ടിയിരുന്നു. എനിക്ക് ആദ്യം പൈസ കിട്ടിയപ്പോഴാണെന്നറിയോ, സുന്നത്ത് കല്യാണം, പേര് കേട്ട കല്യാണം എന്നൊക്കെ തോന്നുക. ഇത് മുറിച്ചിട്ട് ഒരു മലർത്തി കിടത്തും, എന്നിട്ട് മുകളിൽ ഒരു തുണി ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ വലിച്ചിട്ടുണ്ടാവും. അത് വല്ലാത്തൊരു കിടത്ത. ആ കിടക്കുന്ന സമയത്ത് കാണാൻ വരുന്നവര് 1 റുപ്യ 2 റുപ്യൊക്കെ തരും. അപ്പൊ നമ്മളിങ്ങനെ എണ്ണീറ്റ് ഇനി 1 റുപ്യയും കൂടെ കിട്ടിയ 10 റുപ്യ ആകായിരുന്നു. ഇതൊക്കെ ഇങ്ങനെ എണ്ണി നിൽക്കും. അപ്പൊ ഞാൻ എൻ്റെ തലച്ചോറിനോട് കൊടുത്തൊരു സാധനം എന്താണെന്നറിയോ, മോനെ പൈസ കിട്ടണമെങ്കിൽ സ്വന്തം ശരീരത്തിൽ നിന്ന് ഒരു തുഞ്ചം മുറിക്കേണ്ടി വരുട്ടോന്നാ. എന്നാൽ ഇപ്പോഴത്തെ മക്കൾക്ക് നമ്മൾ കൊടുക്കുന്നതോ, ഇതിങ്ങനെ കാർഡ് അങ്ങോട്ടിട്ടാൽ പൈസ താനെ പുറത്തേക്ക് വരുന്ന. അതാണ് കുഞ്ഞുങ്ങൾക്ക് പൈസക്ക് വിലയില്ലാത്തത്. മൂന്നാമത്തേത് അറിവിൻ്റെ അധികാരം. അത് ഞാൻ വിശദീകരിക്കേണ്ട കാര്യമേ ഇല്ല. ഈ സാധനം വന്നോടുകൂടി നമ്മളുടെ എല്ലാ അധികാരവും പോയി. ഒന്നാലോചിച്ച് മക്കളോടെ നമ്മൾ സംശയം ചോദിക്കും, ഇതെന്താണപ്പോ ഇതൊന്നും ശരിയല്ലോ, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലേ? ഇപ്പൊക്കൊരു വിവരമില്ല, മക്കൊന്നും അറിഞ്ഞൂടാ. ഞങ്ങൾ ഈ നിലമ്പൂർ ഭാഗത്തെ രക്ഷിതാക്കൾക്കുള്ളൊരു ക്ലാസ്സിന് പോയി. അപ്പോൾ അവിടെ മൊബൈൽ ഫോൺ കുട്ടികളുടെ ഉപയോഗം കുറക്കാനുള്ള വിശദീകരണം കൊടുക്കേണ്ടതെന്നാണ് പ്രിൻസിപ്പാൾ പറഞ്ഞത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ എല്ലാ രക്ഷിതാക്കളും കുട്ടികളുടെ മൊബൈൽ ഫോൺ നിയന്ത്രിക്കാനുള്ള ടെക്നിക്ക് പഠിപ്പിച്ചു കൊടുത്തു. അതിനുള്ള ടെക്നിക്ക് ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അതിന് ഗൂഗിൾ ഫാമിലി എന്ന് പറയുന്ന ഒരു സാധനം ഡൗൺലോഡ് ചെയ്യണം. അല്ലെങ്കിൽ പുതിയ ഫോണിലാണെങ്കിൽ എല്ലാ ഫോണിലും കിഡ്സ് മോഡ് എന്ന് പറയുന്നൊരു മോഡ് ഉണ്ടാവും. അപ്പോൾ കുട്ടികൾക്ക് ഫോൺ കൊടുക്കുന്നതിന് മുമ്പേ നമ്മൾ കിഡ്സ് മോഡ് ആക്കിയിട്ടേ കൊടുക്കാവൂ. കാരണം നമ്മളുടെ എല്ലാ ഭാഗവും അവർ നോക്കൂല. അവർക്ക് ആവശ്യമുള്ളത് ഏതാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത് മാത്രമേ അവർക്ക് നോക്കാൻ പറ്റൂ. അതിനാണ് കിഡ്സ് മോഡ് എന്ന് പറയുന്നത്. ഈ കിഡ്സ് മോഡ് ആക്കിയിട്ട് കൊടുത്താൽ നമ്മളുടെ ഒരു നിയന്ത്രണം അവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന. അതല്ല എങ്കിൽ 2 ഫോൺ ഉപയോഗിച്ചിട്ട് ഫോൺ നിയന്ത്രിക്കാൻ പറ്റും. അതിനാണ് ഗൂഗിൾ ഫാമിലി എന്ന് പറയാം. ഗൂഗിൾ ഫാമിലിയിൽ ഒരു ഫോണ് വാപ്പാൻ്റെ കയ്യിലുള്ളത് അല്ലെ ഉമ്മാൻ്റെ കയ്യിലുള്ളത്, അതിനെ പാരന്റ് ഫോൺ എന്ന് വിളിക്കും. ഒരു ഫോൺ കുട്ടി കൊടുക്കാൻ തീരുമാനിച്ചത് അത് വാപ്പാൻ്റെതോ ഉമ്മാൻ്റെ ഫോണായിരിക്കും, അതിനെ കിഡ് ഫോൺ എന്ന് വിളിക്കും. അപ്പോൾ ഈ ഗൂഗിൾ ഫാമിലി ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്നിൽ പാരന്റ് എന്നാക്കണം നമ്മൾ കൈ പിടിക്കുന്നതിൽ, കുട്ടിക്ക് കൊടുക്കുന്നതിൽ കിഡ് എന്ന ഓപ്ഷനാണ് സ്വീകരിക്കേണ്ടത്. അങ്ങനെ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് ഹൈഡാക്കി വെക്കാം, അത് ഒളിപ്പിച്ച് വെക്കാം, കുട്ടി കാണൂല. അങ്ങനൊരു ആപ്പ് അതിൽ വന്ന വിവരം. അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിയുടെ ഫോണിനെ പാരന്റൽ കൺട്രോൾസ് എന്നാണ് എനിക്ക് പറയാം, അത് ഉപയോഗിച്ചുകൊണ്ട് കുട്ടിയുടെ ഫോണിനെ നിയന്ത്രിക്കും. നമ്മൾ 7 മണിയായി മഗ്‌രിബ് നിസ്കരിക്കാൻ പോകാൻ പറഞ്ഞു, കുട്ടി പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഫോൺ എടുക്കുക, നമ്മളുടെ ഫോണിൽ ആ ഫോണിലെ ബ്ലാക്ക് ആക്കാനുള്ള ഓപ്ഷൻ കൊടുക്കുക. പിന്നെ അതിന് സ്ക്രീൻ കറുത്ത നിറയ്ക്കും, വേറെ ഒന്നും കാണാൻ പറ്റും, തോണ്ടാൻ പറ്റൂല, എന്തോ ആയിപ്പോയി.
യൂട്യൂബ് കാണരുത്. വാട്സപ്പിൽ കുട്ടികൾ അങ്ങനെയാണല്ലോ പറയുന്നത്, ഞങ്ങൾക്ക് PDF നോക്കാനുണ്ട്, PDF നോക്കാൻ കൊടുക്കാം. ആ PDF നോക്കാൻ ഫോൺ വാങ്ങിയിട്ട് കുട്ടി യൂട്യൂബാണ് കാണുന്നത്, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമാണ് കാണുന്നത്. നമ്മളുടെ ഫോൺ എടുത്തിട്ട് കുട്ടിയുടെ ഫോണിലെ ഇൻസ്റ്റാഗ്രാം ഓഫാക്കുക. കുട്ടിയുടെ ഫോണിൽ പിന്നെ ഇൻസ്റ്റാഗ്രാം കാണുകയില്ല. ഇതൊക്കെ പഠിപ്പിച്ച് തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ ഒരു തള്ളൻ്റെ ഫോണ്, നിങ്ങൾ ഓരോ സാധനം ഡൗൺലോഡ് ചെയ്യാനൊക്കെ പഠിപ്പിച്ച് ഇപ്പം എൻ്റെ ഫോണിൽ എന്തോ വൈറസ് കയറിയിട്ടുണ്ട്, എൻ്റെ ഫോണിലെ യൂട്യൂബ് പെടുക്കട് കാണാതായി പോവുക. കുറച്ച് സംസാരിച്ചപ്പോഴാണ് അറിയുന്നത് ഇത് ഡൗൺലോഡ് ചെയ്യാൻ ഏൽപ്പിച്ചത് മോനെയാണ്. മോൻ പാരന്റുമായി ഇമ്മനെ കിഡുവാക്കി. ഉമ്മ യൂട്യൂബ് കാണുമ്പോൾ ഫോൺ എടുത്തങ്ങ് ഓഫാക്കുക. എന്താ അവസ്ഥ എന്നാലോചിച്ചു. നമ്മള് ടെക്നോളജി വന്നപ്പോൾ നമ്മൾ അറിവില്ലാത്തവരായി പോയി. അപ്പൊ അറിവിന്റെ അധികാരവും നമുക്ക് പോയി, സ്ഥാനത്തിന്റെ അധികാരവും നമുക്ക് പോയി, പണത്തിന്റെ അധികാരവും നമുക്ക് പോയി. മക്കൾ പറഞ്ഞാൽ കേൾക്കാതെ. ഇനി ഇത് തിരിച്ചു പിടിക്കണമെങ്കിൽ ഓരോന്നും ഒന്നുകിൽ തിരിച്ചു പിടിക്കണം, കുറച്ച് പണിയാണ്. അല്ലെങ്കിൽ ശാസ്ത്രവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ മുന്നോട്ട് വെച്ച പുതിയ ടെക്നിക്ക് ഉപയോഗിക്കണം. കാരണം ഇത് പുതിയ കുട്ടികൾ പഴയ കുട്ടികളെ പോലെ അല്ല. നമ്മളുടെയൊക്കെ കുട്ടിക്കാലത്ത് എന്ന് പറയാൻ പറ്റില്ല, യൗവനകാലത്ത് ഇറങ്ങിയൊരു കാറായിരുന്നു മാരുതി 800 അല്ലേ. അന്ന് ആ കാറിന് എന്തൊരു ഡിമാൻഡായിരുന്നു. ലോട്ടറിയൊക്കെ വിൽക്കുന്ന ആൾക്കാർ പറയാറ് 5 ലക്ഷം രൂപയും ഒരു മാരുതി 800 കാർ ഒന്നാം സമ്മാനമായി ലഭിക്കുന്ന ഒരു കാറ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരു 800 കാറിട്ടാണ് സമ്മാനം. അന്ന് പുയ്യാപ്പിള പോകാൻ 800 കാറുണ്ടോ നോക്കിയിരുന്നു. പുയ്യാപ്പിളിൻ്റെ ഒപ്പം പോകുന്നവരൊക്കെ മെറ്റഡോർ വാനിൽ തൂങ്ങിപ്പോകും, അല്ലെ ജീപ്പിന്റെ ബാക്കിൽ ഇങ്ങനെ തൂങ്ങാൻ കുറച്ച് ആൾക്കാരുണ്ടാവും. പുയ്യാപ്പിള മാത്രം 800 കാറിൽ എന്തൊരു വെയിറ്റ് ചെയ്യുന്നു അറിയോ. അന്ന് 800 കാറ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഇവിടെയുള്ള പോപ്പുലർ മോട്ടോഴ്സിലോ ഇൻഡസ് മോട്ടോഴ്സിലോ AM മോട്ടോഴ്സിലോ ഒക്കെ വന്ന ഒരു ഫോർമാൻ, അയാൾക്കിപ്പം 30 കൊല്ലത്തെ സർവീസ് ഉണ്ടാവും. ഇന്ന് ആ കമ്പനി 2023 ഇറക്കിയ ഏറ്റവും പുതിയ കാർ ഗ്രാൻഡ് വിറ്റാര എന്ന് പറയുന്ന കാറാണ്. അത് ഹൈബ്രിഡ് എന്നാണ് കമ്പനി തന്നെ വിളിക്കുന്നത്. കുറച്ച് ബാറ്ററി പോവും, പിന്നെ കുറച്ച് പെട്രോളിൽ പോവും. ബാറ്ററി ചാർജ് ആകുമ്പോൾ പിന്നെയും ബാറ്ററിയിലേക്ക് മാറും, ബാറ്ററിയിലെ ചാർജ് കുറയുമ്പോൾ പെട്രോളിലേക്ക് മാറും. ഇത് ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റൂല, കാരണം മോലാളിക്ക് ഡ്രൈവർക്കൊന്നും ചെയ്യാൻ പറ്റൂല. അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒരു AI ടെക്നോളജിയാണ്. അതിൻ്റെ അകത്തുള്ള ഒരു മദർ ബോർഡാണ് ഈ സാധനം തീരുമാനിക്കുന്നത്. 800 നന്നാക്കുന്ന ആളാണ് ഇപ്പം ഈ ഗ്രാൻഡ് വിറ്റാര നന്നാക്കേണ്ടത്. കാരണം അയാൾ 30 കൊല്ലത്തെ സർവീസ് ഉണ്ട്. അപ്പം അയാൾ പറയാണ് 800 അല്ലേ കാറ്, അതൊക്കെ എങ്ങനെ വേണേലും നന്നാക്കായിരുന്നു. ഇപ്പോൾ ഓരോ പേര് ഹൈബ്രിഡ് കുന്ത്രാണ്ടം ഇതൊന്നും നന്നാക്കാനാവില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തായിരിക്കും നമുക്ക് തോന്നുന്നത്? അയാളോട് പുച്ഛമാണോ, അതല്ല അയാൾ ബഹുമാനാണോ തോന്നുന്നത്? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? പുച്ഛയിക്കൂലേ? അങ്ങനെയാണെങ്കിൽ നമ്മളോടും തോന്നണ്ട അത് തന്നെ. പണ്ടത്തെ മക്കളൊക്കെ നല്ല മക്കളെ, അത് 800 ഇപ്പോഴത്തെ മക്കളെ നന്നാക്കാനാവില്ല. ഇത് ഗ്രാൻഡ് വിറ്റാരാ. ഇത് നന്നാക്കണമെങ്കിലേ മദർ ബോർഡിൽ പോയിട്ട് കളിക്കണം. 800 നന്നാക്കുന്ന പോലെ ഹാമർ എടുത്ത് പോയിട്ട് കാര്യമില്ല. അന്നൊരു മർഫി റേഡിയോ എന്ന് പറയുന്ന റേഡിയോ ഉണ്ടായിരുന്നു, ഫിലിപ്സ്, ഓർമ്മയുണ്ടോ? ഒരു ട്രാൻസിസ്റ്റർ റേഡിയോ എന്നാ പറയാ, ചെറിയൊരു റേഡിയോ. അതിടക്ക് പാടാതെ നമ്മളെന്താ ചെയ്യാ? റേഡിയോ പാടാതാവും. നമ്മളുടെ കുട്ടിക്കാലത്ത് ഓർമ്മയില്ലേ? അതിടക്ക് പാടാതാവുമ്പോൾ നമ്മളെന്താ ചെയ്യാറ്? നിങ്ങളൊന്നും ചെയ്തില്ലേ? പാടാതായില്ലായിരുന്നു? മോള് 2 തട്ട് തട്ടും, പിന്നെയും പാടും. കുറച്ച് കഴിഞ്ഞ് പിന്നെയും പാടാതാവും. അപ്പൊ ഒന്ന് കാലത്ത് തട്ടും, പിന്നെയും പാടും. കുറച്ച് കഴിഞ്ഞ് തീരെ പാടാതാവും. അപ്പൊ നമ്മളൊരു റേഡിയോ നന്നാക്കുന്നിടത്ത് കൊണ്ടുപോയി കൊടുക്കൂ. പിന്നെ കുറെ കാലം തട്ടാതെ തന്നെ പാടും. അതിന് പകരം ഇപ്പൊ നമ്മളുടെ കമ്പ്യൂട്ടർ കേടുന്നു. 2 തട്ട് തട്ടിയാൽ എങ്ങനെ ഉണ്ടാവും? മൊബൈൽ ഫോൺ കേടുന്നു, ഇതിന്റെ മൂലക്ക് 2 തട്ട് തട്ടുക. എന്തൊക്കെ അവസ്ഥ? അതേപോലെ ഈ മക്കളൊക്കെ കമ്പ്യൂട്ടറും മൊബൈലൊക്കെ ഇത് തട്ടിയിട്ട് കാര്യമില്ല, ഇവരെ ടച്ച് പഠിപ്പിച്ചിട്ട് കാര്യമില്ല, ചീത്ത പറഞ്ഞ് പഠിപ്പിച്ചിട്ട് കാര്യമില്ല. ഇവരുടെ മദർ ബോർഡിൽ മാറ്റം വരുത്തണം. അതിൻ്റെ അർത്ഥം മനസ്സിലാവണമെങ്കിലേ നമ്മളുടെ കുട്ടിക്കാലത്ത് ഈ കുഞ്ഞുങ്ങൾ എത്ര ഇൻ്റലിജൻ്റ് ആണെന്ന് മനസ്സിലാണെങ്കിൽ നമ്മളുടെ കുട്ടിക്കാലത്ത് ഒരു സ്കില്ല് കിട്ടാൻ വേണ്ടി നമ്മൾ കഷ്ടപ്പെടുന്ന ഒരു കാര്യം ആലോചിച്ചാൽ മതി. നമ്മളൊരു സൈക്കിൾ പഠിക്കാൻ എത്ര കാലം എടുത്ത് എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഒരു 3 മാസമൊക്കെ അന്ന് 50 പൈസ കൊടുത്ത് അരമണിക്കൂർ നേരെ സൈക്കിൾ പഠിക്കാൻ കിട്ടും. അരമണിക്കൂർ ഇങ്ങനെ ഹുസൈൻ കഴിഞ്ഞ സൈക്കിൾ പീടികയിൽ പോയിട്ട് നമ്മൾ വാടക എടുക്കണം 50 പൈസ. അത് പഠിപ്പിക്കാൻ ഒരു ചെങ്ങായി വരും. ഈ ചെങ്ങായാണ് 15 മിനിറ്റ് ചവിട്ടുക. കാരണം ഓന് റീല് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓൻ പഠിപ്പിക്കാൻ വരുന്നത്. ബാക്കി 15 മിനിറ്റേ പഠിപ്പിക്കുള്ളൂ. ഈ 15 മിനിറ്റിൽ ഓൻ പറയുന്ന ഡയലോഗ് ഊര നേരെ വെക്ക്. നമ്മളെന്തോ ഊര വളച്ച മാതിരില്ലോ എൻ്റെ വർത്തമാനം കേട്ടാ തോന്നുക. എന്നിട്ട് ഊരക്ക് തല്ലിയൊക്കെ ചെയ്യും ഊര നേരെ വെക്കാൻ വേണ്ടി. ഞാൻ 3 മാസം ഊര നേരെ വെച്ച് കഷ്ടപ്പെട്ടിട്ടാ ഒരു സൈക്കിൾ ചവിട്ടാൻ പഠിച്ചു. എൻ്റെ മോള് 3 ദിവസം കൊണ്ടാണ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചു.
മക്കളുടെ ഒരു ബുദ്ധി വ്യത്യാസം മനസ്സിലായോ? ഇത് ഗ്രാൻഡ് വിറ്റാരാ, ഹൈബ്രിഡാ, പെട്ടെന്ന് കാര്യം മനസ്സിലാവും. അതുകൊണ്ട് അവരോട് നമ്മൾ യുക്തിസഹമായി പറഞ്ഞിട്ടേ കാര്യമുള്ളൂ. എൻ്റെ മോൾ എന്നോട് ചോദിക്കുകയാണ്, എന്നാ ഉപ്പ ഈ മങ്കൂസ് മൗലൂദൊക്കെ വന്നെന്നറിയോ? ഞാൻ പറഞ്ഞതൊരു 16-ാം നൂറ്റാണ്ടിലോ എങ്ങാണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാ. നബിന്റെ കാലത്താണോ? അല്ല. നബിന്റെ കാലത്ത് മൗലൂദുണ്ടോ? ഇല്ല. നബിന്റെ ഏതെങ്കിലും അനുയായികളുടെ മൗലൂദുണ്ടോ? ഇല്ല. പിന്നെ അങ്ങനെയാണ് പുത്തൻവാദികൾ എന്ന് പറഞ്ഞാൽ സുന്നികളല്ലേ, ഓരല്ലേ മൗലൂദ് ഓതുന്നത്? എൻ്റെ ഉമ്മനോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ വിവരമില്ലാത്ത ചോദ്യം ചോദിക്കാൻ പാടില്ല, അങ്ങനെ നടന്നോട് എന്നായിരുന്നു പറയാ. അങ്ങനെ ഞാൻ ഇപ്പം എൻ്റെ മോളോട് പറഞ്ഞാൽ ഓള് പറയാ, എന്നാ പിന്നെ വാപ്പാനെ അംഗീകരിക്കാൻ പറ്റൂല. അതിന് പകരം ഞാൻ അവളോട് ചെയ്തൊരു കാര്യം, അത് എൻ്റെ ഒരു വലിയ കഴിവായിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ അവളോട് ചോദിച്ചു, നീ എപ്പോഴും ഇവിടെ വന്നാൽ പറയുന്നൊരു ഡയലോഗ്, നജാസീവി ഇന്നലെ അങ്ങനെയായിരുന്നു, നജാസീവിനെ കാണാൻ നല്ല രസമുണ്ട്, നജാസീവി നല്ലോണം പഠിക്കും, ഈ നജാസീവിൻ്റെ മഹത്വം പറയലായിരുന്നു. ഞാൻ ചോദിച്ചു, നീ എന്തിനാ ഈ നജാസീവി ഇങ്ങനെ വലിയ ആളായിരുന്നു, മറ്റേതായിരുന്നു, മറിച്ചത് അങ്ങനെ പറയല്? അത് നജാസീവിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടവുപ്പ, നജാസീവിൻ്റെ അടുത്ത ഫ്രണ്ടാവുപ്പ, നജാസീവി നല്ല കുട്ടിയാവുപ്പ പറയുമ്പോൾ തന്നെ ഒക്കെ ഒരു സന്തോഷം. അപ്പം നല്ല ഇഷ്ടമുള്ള ആളെ പറ്റി ഇടക്കിടക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ഓരോ മഹത്വം. ഞങ്ങൾക്ക് നബിനോട് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾ നബിൻ്റെ മഹത്വം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് പുത്തൻവാദിയാണോ പഴയവാദിയാണോ എന്നോട് ചോദിച്ചത് കാര്യമില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് മൗലൂദ് എന്നതിൻ്റെ ഒരു ബോധം അവളിൽ വന്നപ്പോൾ അവളും മൗലൂദ് ഓതാനിരിക്കാൻ തുടങ്ങി. അതാണ് പുതിയ കുട്ടികളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട്? രണ്ടാമതൊരു കാര്യം ചെയ്യേണ്ടത്, മനുഷ്യരുടെ മനസ്സാണ് നന്നാവേണ്ടത്, അല്ലെങ്കിൽ തലച്ചോറാണ് നന്നാവേണ്ടത്. തലച്ചോറ് നന്നാവണമെങ്കിൽ ബാഹ്യമായി നന്നായാൽ പോരാ. അത് കുറച്ചുകൂടി എളുപ്പത്തിൽ മനസ്സിലാണെങ്കിൽ, ഈ വാച്ച് നിങ്ങളോട് ഞാൻ ആരുടേതാണെന്ന് ചോദിച്ചാൽ എന്താ നിങ്ങൾ മറുപടി പറയാ? ഇത് ആരുടെ വാച്ചാ? എൻ്റെ വാച്ചല്ലേ? നിങ്ങൾക്ക് സംശയമുണ്ടോ? അതെൻ്റെ വാച്ചാ. എൻ്റെ പേര് ഷെരീഫ് എന്നാണ്. ഈ വാച്ചിന് അതുകൊണ്ട് ഷെരീഫിൻ്റെ വാച്ച് എന്ന് വിശേഷിപ്പിക്കും. എന്തുകൊണ്ടാണ് നിങ്ങളിത് ഷെരീഫിൻ്റെ വാച്ചാന്ന് പറയാൻ കാരണം? എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത്? ഞാൻ കേൾക്കും. എൻ്റെ കയ്യിൻ്റെ മുകളിൽ കണ്ടുകൊണ്ട്. അപ്പം ഞാൻ ഈ കയ്യിൽ നിന്ന് ഊരി മേശപ്പുറത്ത് വെച്ചാൽ അത് മേശപ്പുറത്തിൻ്റെ വാച്ചാവോ? അതെൻ്റെ ചോദ്യം. ഒരിക്കലും ആവില്ല. ഞാൻ വാങ്ങിയ വാച്ച് ആയിക്കൊള്ളണമെന്നില്ലത്. എനിക്ക് ഗിഫ്റ്റ് കിട്ടിയാണോ നിങ്ങൾക്ക് അറിയില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിയ വാച്ചല്ല, നിങ്ങൾക്ക് ഉറപ്പാണ്. ഞാൻ ഉപയോഗിക്കുന്ന വാച്ചിനാണ് എൻ്റെ ഉടമസ്ഥാവകാശം തരുന്നത് നിങ്ങൾ. ഷെരീഫിൻ്റെ ഉടമസ്ഥതയിലുള്ള വാച്ച് എന്നാണ് ഷെരീഫിൻ്റെ വാച്ച് എന്ന് പറഞ്ഞത്. അപ്പം എൻ്റെ ചോദ്യം, ഈ ഷർട്ടും പാൻറ്റും ആരുടേതാണ്? ഷെരീഫിൻ്റെ അല്ലേ? ഇനി ഞാൻ വാച്ച് അയച്ചതുപോലെ ഇത് അയക്കൂല കേട്ടോ. അഥവാ ഷർട്ടും പാൻറ്റും അയച്ച് ഞാൻ ആ മൂലയിൽ കൊണ്ടുപോയി വെച്ചാലും അത് ആരുടെ ഷർട്ടും പാൻറ്റും ആയിരിക്കും? ഷെരീഫിൻ്റെ തന്നെ അല്ലേ? ഇനി എൻ്റെ ചോദ്യം, ഈ തല ആരുടേതാ? ഷെരീഫിൻ്റെ തലയില്ലേ? ഈ തല എനിക്ക് വെട്ടി ആ മൂലയിൽ കൊണ്ടുപോയി വെക്കാൻ പറ്റിയെന്ന് സങ്കല്പിക്കും. അങ്ങനാണ് എങ്കിൽ എൻ്റെ തല ആ മൂലയിലുണ്ടാവും, ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങൾ പോകുമ്പോൾ ഇയാളെന്താ തല എടുക്കാതെ പോയത് എന്ന് വിചാരിച്ചേക്കും. ഈ ഉടൽ ആരുടേതാന്ന് ചോദിച്ചാലും ഷെരീഫിൻ്റെ ഉടലാണ്. ഈ ഉടല് ഞാൻ ആ മൂലയിൽ കൊണ്ടുപോയി വെച്ചാൽ ഞാൻ ഇവിടെ നിൽക്കും, എൻ്റെ ഉടൽ അവിടെ ഉണ്ടാവും. പഠിച്ചാനെ. അപ്പം ഇവിടെ നിൽക്കുന്ന ഞാൻ ആരാന്ന് എൻ്റെ ചോദ്യം. ഉടലല്ലല്ലത്. താൻ ആരാണെന്ന് തനിക്കറിയില്ലെങ്കിൽ തന്നോട് തന്നെ ചോദിച്ചു നോക്കുന്ന പിള്ളേരുടെ ഭാഷ പറയാം. എന്നാൽ തനിക്കറിയാം താൻ ആരാണെന്ന്. കുറച്ചുകൂടി ലളിതമായി പറഞ്ഞാൽ, ഞാനിപ്പോൾ ഇന്ന് ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞ് ഒരു 10:30 മണിയാകുമ്പോഴേക്കും എൻ്റെ വീട്ടിലെത്തും. അപ്പം എൻ്റെ ഒരു കൂട്ടുകാരൻ അപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ അവനോട് പറഞ്ഞത് ഒരു 10:30 ആകുമ്പോൾ ഞാൻ വീട്ടിലെത്തുന്ന. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങാൻ ഇത്തിരി വൈകി അങ്ങ് പോയി എന്ന് വിചാരിക്കാം. പോകുന്ന വഴിക്ക് ഭയങ്കര ട്രാഫിക്. താമരശ്ശേരി അങ്ങാടിയിലും കൊടുവള്ളി അങ്ങാടിയിലും ഒക്കെ ഭയങ്കര ട്രാഫിക്. ഞാൻ 10:00 എത്തണ്ട, ഞാൻ 11 മണിക്കാണ് വീട്ടിലെത്തുന്നത്. അപ്പം എൻ്റെ കൂട്ടുകാരൻ അരമണിക്കൂർ കാത്തുക്കുമ്പോഴേക്ക് പല തവണ പറഞ്ഞിട്ടുണ്ടാവും, ഷെരീഫ് അവിടെ പോയി, ഷെരീഫിനെ കാണുന്നില്ലല്ലോ, ഷെരീഫ് വരുന്നില്ലല്ലോ പറയൂലേ? അരമണിക്കൂർ കാത്തുക്കുമ്പോൾ അസ്വസ്ഥനാവും. ഞാനങ്ങ് മരിച്ചു എന്ന് വിചാരിച്ചാൽ മതി. മരിക്കണ്ട. എൻ്റെ മയ്യത്ത്, എൻ്റെ ബോഡി ആശുപത്രി കിടക്കുക. ഏതാണ്ട് ബില്ലൊക്കെ അടച്ച് ആംബുലൻസ് കിട്ടിയാൽ ഒരു 10:30 മണിയാകുമ്പോഴേക്ക് മയ്യത്ത് വീട്ടിലെത്തുമെന്ന് വിചാരിച്ചിട്ട് അവിടെ പന്തലക്കെട്ട് കസരക്കെട്ട് ആൾക്കാർ കാത്തിക്കുക. പക്ഷെ ആശുപത്രിയിലെ കമ്പ്യൂട്ടർ തയ്യാറായി, ബില്ലടക്കാൻ നേരം വൈകി, പോകുന്ന വഴിക്ക് ട്രാഫിക്കിലൊക്കെ ബുദ്ധിമുട്ടായി. 11 മണിക്ക് എൻ്റെ മയ്യത്തെത്തി. അരമണിക്കൂർ കാത്തിരുന്ന ആരെങ്കിലും ചോദിക്കുമോ ഷെരീഫ് എന്താ വരാത്തത്? ഷെരീഫ് എവിടെ പോയി നോക്കിയോ? പിന്നെന്താ പറയാ?
മയ്യത്തെന്താ വരാത്തത്? അപ്പം വരുന്നത് ആരല്ല? ഷെരീഫല്ല, ഷെരീഫിൻ്റെ ബോഡി, ഷെരീഫിൻ്റെ മയ്യത്ത്. അപ്പം പോയ ആളല്ലേ ഷെരീഫ് അല്ലേ? പിന്നെൻ്റെ പേരില്ലല്ലോ. മയ്യത്ത് കുളിപ്പിച്ചോ, അല്ലാണ്ട് ഷെരീഫിനെ കുളിപ്പിച്ചോ എന്ന് ചോദിക്കോ? ഷെരീഫിന് വേണ്ടി നിസ്കരിച്ചോ എന്ന് ചോദിക്കോ? ഷെരീഫിനെ ഇറക്കിയോ എന്ന് ചോദിക്കോ? ഒക്കെ മയ്യത്തെടുത്തോ, മയ്യത്ത് കുളിപ്പിച്ചോ, മയ്യത്ത് നിസ്കരിച്ചോ. പിന്നെ ഷെരീഫ് എന്നുള്ള വാക്കേ ഇല്ല. കാരണം അത് ഷെരീഫല്ല, ആ പോയി ഷെരീഫ്. അങ്ങനാണെങ്കിൽ നന്നാവേണ്ടത് ആ പോയ ഷെരീഫാണോ ഇവിടെയുള്ള ഈ മയ്യത്താണോ? പോയ ഷെരീഫല്ലേ? അതിനെ സൈക്കോളജി വിളിക്കുന്നത് ഇന്നർ സെൽഫ്, അകത്തുള്ള ഞാൻ എന്നാണ്. അകത്തുള്ള ഞാൻ ഉപയോഗിക്കുന്ന ഒരു തല മാത്രമാണ് പുറത്ത് ഈ കാണുന്ന സാധനം. അകത്തുള്ള ഞാൻ ഉപയോഗിക്കുന്ന ഒരു ശരീരം മാത്രമാണ് ഈ പുറത്ത് കാണുന്ന സാധനം. അങ്ങനെയാണ് നന്നാവേണ്ടത് പുറത്തുള്ള ഞാനാണോ അകത്തുള്ള ഞാനാണോ? ഏതാ നന്നാവേണ്ടേ? അകത്തുള്ള ഞാൻ. നമ്മളെപ്പോഴും നന്നാക്കാൻ നോക്കുന്നതിനാണെന്നറിയോ? പുറത്തുള്ള ഞാൻ. നല്ല സോപ്പേ തേക്കൂ, പുറത്തുള്ള ഞാൻ നന്നാവാൻ. നല്ല കുപ്പായ ഇടൂ, പുറത്തുള്ള ഞാൻ നന്നാവാൻ. ബ്യൂട്ടി പാർലറിൽ അല്ലെ മുടി വെട്ടുന്നിടത്ത് പോയിട്ട് 120 ഉറുപ്പ്യ കൊടുക്കുമ്പോൾ നമുക്കൊരു ടെൻഷനും ഇല്ല, പുറത്തുള്ള ഞാൻ നന്നായിണ്ടോ എന്ന് കണ്ണാടിയിൽ നോക്കും. ബുക്ക് സ്റ്റാളിൽ പോയിട്ട് 100 ഉറുപ്പ്യാണ് ഒരു ബുക്കിനെന്ന് പറഞ്ഞാൽ 100 ഉറുപ്പ്യക്ക് ബുക്ക് വാങ്ങി പോയിക്കോളെ അവിടെ. ക്ലാസ് കേട്ട പുറത്തുള്ള ഞാൻ നന്നാവും. ഇവിടെ ചോറുണ്ട് എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കൂടുതൽ ആൾ വരുമായിരുന്നു ഉറപ്പാ. പൂനൂര് ഭാഗത്തെ ഒരു ക്ലാസ്സിന് പോയി, ചെറുപ്പക്കാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. 25-ൻ്റെയും 35-ൻ്റെയും ഇടയിൽ മാത്രമുള്ള ആൾക്കാർ, അവിടുത്തെ നാട്ടുകാർ ഇതേപോലെ മദ്രസയുടെ കമ്മിറ്റി ഉണ്ടാക്കിയ ഒരു ക്ലാസ്സാണ്. നല്ല 10-40 ചെറുപ്പക്കാർ. അപ്പം ഞാൻ മഗ്‌രിബിന് ശേഷം അതേപോലെ ക്ലാസ്. അപ്പം ഞാൻ മഗ്‌രിബ് കഴിഞ്ഞ് എല്ലാവരും കൂടി നിസ്കരിച്ച് ക്ലാസ്സിൽ അവിടെ കയറിയപ്പോൾ ഈ സംഘടിപ്പിച്ച ആളോട് ചോദിച്ച് എത്ര മണി വരെ എടുക്കാം. അപ്പോൾ ഒരു നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുത്തോളി, ഞങ്ങൾ പറഞ്ഞാലേ ഈ ചെറുക്കന്മാർ ഇവിടെ നിന്ന് പോകും. അത്രയും അനുസരിക്കുന്ന ചെറുപ്പക്കാരോ? അങ്ങനെയാണ് പിന്നെ ഞാനെന്ത് ക്ലാസ് എടുക്കാൻ? അതല്ല, ഞങ്ങൾ ഓരോട് ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടല്ല ഒരു വന്നത്, മന്തി ഉണ്ടെന്ന് പറഞ്ഞിട്ട്. മന്തിൻ്റെ ചെമ്പ് പൊളിച്ചാലേ ഓല് ഇവിടുന്ന് പോവുള്ളൂ. ഞാൻ എപ്പോഴും പറയാറുണ്ട്, PTA മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളുടെ മീറ്റിംഗ് വിളിക്കരുത്, അരി വിതരണം എന്ന് പറയണോ. എന്നാൽ വാപ്പയും ഉമ്മയും വരും അരി വാങ്ങാൻ. പുറത്തുള്ള ഞാൻ നന്നാക്കുന്നിടത്ത് ഭയങ്കര തിരക്കായിരിക്കും. അകത്തുള്ള ഞാൻ നന്നാക്കുന്നത് ഒരു തിരക്കുണ്ടാവില്ല. അതുകൊണ്ട് അകത്തുള്ള ഞാൻ എന്താണ് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക. അതിനെ നന്നാക്കാൻ എന്ത് ചെയ്യണം എന്ന് ആലോചിക്കുക. അതിന് ഒരു 4 കാര്യം നമ്മളുടെ വീട്ടിൽ കൊണ്ടുവന്നാൽ മതി. ഇതാണ് സൈക്കോളജി പറയുന്നത്. അതിന് ഡോസ് എന്നൊക്കെയാണ് സൈക്കോളജി വിളിക്കുന്നത്. ആ സൈക്കോളജി ഞാൻ പറയണ്ട, കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് പറയുന്ന വേദി ആയതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞ കാര്യം മാത്രം പറയാം. 1 ബശീറം വ നദീറ എന്നാണ് സൈക്കോളജി പറയുന്നത്. ഡോപ്പമിൻ കൊടുത്തിട്ടേ ഒരാളോട് ഒരു കാര്യം പറയാവുള്ളൂ. ഡോപ്പമിൻ എന്ന് പറഞ്ഞാൽ സന്തോഷത്തിൻ്റെ ഒരു ഹോർമോണാണ്. ഒരാൾക്ക് സന്തോഷം കിട്ടുന്ന ഹോർമോണാണ് ഡോപ്പമിൻ. ഈ ഡോപ്പമിൻ ഒരാൾക്ക് കിട്ടുക അയാളെപ്പറ്റി മറ്റുള്ളവർ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ, നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് എന്ന് പറയുമ്പോൾ ആ ഡോപ്പമിൻ കയറി. നിങ്ങളിപ്പോൾ എന്നോട് പറയാം മാഷെ ക്ലാസ് ഉഷാർ എന്നിട്ട് പറയുമ്പോൾ എനിക്കൊരു ഡോപ്പമിൻ. ചോറ് നന്നായിട്ടുണ്ടെന്നൊക്കെ ഭാര്യനോട് പറയുമ്പോൾ ഭാര്യയ്ക്കൊരു ഡോപ്പമിൻ. എൻ്റെ കറി എന്തൊരു രസം റെഡി എന്ന് പറയുമ്പോൾ ഭാര്യയ്ക്കൊരു ഡോപ്പമിൻ കൊടുത്തു. അതിൻ്റെ ഒരു കാരണം നമ്മൾ പഠിക്കണ്ടേ. മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട് ആദ്യം അവരുടെ നന്മ പറഞ്ഞ് അവരുടെ അംഗീകാരം കൊടുക്കുമ്പോഴാണ് മനുഷ്യന്മാർക്ക് നല്ല സന്തോഷം ഉണ്ടാവും. അപ്പം മനുഷ്യന്മാർ പറഞ്ഞത് കേൾക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു അംഗീകാരത്തിൻ്റെ ഡോപ്പമിൻ കൊടുക്കണം. അതാണ് ബഷീറം വ നദീറ. സന്തോഷം ആദ്യം പറയണം, എന്നിട്ടേ കുറ്റം പറയാവുള്ളൂ. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ടാവും. നമ്മൾ ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജീവനോടുള്ള ഒരാൾ ആരാന്ന് ചോദിച്ചാൽ, ഞാൻ ജീവനോടുള്ളതെന്ന് പറയാൻ കാരണം എന്താ അറിയോ? ഒരു മദ്രസയിൽ ഞാൻ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ കുട്ടികളോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാരാണ്? എല്ലാവരും ഉസ്താദിനെ കൊണ്ട് നോക്കിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഉസ്താദ് അന്ന് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്, എന്നേക്കാൾ ഞാൻ ഇഷ്ടപ്പെടേണ്ടത് നബി തിരുമേനിയാണ്, ഒരു വ്യക്തിയേക്കാൾ. അപ്പോൾ ആ ഉമർ ഖത്താബ് പറഞ്ഞത്രേ, നബിയെ എനിക്കിപ്പോൾ എന്നേക്കാൾ എന്നത് എനിക്ക് ശരിയായിട്ടില്ല. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, അങ്ങനെയാണെന്ന് എൻ്റെ ഈമാൻ ഉറച്ചിട്ടില്ല എന്ന്. അപ്പൊ ആ എന്നേക്കാൾ എന്നത് അത്രയും സ്വയം ശക്തി പ്രാപിച്ച, മാനസിക കരുത്ത് പ്രാപിച്ച വ്യക്തികളെയാണ് സ്വഹാബാക്കൾ എന്ന് വിളിക്കുക. സ്വഹാബയ്ക്ക് പോലും പറ്റാത്തൊരു സാധനമാണ്. ഈ ലോകത്ത് നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് എന്നെയാണ്, ഞാൻ.
ഞാൻ എന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എനിക്കൊരു കുറ്റമില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏത് സന്ദർഭം എടുത്തു നോക്ക്, എന്നെ ഒരാൾ കുറ്റം പറഞ്ഞ സാഹചര്യം വന്നാൽ എനിക്ക് ആ കുറ്റം പറഞ്ഞ ആളോട് ദേഷ്യം പിടിക്കുക മാത്രമേ ഉള്ളൂ. എന്നിട്ട് ഞാൻ അതിന് കുറേ ന്യായം ഇങ്ങനെ പറഞ്ഞുണ്ട്. മക്കളോട് ഒരു ഗ്ലാസ് തട്ടിപ്പൊട്ടിപ്പോയാൽ നമ്മൾ ഉടനെ പറയും, മുഖത്തല്ലേ കണ്ണ്, നോക്കി നടന്നോടെ, സകല ഗ്ലാസും പൊട്ടിച്ച്. നമ്മളോട് അങ്ങനെ ഗ്ലാസ് തട്ടിപ്പൊട്ടിപ്പോയാലോ, ആരാവിടെ ഗ്ലാസ് കൊണ്ടച്ചാക്ക കുറ്റം. ഞാനൊരു കുറ്റം ചെയ്യൂല. അതുകൊണ്ട് എന്നെ ഒരാൾ കുറ്റപ്പെടുത്തുമ്പോൾ എനിക്കത് തീരെ സഹിക്കൂല. ഭാര്യാഭർത്താക്കന്മാരുടെ ഇടയിലൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടായാൽ കുറ്റം പറച്ചിൽ മാത്രം. നിങ്ങളിന്ന് പെണ്ണുങ്ങളോട് സ്വകാര്യമായിട്ട് നല്ല സന്തോഷത്തോടുകൂടി ഒരു ചോദ്യം ചോദിച്ചു നോക്ക്. ഞാൻ എന്നെങ്ങനെ കുറ്റം പറയുമ്പോൾ എനിക്ക് സന്തോഷമാണ് ഉണ്ടാവാറ്, സങ്കടമാണ് ഉണ്ടാവാറ്? അല്ല, നമ്മളൊരു കറി ഉണ്ടാക്കിയപ്പോൾ ഒത്തിരി കുറഞ്ഞുപോയി, ഉടനെ നമ്മൾ പറയുന്നതെന്നറിയോ, എന്തൊരു കറിയാത്, എനിക്ക് കറി ഉണ്ടാക്കാൻ അറിയാം, 5-8 കൊല്ലയിൽ കറി ഉണ്ടാക്കും, ഉപ്പില്ല മുളകുമില്ല, കുറെ വെള്ളം കൂടി തിളപ്പിച്ച് വെച്ച കറിയായോ, ഇവിടെ തിന്നാനേ തോന്നൂല എന്നൊക്കെ 4 ചാട്ടം ചാടിയാൽ എനിക്ക് നാളെ ഞാൻ ഉപ്പിട്ടില്ലല്ലോ, കറി മോശമായിപ്പോയി, നാളെ ഇയാൾക്ക് നല്ല കറി ഉണ്ടാക്കി കൊടുക്കണമെന്നാണോ ആലോചിക്കുക? അതല്ല, ഇയാൾക്ക് എന്തുണ്ടാക്കി കൊടുത്താലും കുറ്റാണ് ഉണ്ടാവുക എന്ന് ആലോചിക്കുക. ഓരോടുപ്പം തന്നെ ചോദിച്ചാൽ ഞങ്ങൾക്ക് മറുപടി കിട്ടും. നിങ്ങളൊരാള് നിങ്ങൾ ചെയ്ത കാര്യത്തെ കുറെ കുറ്റം പറഞ്ഞാൽ കുറ്റമൊക്കെ എനിക്കുണ്ടല്ലേ, നന്നാവണമെന്ന് ആലോചിക്കുക. ഓനിപ്പോൾ ഒരു കുറ്റം പറയാൻ വന്നിട്ട് വലിയ ശുചായാണെന്നോ ആലോചിച്ചാൽ മതി. ഒരാളെയും കുറ്റപ്പെടുത്താതിരിക്കുക, അത് വലിയൊരു ബുദ്ധിമുട്ടുള്ള പണിയാണ്. അതുകൊണ്ട് തൽക്കാലം നമ്മൾ ഒരു ദിവസത്തേക്ക് ആരെയും കുറ്റം പറയൂല എന്ന് തീരുമാനിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങി വെക്ക്. ഒരു നെയ്യത്തുനിന്ന് വെക്കുക. ഇപ്പം സമയം 9:15. നാളെ രാത്രി 9:15 വരെ ഞാൻ ആരെയും കുറ്റം പറയൂല. അപ്പം നിങ്ങൾക്ക് കിട്ടുന്ന ഒരു സന്തോഷവും ആ കുറ്റം കേൾക്കാത്ത ആൾ കിട്ടുന്ന സന്തോഷവും അവരുടെ ഒരു നന്മ പറയും. ഇപ്പം നാളെ നമ്മൾ കുറേ കുറ്റം പറയാനുണ്ടാവും. ചോറ് ഇങ്ങനെ കൊടുത്താൽ പോരായിരുന്നു, അന്നേരം ഞാൻ പറഞ്ഞതാണ് നെയ്ച്ചോറോ ബിരിയാണി ആക്കിയാൽ മതിയെന്ന്, ഇതിൻ്റെ ഇടയിൽ മഞ്ഞച്ചോറ് കൊണ്ടുവന്നിക്കുകയാണ്, സെക്രട്ടറിക്ക് വേറെന്താ മൂപ്പർക്ക് എന്തോ കാര്യം ഉണ്ടാവും. ഇങ്ങനെ പറഞ്ഞാൽ നമുക്കൊരു മനസ്സമാനം കിട്ടും. അതിന് പകരം സെക്രട്ടറിനെ വിളിച്ചിട്ട് ഉഷാറായി നിട്ടാ പരിപാടി ഉഗ്രനായി, ഇടയ്ക്ക് ഇങ്ങനെ നടത്തണ്ട്. അപ്പൊ സെക്രട്ടറിന്റെ മുഖത്ത് വിരിയുന്ന ഒരു സാധനം. നാസർഖാന്റെ കുടുംബക്കാരനായതുകൊണ്ട് പറയാൻ കേട്ടോ, പിന്നെ അഞ്ചൻ്റെ അളിയനാണ്. എൻ്റെ അഞ്ചൻ കല്യാണം കഴിച്ചിരിക്കുന്നത് കമ്മട്ടേരി എന്നാണ്. അതുകൊണ്ട് പറയല്ലോ കേട്ടോ, ഏത് സെക്രട്ടറിയോടായാലും പറയേണ്ട സാധനം പറയുന്നത്. ഭാര്യയോട് പറയാം, എടി കറി നല്ല കറിയൊക്കെ ആണ്, നിനക്ക് എല്ലാ കറിയും നല്ല കറിയാ വെക്കാൻ പറ്റുക, പക്ഷെ ഇന്നത്തെ കറിയിൽ എന്തോ ഒരു ഉപ്പ് കുറഞ്ഞു പോയിട്ടുണ്ട്. പിറ്റേന്നോള് ഉപ്പായിരിക്കും ആദ്യം എടുത്ത്. മക്കളോട് നീ ഒന്നും പഠിക്കാണ്ടല്ല, കാക്കൊല്ല പരീക്ഷയ്ക്ക് 10 മാർക്ക് കിട്ടിയില്ലേ, അങ്ങനെയാണ് നീ ഒന്ന് പഠിച്ചിരുന്നെങ്കിൽ എന്തോരം മാർക്ക് കിട്ടിയിരുന്നടാ എന്ന് പറയാം. അതിന് സൈക്കോളജി പറയുന്നത് ഇങ്ങനെ ആയാൽ നന്നാവുമായിരുന്നു എന്ന് പറയാം. കുറ്റം പറയാൻ എളുപ്പമാണ്, ഇങ്ങനെ ആയാലാണ് നല്ലത് എന്ന് പറയാൻ ഭയങ്കര പണിയാണ്. അതാണ് ബഷീറൻ വ നദീറ. ആദ്യം ഒരു നന്മ പറയുക, എന്നിട്ട് ഇങ്ങനെ ആയാൽ നന്നാവുമായിരുന്നു എന്ന് പറയും. ഇന്ന് മുതൽ നിങ്ങൾ അങ്ങനെ ഒരു ശീലം കൊണ്ടുവരിക. ഒരുപാട് ദിവസം ശീലം ഉണ്ടാക്കണം എന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ നടന്നോളൂല്ല. അതുകൊണ്ട് തൽക്കാലം നാളെ രാത്രി 9 മണി വരെ ആദ്യം ഒരു നന്മ പറഞ്ഞിട്ട് ഇങ്ങനെ ആയാൽ നന്നാവുമായിരുന്നു എന്ന് പറയാം. അത് പെണ്ണുങ്ങൾക്ക് നല്ലോണം അറിയാം. പപ്പടം വാങ്ങാൻ മക്കളെ പറഞ്ഞേക്കാൻ എങ്ങനെയാണെന്ന് അറിയോ? മോൻ നല്ല മോനല്ലേ, ഉമ്മാന്റെ പിന്നാര വാവയാണല്ലോ, മോൻ ഓടിപ്പോയി പപ്പടം വാങ്ങി വാ. ചക്കൻ ഓടിപ്പോയി പപ്പടം വാങ്ങി. അതേസമയം നിസ്കരിക്കാൻ പറയാം, ഒത്തിന്റെ മാതിരി നടന്നോ, നിസ്കരിക്കണമെന്നുള്ള വിചാരമില്ല, ഒന്നും കൊടുക്കണമെന്നില്ല, എന്തിനാ വെറുതെ മദ്രസയിൽ പറഞ്ഞത്, പോയി അങ്ങ് നിസ്കരിച്ചോട്. ഓൻ നിസ്കരിക്കൂല. അതിന് പകരം മോൻ നല്ല മോനല്ലേ, ഉമ്മാന്റെ നല്ല പുന്നാര മോനാ, മോൻ ഓടിപ്പോയി മഗ്‌രിബ് നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് വേണ്ടി ദ്വാരക്കട്ടോ. ഇങ്ങനെ പറഞ്ഞാൽ മക്കൾ നിസ്കരിക്കും. അതാണ് ബഷീറൻ വ നദീറ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് ഓക്സിറ്റോസിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ് മനുഷ്യന്മാർക്ക് അടുപ്പുണ്ടാക്കുക എന്ന് പറയുന്നത്. അതുണ്ടാക്കുന്നത് സ്പർശത്തിലൂടെയും പരിഗണനയിലൂടെയുമാണ്. നല്ല സ്പർശം കൊടുക്കണം. അതിനാണ് ഇസ്ലാം ദീൻ നമ്മളെ പഠിപ്പിച്ചത് മുസാഫഹത്ത് ചെയ്യണം. മക്കളെ ഉമ്മ വെക്കണം, മാതാപിതാക്കളെ ഉമ്മ വെക്കണം. വാപ്പാനിമ്മാനെയൊക്കെ നിങ്ങൾ ഉമ്മ വെച്ചിട്ട് എത്ര കാലമായി എന്ന് വെറുതെ ഒന്ന് ആലോചിച്ചു. സ്വന്തം വാപ്പാക്ക് ഒരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി. വയസ്സായ അമ്മക്ക് വയസ്സായ വാപ്പാക്ക് ആ ശരീരത്തിൽ ഇങ്ങനെ ഒഴിഞ്ഞൊരു വർത്തമാനം പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം കിട്ടും. അതിന് നമ്മുടെ നാട്ടിൽ പറയാം സോപ്പിടുക എന്നാണ്. സോപ്പിടൽ സൈക്കോളജിയാണ്. ആ തൊട്ട് തലോടിയിട്ട് 2 വർത്താനം പറയുമ്പോൾ എന്തൊരു സന്തോഷമായിരിക്കും അറിയോ. ആ ടച്ച് കിട്ടാനുള്ള ആഗ്രഹം ഒരു കുട്ടിക്ക് തുടങ്ങുന്നത് 3-ാമത്തെ വയസ്സ് തൊട്ടാണെന്നാണ്. അത് പ്രായം കൂടുന്തോറും കൂടിക്കൊണ്ടേയിരിക്കും.
2 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ചാൽ അവിടെ തുടച്ചളയും, ഇഷ്ടപ്പെട്ടില്ല. 3 വയസ്സായ കുട്ടിക്ക് ഉമ്മ വെച്ച് നോക്ക്, അവിടെ അങ്ങനെ അടുത്തേക്ക് നിൽക്കൂ, എന്നിട്ട് അടുത്തുമ്മ തരാൻ പറയും. സ്ത്രീകളോട് ചോദിച്ചു നോക്കിയാൽ അറിയാം, അവരോടും പിന്നെ കുഞ്ഞുങ്ങൾ 3 വയസ്സായ കുട്ടി ടച്ച് ചോദിച്ചു വരൂ, ഉമ്മ അന്നൊന്ന് എടുക്കുവോ, എന്നെ മടിയിൽ വെക്കുവോ, എന്നെ കെട്ടിപ്പിടിക്കുവോ, എന്നെ അണച്ചു വിട്ടുവോ, എൻ്റെ അടുത്ത് കിടക്കുവോ, അതൊക്കെ ടച്ച് ചോദിക്കുക. ഈ സമയത്ത് ഉമ്മ ടച്ച് കൊടുക്കൂല. അത്ര വലിയ നെന്നെ എടുക്കുക, പൊയ്ക്ക് അവിടെ നിന്ന് നഴ്സറി പിന്നെ എടുക്കാൻ പാടില്ല. കേരളത്തിലെ എഡ്യൂക്കേഷൻ റൂളാണ്, അമൻഡഡ് ബൈ ഉമ്മ. പുതിയൊരു റൂൾ ഉമ്മ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ കുട്ടി പല കോപ്രായം കാണിക്കും. അതിന് സൈക്കോളജി പറയുന്നത് അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ എന്നൊക്കെയാണ്. പക്ഷെ ഉമ്മ പറയുന്നത് 4-ാം വയസ്സിലെ നട്ടപ്രാന്ത്. കുട്ടിക്ക് ഉമ്മാന്റെ ടച്ച് കിട്ടാനുള്ള കളിയായത്. ആ സമയത്ത് ഉമ്മക്ക് ഭ്രാന്തിടും. എന്നിട്ട് പറയാം കുട്ടിക്ക് ആ ഭ്രാന്ത് നിന്നാ, കാരണം എനിക്ക് കുറ്റുണ്ടാവില്ലല്ലോ. എന്നിട്ട് കുട്ടിക്ക് പോയി ഒന്ന് പൊട്ടിച്ചു കൊടുക്കും, ടച്ച് കിട്ടിയല്ലോ, സമാധാനമായി. അതിന് പകരം ആ കുട്ടിയൊന്ന് ചേർത്ത് പിടിച്ച് ഒരു ഉമ്മ വെച്ചിരുന്നെങ്കിൽ ഭയങ്കര മാറ്റം ഉണ്ടാവുമായിരുന്നു. അതുകൊണ്ട് കുട്ടികളെ, രക്ഷിതാക്കളെ, മാതാപിതാക്കളെ ഒക്കെ മുസാഫത്ത് ചെയ്യണം. ഇന്ന് പെണ്ണുങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ പണ്ടത്തെ എല്ലാ ആൾക്കാരും ഒരു മുസാഫത്ത് ചെയ്തിട്ട് പോവുക, ആണുങ്ങളൊക്കെ പിരിഞ്ഞു പോകുമ്പോൾ ഒരു മുസാഫത്ത് ചെയ്ത് പോവുക. നല്ല സുന്നത്താ. നബി തിരുമേനിയുടെ ഒരു ഓർമ്മ ദിവസം തൊട്ട് നമ്മൾ ആ ഒരു സുന്നത്ത് പാലിച്ചു തുടങ്ങി. അതാ ഈ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മികച്ച വെൽക്കം സ്റ്റൈൽ എന്ന് വിശേഷിപ്പിച്ച ഒരു സാധനം മുസാഫത്ത്. അതായത് കൈ കൊടുക്കുമ്പോൾ പോലും 2 കൈ കൊണ്ട് പിടിക്കണമെന്നാണ്. 2 കൈ കൊണ്ട് പിടിച്ചിട്ടാണ് കൈ കൊടുക്കേണ്ടത്. ഇത് കെട്ടിപ്പിടിക്കുന്നതിന് മുന്നാക്കാത്തൊന്നാ പറയുന്നത്. അറബികളുടേതാണ് ലോകത്തിൽ ഏറ്റവും വെൽക്കം സ്റ്റൈൽ എന്നാണ് ഇംഗ്ലീഷുകാർ പോലും പറയുന്നത്. ഇംഗ്ലീഷുകാരിലൊരു ടച്ച് ഉണ്ട്, മലയാളിൻ്റെ മാത്രമാണ് എന്നെ തുടരുതേ നമസ്കാരം. നമ്മൾക്ക് ഈ നായർ സ്വഭാവം ഉണ്ടാകുന്നത് കൊണ്ടാണ് മുസാഫത്ത് ചെയ്യാൻ പറ്റാത്തത്. നമ്മളുടെ ഉള്ളിൽ എവിടെ നായത്തരം ഉണ്ടാവുക. മലയാളിയുടെ സംസ്കാരം കയറി വരും, ഒരുപാട് കാര്യത്തിലുണ്ട്. ഈ താലിമാല വന്നത് ഈ നായത്തരം കൊണ്ടാണ്. മെഹർ സ്വർണ്ണച്ചേനാണ് എന്ന് ലോകത്ത് ഒരു മുസ്ലിങ്ങളും വിശ്വസിക്കുന്നില്ല. മലയാളികൾ അതും ചെയ്യുന്നു, കാരണം നായന്മാരുടെ സ്വഭാവം താലിമാല. നമ്മളതിൻ്റെ സംസ്കാരത്തെ അറിയാതെ സ്വീകരിച്ചു പോയതാണ്. അതേപോലൊരു സാധനം. അതുകൊണ്ട് മുസാഫ ടച്ച് ചെയ്യുക, മക്കൾക്കൊക്കെ നല്ല ടച്ച് കൊടുക്കുക. പ്രായം കൂടുന്തോറും കൂടുതൽ കൊടുക്കണം എന്നാണ്. അതുകൊണ്ട് മുതിർന്ന കുട്ടികൾക്ക് ഇന്ന് മുതൽ ഉമ്മ വെക്കാൻ തുടങ്ങുക. എന്നിട്ട് അവരോടൊരു കാര്യം പറഞ്ഞാൽ അവരതനുസരിക്കും. 3-ാമത്തേത് സൈക്കോളജി പറഞ്ഞത് സെറോട്ടോണിൻ എന്ന് പറയുന്നൊരു ഹോർമോണിനെ കുറിച്ചാണ്. കൂട്ടം കൂടുമ്പം കിട്ടുന്ന സന്തോഷം. കൂട്ടം കൂടുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതാണ് സമ്മേളനത്തിന് പോകുമ്പോൾ, നബിദിനത്തിന് പോകുമ്പോൾ, കല്യാണത്തിന് പോകുമ്പോൾ ഒക്കെ മനുഷ്യന്മാർക്ക് സന്തോഷം കിട്ടുന്നത്. അതുകൊണ്ട് ജമാഅത്തായിട്ടാണ് എല്ലാ കാര്യവും നമ്മൾ ചെയ്യേണ്ടത്. ജമാഅത്തായിട്ട് ചെയ്യണം. ഒരു നിസ്കാരം മഗ്രിബ് ഒരാൾ നിസ്കരിക്കുമ്പോൾ ഒറ്റക്ക് നിസ്കരിക്കുന്നതിൻ്റെ 27 ഇരട്ടിയാണ് ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ. എന്ത് നല്ലൊരു കൂലിയാന്ന് ആലോചിച്ച് വെക്കുക. ഗൾഫിലൊക്കെ ജീവിച്ചവർക്ക് അറിയാം, അവരുടെ വാട്സപ്പിൽ ഇങ്ങനെ ഇത് വരും, ഇന്ന് കാരിഫോർ സൂപ്പർ മാർക്കറ്റിൽ ഓഫർ ഉണ്ട്, ഗെറ്റ് 1 ബൈ 1. ഓടിച്ചെല്ലണം. ഒരു റിയാലിന് കോക്കറോട്സ് കിട്ടും, ഓടിച്ചെല്ലണം. 1 വാങ്ങിയാൽ 1 ഫ്രീ എന്ന് പറഞ്ഞാൽ ആൾക്കാർ അങ്ങോട്ട് ഓടും. ഇപ്പം ലുലു മാളിലേക്ക് എല്ലാവരും ഓടുന്നത്, അവിടെ ഓഫർ ഉണ്ട്, ലുലു മാൾ കാണാൻ പോവുക. അതൊരു എക്സിബിഷനായി മാറിയിട്ടുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുക നമ്മളുടെ അവസ്ഥ. അതേപോലെ പഠിച്ചോൻ പറയാണ്, ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ 27 മഗ്രിബ് ഫ്രീ. എമ്മാരി ഓഫറാ, ബൈ 1 ഗെറ്റ് 27. അതിനൊരു ഈമാൻ ഉറച്ചില്ല. വീട്ടിലൊരു ജമാഅത്ത് കൊണ്ടുവരണോ? ഉമ്മ ഇമാമുക്കുക, മക്കളെല്ലാം ബാക്കിൽ ഇങ്ങനെ. 12 വയസ്സായ ആൺകുട്ടികൾ മുന്നിലുണ്ടെങ്കിൽ ഉസ്താദുമാർ ഓലൊക്കെ നല്ലോണം നിസ്കരിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓല് മുന്നിൽ ഇമാമായി നിൽക്കുക, ഉമ്മയും പെങ്ങന്മാരൊക്കെ ബാക്കിൽ മൗമൂമ്. ഒരു മഗ്രിബ് നിസ്കരിച്ചാൽ 27 മഗ്രിബ് ഫ്രീ. അങ്ങനെ ചെയ്താൽ അതിന് സൈക്കോളജി പറയുന്നത് പ്രധാനമായും 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ പ്രവർത്തിക്കാൻ പ്രേരിപ്പിക്കുക എന്നാണ്. 1 പരിഗണന, 2 അംഗീകാരം, 3 കൂട്ടായ്മ. ആ 3 കാര്യം ഞാനീ പറഞ്ഞത്. ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ എന്നാ പറയുന്നത്. ഒരൊറ്റ കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി. 12 വയസ്സിൻ്റെ മുൻപേ, അതായത് 6 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അവർക്ക് നിസ്കരിക്കാനാണോ നോമ്പെടുക്കാനാണോ കൂടുതൽ ഇഷ്ടം? നിങ്ങളൊക്കെ വീട്ടിൽ ഏതാ ഇഷ്ടം? നിസ്കരിക്കാനാണോ നോമ്പെടുക്കാനാണോ ഇഷ്ടം? 6 വയസ്സിൻ്റെയും 12 വയസ്സിൻ്റെ ഇടയിലുള്ള കുട്ടികൾക്ക് നിങ്ങൾക്കൊന്നൊരു ഇഷ്ടമില്ലേ? നിങ്ങളൊക്കെ ഉറങ്ങിപ്പോയോ? നോമ്പെടുക്കാൻ അല്ലേ? അതിൽ എളുപ്പമുള്ള പണി നോമ്പെടുക്കലാണോ നിസ്കരിക്കലാണോ? നിസ്കരിക്കലല്ലേ? അപ്പൊ എളുപ്പമുള്ള പണി ഒഴിവാക്കി കടുപ്പുള്ള പണി എന്തുകൊണ്ടായി കുട്ടിയെടുക്കുന്നത് ഒറ്റ തവണ ആലോചിച്ച് നോക്കിയത്. 1, നോമ്പിന് എല്ലാവരും കൂടി നട്ടപ്പാതിൽ കെണീറ്റ് ഒരുമിച്ച ചോറ് തിന്ന.
ആ പരിപ്പും സ്രാവിൻ്റെ പൊരിച്ച മീനും എല്ലാം കൂടെ കൂട്ടി മോരും, അതൊക്കെ എന്തോ ഭയങ്കര ഫറലാണ്, സുന്നത്തും അല്ല. ഈ സ്രാവും മോരും ഒന്നും ഇല്ലെങ്കിൽ നോമ്പ് ഇറങ്ങൂല എന്നുള്ള കൊല നമ്മുടെ നാട്ടിൽ. ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് തിന്നുമ്പോൾ അക്കൂട്ടത്തിൽ ഓനും കൂടാൻ വേണ്ടിയിട്ട് എന്നെ വിളിക്കണേ എന്ന് പറയുന്നത്. നോമ്പ് തുറക്കുമ്പോൾ നോമ്പ് നോറ്റാലേ കൂട്ടത്തിൽ കൂടി നോമ്പ് തുറക്കാം. നോമ്പങ്ങാൻ നോറ്റില്ലെങ്കിൽ നോമ്പൊക്കെ നോറ്റാൽ തോന്നിട്ട് വന്നാൽ മതി, പോയിക്കോ അവിടെ അതിൻ്റെ തിരക്കൂട്ടം വന്നിക്കുക, ഓനാണ് തിരക്ക്, നോമ്പ് വിൽക്കാത്തവർക്ക് അപ്പം തിരക്കെന്ന് പറഞ്ഞിട്ട് ഇവനെ പുറത്താക്കും. അപ്പൊ കൂട്ടം കൂടണമെങ്കിൽ നോമ്പ് നോൽക്കണം. 2, നോമ്പ് നോറ്റാൽ ഉമ്മാന്റെ ഒരു പരിഗണന ഭീകര. അമ്മോ കുറച്ചുകൂടി അവിടെ കിടന്നോളി, വെയിലുള്ളാൻ പോകണ്ട, ദാഹിക്കൂലേ, പെരുമ്പെയിലല്ലേ തന്നെ, കുറച്ചു നേരം അങ്ങനെ നിന്നോളി, ഒന്നുകൂടി ഉറങ്ങിക്കാളാ, ഉറങ്ങാൻ പറ്റുമോ നോക്ക്. എന്തൊരു പരിഗണന. നോമ്പ് തുറക്കുമ്പോ ജ്യൂസ് കുറച്ചുകൂടി കുടിച്ചോ, ഒരു പൊരിച്ച മീനും കൂടെ തിന്നോ, ഒടുക്കത്തെ പരിഗണന. നോമ്പങ്ങാൻ നോറ്റില്ലെങ്കിലോ പോത്തന്നെ മാറി കിടന്നുറങ്ങാം. എനിക്ക് ചായ പറഞ്ഞിട്ടാണ് എനിക്കിനെ പണിക്കുവാനും, ഇങ്ങനെ ഉണ്ടൊരു സാധനം. നോമ്പൊന്നും നോൽക്കൂല, 4 ചാട്ടം. നോമ്പ് തുറക്കുമ്പോൾ എന്തെങ്കിലും ജ്യൂസ് എടുത്ത് കുടിച്ചാൽ ഉള്ള ജ്യൂസൊക്കെ കുടിച്ച് തീർക്കാനായിട്ട് വന്നിക്ക. ഇപ്പോ അവഗണനായിരിക്കും. 3ാമത്തേത് ഒടുക്കത്തെ അംഗീകാര. ഇവനെ 8 നോറ്റിട്ടാ, ആകെ 10 നോമ്പായിട്ടുള്ളൂ, 2 അവൻ ഒഴിച്ചുള്ളൂ. അപ്പിച്ച് ഇവന് സക്കാത്തിന്റെ പൈസ കൊടുക്കണേ, എല്ലാം നോമ്പും നോറ്റിട്ടോ. ഈ പറഞ്ഞ 3 നിസ്കാരത്തിൽ ആരെങ്കിലും ചെയ്യാറുണ്ടോ? ഓൻ എല്ലാ ഭാഗത്തും നിസ്കരിച്ചതല്ലേ, ഒരു പൊരിച്ച മീൻ അധികം, അങ്ങനെ ഒരൊറ്റ ഡയലോഗ് ഉമ്മ പറയാറുണ്ടോ? അഥവാ ഓൻ പറയാ ഞാൻ 5 വക്ത് നിസ്കരിച്ചിട്ടോ തന്നെ, നിസ്കരിച്ചോ, ചെലുത്താൻ കൂടി ഉണ്ടാവും. തല തിരിച്ചാ പറയാ, പരിഗണന കൊടുക്കൂല. വാ മോനെ നമുക്ക് നിസ്കരിക്കാമെന്ന് പറഞ്ഞ് കൂട്ടായ്മ കൊടുക്കൂല, പോയി നിസ്കരിക്കുക. അങ്ങനല്ല പറയണ്ടേ, വാ മോനെ നമുക്ക് നിസ്കരിക്കാം. പള്ളി അടുത്തുള്ളവര്, ഇക്കാമത്ത് കേൾക്കുന്ന സ്ഥലത്തുള്ള ആൾക്കാരാണെങ്കിൽ വാപ്പ മോനെയും കൂട്ടിയിട്ട് പള്ളിയിലേക്ക് നടക്കുക. അല്ലെങ്കിൽ വാപ്പ വീട്ടിൽ ഇമാമായി നിൽക്കുക, മക്കളൊക്കെ മൗമായിട്ട് ഇങ്ങനെ പുറകിൽ നിൽക്കുക. വാ മോനെ നമുക്ക് നിസ്കരിക്കാന്ന് പറയാ. എന്നിട്ട് നിസ്കരിച്ചില്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ മക്കൾ ചെയ്യാത്ത കാര്യങ്ങളെ കുറ്റം പറയുമ്പോൾ നമ്മൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ആലോചിച്ചാൽ മതി. 4ാമത്തേത്, കുടുംബത്തിൽ സന്തോഷമുണ്ടാകണമെങ്കിൽ പരസ്പരം തമാശകൾ പറയണമെന്നാണ്. സുന്നത്ത തമാശ പറയലും, ഭാര്യയോട് തമാശ പറയലും സുന്നത്ത. ഇത് ഭാര്യയെ കാണുമ്പോൾ ഇങ്ങനെ കണ്ണിട്ടേണ്ട കാര്യമൊന്നുമില്ല, അത് നായന്മാരുടെ സ്വഭാവമാണ്. കാരണം സ്ത്രീകൾ അത്രയും ബഹുമാനിക്കേണ്ട മതം ഇസ്ലാം മതം. രാവിലെ പെണ്ണുങ്ങൾ കേൾക്കുണ്ടാവും, നിങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയാൽ ചിലപ്പോൾ പണി കിട്ടും. എന്നാലും ഞാൻ പറയാം, രാവിലെ ഭർത്താവ് എണീറ്റിട്ട് ഭാര്യ ഉണർത്തി ചോദിക്കണം, എടി നിനക്കിന്നെന്ത് ഭക്ഷണമൊക്കെയാണ് വേണ്ടത്, അതിനുള്ളതെല്ലാം ഇവിടെ ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തിയിട്ടേ ആ വീട്ടിൽ നിന്ന് ഇറങ്ങാവൂ. ഉസ്താദുമാരത് പറയൂല, കാരണം ഓലും പെണ്ണിട്ടിയും കൊണ്ടാണ്. അല്ലാണ്ട് നായന്മാരമാര് നിനക്ക് ഞാൻ ഭക്ഷണം വെച്ച് തന്നോളാം. നായന്മാരുടെ കല്യാണത്തിന് ഇങ്ങനെ കൈ പിടിച്ചിട്ട് പോകുമ്പോൾ അങ്ങനെ പറയാ, ഞാൻ നിന്റെ ഭർത്താവായി സ്വീകരിച്ചിരിക്കുന്നു, ഞാൻ നിനക്ക് വേണ്ട ഭക്ഷണം ഉണ്ടാക്കി തന്നോളാം, ഞാൻ നിന്റെ വസ്ത്രം അലക്കി തന്നോളാം. അങ്ങനെ ഏതെങ്കിലും നിക്കാഹ് പറയാറുണ്ടോ? നിക്കാഹ് പറയാറെന്താണെന്നറിയോ? ഇണയായും തുണയാക്കിയും തന്നിരിക്കുന്നു എന്നാ. അധികാരമല്ല, ഇണയാക്കണം, തുണയാക്കണം, കൂടെ നിർത്തണം. സ്വഹാബത്ത് എന്ന് പറയുന്നത് പോലെ സഖിയായി മാറണം ഭാര്യ, സഖാവായി മാറണം ഭർത്താവ്. അപ്പോഴാണ് നല്ല കുടുംബ ബന്ധം ഉണ്ടാവുക. നമ്മളിതെല്ലാം കൂടി കലർന്നു പോയതാണ് നമ്മളിലേക്ക്. ദീനിന്റെ പഠനം കുറഞ്ഞു പോയതുകൊണ്ട് നമ്മൾ സംഭവിക്കുന്നത്. അതുകൊണ്ട് നല്ല ബഹുമാനം ഭാര്യക്കും ഭർത്താവിനും കൊടുക്കണം. ഭർത്താവ് ഭാര്യക്കും കൊടുക്കണം, ഭാര്യ ഭർത്താവിനും കൊടുക്കണം. അപ്പോഴാണ് ഇണയും തുണയാവുള്ളൂ. ഇത് നിങ്ങളെ കെട്ടിയതോടെ തീർന്നു. എല്ലാ ഭാര്യമാരും പറയുന്ന വാത്തിലായി പോവും. നിങ്ങളെ കെട്ടിയതോടെ തീർന്നു എന്ന് പറഞ്ഞൊരിതില്ലേ, പിന്നെ അങ്ങോട്ട് ഭാര്യ ഇല്ലാതായി പോവും, ഭർത്താവ് ഇല്ലാതായി പോവും. നല്ല സൂക്ഷ്മത കാണിക്കേണ്ട ഡയലോഗ് അതൊക്കെ. വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ പുറത്ത് പോവും നമ്മൾ, അല്ലേ? അങ്ങനെ കുറ്റം പറയേണ്ട ഒരു സാധനമല്ല ഇത്. പകരം പരസ്പരം തമാശ പറയണം. ഈ ആയിഷ റളിയല്ലാഹു അൻഹായും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും കൂടി ഭക്ഷണം കഴിച്ചിരിക്കുന്ന സമയത്ത് പേരക്കുട്ടികൾ അടുത്തുണ്ടത്രേ. അപ്പം നബി കുറേ ഭക്ഷണ സാധനങ്ങളുടെ എല്ലും മുള്ളൊക്കെ ഇങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ നേരെ നീക്കി വെച്ചു. അവൻ നബിൻ്റെ മുമ്പിൽ എല്ലും മുള്ളൊന്നുമില്ല, ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ കുറേ എല്ലും മുള്ളും. എന്നിട്ട് മക്കളെ തോണ്ടിയിട്ട്, പേരമക്കളെ തോണ്ടിയിട്ട് പറഞ്ഞെടുത്ത്, ഉമ്മ ഒടുക്കത്തെ തീറ്റാട്ടോ. ആയിഷ അല്ല ഉമ്മാന്നാണ് വിളിച്ചാറല്ല, ആയിഷ റളിയല്ലാഹു മക്കളല്ലല്ലോ, ഖദീജ ബീവിയിലാണ് മക്കളുണ്ടായിരുന്നത്. പിന്നെ ഈ എന്താ പറഞ്ഞതെന്ന് കറക്റ്റ് എനിക്ക് പറയാം. ഉമ്മാന്ന് തന്നെ തൽക്കാൻ കൂട്ടാ, ഒടുക്കത്തെ തീറ്റയാട്ടോ.
അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു പറഞ്ഞത്രേ, ഉപ്പ എല്ലും കൂടെ തിന്നുന്നാ തോന്നുന്നത്. എന്നിട്ട് എല്ലാവരും കൂടെ ചിരിച്ചു. എന്തിനായിരിക്കും അങ്ങനെ ഒരു സന്ദർഭം റസൂലുള്ളാഹി ഉണ്ടാക്കിയത്? ഭാര്യയും ഭർത്താവും മക്കളും ഒക്കെ ഇരുന്ന് തമാശ പറയണമെന്ന് കാണിക്കാനാണ്. ഇതൊക്കെ സുന്നത്താ. ഇതാണ് നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടത്. അതിനാണ് ഇത്തരത്തിലുള്ള നബിദിനങ്ങൾ ഓർപ്പിക്കേണ്ടത് എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മനുഷ്യന് 3 പിതാവും 2 മാതാവും ഉണ്ട് എന്നാണ് അറേബ്യൻ സംസ്കാരം അഥവാ ഇസ്ലാമിക സംസ്കാരം പറയുന്നത്. ഒന്ന് ശരീരത്തിൻ്റെ പിതാവ്, ജന്മം നൽകിയ പിതാവ്. 2 ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ പിതാവ്. 3 അറിവിൻ്റെ പിതാവ്. അത് ശ്രേഷ്ഠനായ പിതാവാണ് അത്രേ അറിവിൻ്റെ പിതാവ്. ഖൈറുൻ ആബാ എന്നാണ് ടീച്ചറെ, ഉസ്താദിനെ വിളിക്കുന്ന പേര്. കാരണം പിതാവ് ആരാണ് എന്ന് നമ്മളെ പഠിപ്പിച്ചത് അറിവിൻ്റെ പിതാവാണ്. ഈ 3 പേർക്കും തുല്യ പദവി കൊടുക്കണമെന്നാണ്. അതേപോലെ 2 മാതാവുണ്ട്. ഒന്ന് ജന്മം നൽകിയ മാതാവ്, 2 ഭാര്യയുടെയോ ഭർത്താവിൻ്റെയോ മാതാവ്. അപ്പം നമ്മളുടെ മാതാവിൻ്റെ അതേ പദവിയുള്ള വേറൊരു മാതാവാണ് ഭാര്യയുടെ മാതാവ്. അതുകൊണ്ട് ഭാര്യയുടെ മാതാവിനെ ഞാൻ തൊട്ടാൽ ഒളു മുറിയൂല. എൻ്റെ പിതാവിന് എൻ്റെ ഭാര്യ തൊട്ടാൽ ഒളു മുറിയൂല. കാരണം അത് തുല്യ പദവിയാണ്. ഇനി ഞാൻ എൻ്റെ ഭാര്യ ഒഴിവാക്കിയെന്ന് വിചാരിക്കുക, എന്നാലും ആ മാതാവ് തന്നെയാ. മാതാവിന് മൊഴിയെല്ലാം പറ്റൂല, ഭാര്യയെ മൊഴിയെല്ലാം പറ്റും. അതൊരു വല്ലാത്ത ഫിലോസഫിയും സൈക്കോളജിയും സോഷ്യോളജിയും എല്ലാം അടങ്ങിയ ഒരു സംസ്കാരം. കാരണം എൻ്റെ ഉമ്മയെ പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഭാര്യയെ ഉമ്മയെ പരിഗണിക്കേണ്ടത്. അല്ലാണ്ട് എൻ്റെ അമ്മ അങ്ങനെയാണ്, എൻ്റെ അമ്മ അങ്ങനെ ഒരു അമ്മയില്ല. എൻ്റെ അമ്മ അല്ല, എൻ്റെ ഉമ്മയാണ് 2 ഉമ്മയും. അങ്ങനെ എൻ്റെ വാപ്പ എന്ന് പറഞ്ഞൊരു വാപ്പ ഓക്കില്ല, നമ്മളുടെ വാപ്പയാണുള്ളത്. അത് നല്ല പോലെ കരുതണം. മിക്കവാറും സ്ത്രീകളുടെ ഒരു വർത്താനാണ് സ്വന്തം അമ്മ ഭർത്താവിൻ്റെ അമ്മ തള്ള. അങ്ങനെ ആവരുത്. അങ്ങനെ തള്ളയാവുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഉമ്മാക്ക് സ്വന്തം മോള് മരുമോള് വന്നു കയറിയോള്. അത് വല്ലാത്തൊരു വാക്കാ, വന്നു കയറിയത്. കാരണം ഓളെ വീട്ടിൽ നിൽക്കുമ്പോൾ ഓളമ്മ പറയുന്ന ഡയലോഗ്, നീ ആരാൻ്റെ വീട്ടിൽ പോയി നിൽക്കേണ്ടതാ. ശരി, ആരാൻ്റെ വീട്ടിൽ ചെന്നാലോ ഇവിടെ വന്നു കയറിയതാ. പിന്നെ ഇവിടെ അങ്ങോട്ടാ പോവുക? ഓളെ പോരെയില്ല, ഇവിടുത്തെ പോരെയില്ല. അതുകൊണ്ട് ഇത് വന്നു കയറിയതല്ല, ഇവിടത്തെ മോളാണ് ഈ മോള്. പെരുന്നാളിൻ്റെ അന്ന് മരോള് ഇവിടെ ഉണ്ട്. അപ്പൊ ഉമ്മാൻ്റെ ഒരു ഡയലോഗാ, മോള് ഇത്രയും നേരമായിട്ട് വന്നില്ല, ആ തള്ള വിട്ടിണ്ടാവൂല, അതുകൊണ്ടായിക്കോ. അപ്പോ അത് കേട്ടപ്പോ ഇവിടുത്തെ മരോള്, ഉമ്മ എന്നാ ഞാൻ പോട്ടെ, കേട്ടു പോകാന് ഓലൊക്കെ ഇവിടെ വരുന്നില്ലേ, അന്നേരം ഇങ്ങോട്ടാ പോകുന്നത്. അപ്പൊ ഇത്തള്ളയോ? അത് നമ്മൾ മറന്നുപോവുക. അതേപോലെ അവിടെ കാത്തിരിക്കുന്ന ഒരു മോളുണ്ട് എന്ന് ഉമ്മയും മനസ്സിലാക്കണം. അതുകൊണ്ട് ഉമ്മാന്റെ മോളേക്കാൾ നല്ല മോളായിരിക്കണം മരുമോളെ കാണണ്ടി. അല്ലെങ്കിൽ ദീന്ന് പുറത്തേക്ക് പോകും, പിന്നെ നിൽക്കിച്ചിട്ട് കാര്യമില്ല എന്നർത്ഥം. ഉമ്മാനേക്കാൾ നല്ല അമ്മായിട്ടാണ് സ്വന്തം ഉമ്മാനെ കണ്ടി. എന്നിട്ട് ഈ കുട്ടികൾക്ക് എങ്ങനെയാണ് ഉമ്മാനെയും ഉപ്പാനെയും ഒക്കെ പരിചരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കുക. ഇസ്ലാം ദീനിലെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രത്യേകം തരുന്നത്, മുസ്ലിങ്ങൾക്ക് ധാരാളം മതസ്ഥാപനങ്ങളുണ്ട്. ഒരുപാട് യത്തീം ഖാനകളുണ്ട്. എൻ്റെ നാട്ടിൽ 12 വാക്കുകളുള്ള ഒരു വാപ്പ പറയാ, ഇന്നിപ്പോൾ ആരോ കൊന്നാളോ എന്നാ പേടി, യത്തീം മക്കളെ കിട്ടാഞ്ഞിട്ട്. വാപ്പ വരച്ചാലേ യത്തീം മക്കളുണ്ടാവും. ആ അവസ്ഥയിലേക്ക് യത്തീം ഖാനയായി. പക്ഷെ മുസ്ലിങ്ങൾ നടത്തുന്ന ഒരൊറ്റ വൃദ്ധസദനം പോലും ഇല്ല. എന്തുകൊണ്ടായിരിക്കും? വാപ്പാൻ്റെയും ഉമ്മാൻ്റെയും പ്രാധാന്യം നമ്മൾ കുട്ടിക്കാലം മുതലേ പഠിക്കുന്നുണ്ട്. ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഓണത്തിനെങ്കിലും മക്കൾ വരുമെന്ന് വിചാരിച്ച് വിളിക്കാൻ വൃദ്ധസദനത്തിൽ കാത്തിരുന്ന ഒരു അച്ഛൻ്റെ വീഡിയോ കണ്ടപ്പോൾ കണ്ണിൽ വെള്ളം നിറഞ്ഞു. ഒരു ഓണത്തെ പോലും മക്കള് അച്ഛൻ ഇവിടെ വന്നൊരു സദ്യ കഴിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിക്കുന്നില്ല. ഒരു വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി ആഘോഷിക്കുമ്പോൾ അച്ഛൻ അപ്പോഴും വൃദ്ധസദനത്തിൽ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷ കാത്തിരിക്കുക. ആരാണ് ഈ വരുമായിരിക്കുമെന്ന് പ്രതീക്ഷ കാത്തിരിക്കുന്നത്? സ്വന്തം ജീവിതം മുഴുവനും വേണ്ട എന്ന് വെച്ചിട്ട് മക്കൾക്ക് വേണ്ടി ജീവിച്ച മനുഷ്യൻ.
അല്ലേ? ഞാനൊക്കെ എപ്പോഴും പറയാറുണ്ട്, എൻ്റെ വാപ്പാക്കൊന്നും ഞാൻ തിരിച്ചൊന്നും കൊടുക്കാൻ എനിക്ക് പറ്റിയില്ല. എൻ്റെ വാപ്പ ഒരു റേഷൻ കടയിലെ റൈറ്ററാണ്. 500 രൂപയായിരുന്നു ഉപ്പാൻ്റെ ഒരാഴ്ചയിലെ വരുമാനം. ആ 500 രൂപ കൊണ്ടാണ് വാപ്പ എന്നെ എമ്മഡ് വരെ പഠിപ്പിച്ചത്. എൻ്റെ 2 പെങ്ങന്മാരെയും കെട്ടിച്ചയച്ച്. അതിൻ്റെ ഇടയിൽ വാപ്പ ജീവിച്ചില്ലായിരുന്നു. ഒരു ഹോട്ടലിൽ നിന്ന് ഒരു ചായ പോലും വാപ്പ കുടിക്കൂല. അത് 7 രൂപ ലാഭിക്കാനാണെന്നായിരുന്നു വാപ്പെന്ന് പറഞ്ഞ തമാശ. പക്ഷെ ആ തമാശ ആയിരുന്നില്ല. ഞങ്ങളെയൊക്കെ പോറ്റണമെങ്കിൽ വാപ്പ ചായ കുടിക്കാതെ തന്നെ ഉണ്ടാക്കണം എന്നത് ഞാനൊരു വാപ്പയായപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. നമ്മളൊക്കെ അനുഭവിക്കുന്ന സൗകര്യങ്ങളൊന്നും നമ്മളുടെ വാപ്പാർ അനുഭവിച്ചിട്ടില്ല. ഒരു നല്ല കക്കൂസ് അന്നുണ്ടായിരുന്നു, ഒരു നല്ല ഭക്ഷണം അവർ കഴിച്ചിരുന്നു, ഒരു തേങ്ങാച്ചോറ് പോലും പെരുന്നാളിന് മാത്രം കഴിച്ചിരുന്ന, എപ്പോഴും ചേമ്പും കറിയും പൂളയും മാത്രം തിന്നാൻ പറ്റിയിരുന്ന, ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങളൊന്നും അറിയാത്ത, നമ്മൾ സഞ്ചരിക്കുന്നത് പോലുള്ള വാഹനത്തിൽ കയറാത്ത, നമ്മൾ കാണാത്ത, ലോകം കാണാത്ത മനുഷ്യൻ നമുക്ക് വേണ്ടിയാണ് ജീവിച്ചത്. പാപ്പ മരിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഉമ്മ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പറയാം, അമ്മ പാപ്പിച്ച് കിടക്കുമ്പോൾ എപ്പോഴും ദ്വാ ചെയ്യാറ് മോനെ ബുദ്ധിമുട്ടിക്കാതെ മരിപ്പിക്കണേന്നായിരുന്നു. ആ പ്രാർത്ഥന പഠിച്ചോൻ കേട്ടെന്ന് തോന്നുന്നു. അതായിരിക്കും വാപ്പിച്ച് കിടന്നു പോകാതെ മരിച്ചത്. എനിക്ക് കണ്ണിൽ വെള്ളം നിറഞ്ഞു. മരിക്കാൻ കിടക്കുമ്പോൾ പോലും വാപ്പ പ്രാർത്ഥിക്കുന്നത് എൻ്റെ മോനൊരു ബുദ്ധിമുട്ടുണ്ടാവരുത് എന്ന്. അത് നമുക്ക് മനസ്സിലാകുന്നത് നമുക്ക് മക്കളുണ്ടായപ്പോഴാണ്. മക്കൾ സന്തോഷിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളാ വാപ്പ. നമ്മളെ വാപ്പ അങ്ങനെയാണ് പ്രാർത്ഥിച്ച്. ആ വാപ്പ സന്തോഷിക്കണേന്ന് നമ്മളെ മക്കൾ വിചാരിക്കുന്നില്ലെങ്കിൽ പിന്നെ നമ്മളൊക്കെ മക്കളെന്ന് വിളിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എത്ര കാലമൊക്കെയാണ് വാപ്പ നമ്മളോടൊപ്പം ഉണ്ടാവുക എന്ന് പഠിച്ചോനെ അറിയുള്ളൂ. ആ വാപ്പാനെ സന്തോഷിപ്പിക്കാൻ കിട്ടുന്ന സന്ദർഭങ്ങളിലൊക്കെ സന്തോഷിപ്പിക്കുക. അതിനൊന്നും ഒരു വലിയ മുടക്കേയില്ല. വാപ്പാനോട് 2 അഭിപ്രായം ചോദിക്കുക, വാപ്പാൻ്റെ അടുത്ത് കുറച്ചേരി ഇരിക്കുക, വാപ്പാനൊന്ന് തലോടി കൊടുക്കുക, വാപ്പാൻ്റെ മരുന്നോ ഗുളികയോ ഒന്ന് എടുത്ത് കൈ പിടിച്ചു കൊടുക്കുക, ഡോക്ടറെ അടുത്തൊക്കെ കൊണ്ടുപോകണമെന്ന് പറയുമ്പോൾ ഒന്ന് കൊണ്ടുപോവുക. നമുക്ക് എല്ലാ പണിയും വാപ്പാൻ്റെ ജീവിതത്തിൽ എല്ലാ നല്ല സന്ദർഭങ്ങളും ഒഴിവാക്കിയിട്ടാ വാപ്പ മക്കൾക്ക് വേണ്ടി ജീവിച്ച്. അങ്ങനെ മക്കളുടെ ജീവിതത്തിലെ സന്ദർഭങ്ങൾ മാറ്റിവെക്കാൻ ഒരു ചെറിയ സമയം നമ്മൾ കാണും. അതേപോലെയാണ് ഉമ്മാൻ്റെ കാര്യം. നമ്മൾ എന്നുള്ള വിചാരം നമ്മളൊക്കെ ഈ സ്ത്രീകളൊക്കെ ആലോചിച്ച് നോക്ക്. ഒരു കുഞ്ഞ് വയറ്റിൽ ഗർഭം ധരിക്കുന്ന സമയത്ത് ആദ്യത്തെ 3 മാസം ഛർദിയോട് ഛർദിയാണ്. മക്കളും കൂടെ കേൾക്കേണ്ടതാണ്. ഛർദിയോട് ഛർദി ആദ്യത്തെ 3 മാസം. ഛർദിക്കുമ്പോൾ വേച്ച് നടന്നു പോയിട്ട് പിന്നെയും വെള്ളം എടുത്ത് കുടിക്കും. അപ്പോൾ വാപ്പ വെച്ചു, എന്തിനാണ് ഇങ്ങനെ വെള്ളം കുടിക്കുന്നത്? വെള്ളം കുടിച്ചിട്ടല്ലേ ഛർദിക്കുന്നത്? അത് കേട്ടപ്പോൾ അമ്മ പറഞ്ഞൊരു ഡയലോഗുണ്ട്, മക്കളെ, എൻ്റെ വയറ്റിലുള്ള കുഞ്ഞിനൊന്നും പറ്റാതെക്കാനാ ഞാൻ ഈ വെള്ളം കുടിക്കുന്നത്. നമ്മളൊരു കുഞ്ഞായിട്ടില്ല, ഒരു മനുഷ്യരൂപം വന്നിട്ടില്ല, ഫീറ്റൽ എന്ന് സയൻസ് വിളിക്കുന്ന പോലെ അവസ്ഥ എത്തിയിട്ടില്ല. അന്ന് മുതൽ നമ്മളെ സ്നേഹിക്കുന്ന ആളുകളാണ് ഉമ്മ. ഈ പ്രാവശ്യത്തെ ഗസ യുദ്ധം നടന്ന സമയത്ത് UN ഭടന്മാർ ഇങ്ങനെ യുദ്ധഭൂമിയിലൂടെ പോകുമ്പോൾ സുജൂദിൽ കിടക്കുന്ന ഒരു സ്ത്രീയെ കണ്ടു. സുജൂദിൽ കിടക്കുകയാണ് ആ സ്ത്രീ. അപ്പോൾ അതിലുള്ള ഒരു ഭടൻ ഫോട്ടോ എടുത്തു. പ്രാർത്ഥനയോടെ മരണത്തിലേക്ക് എന്ന് ടാഗ് ലൈൻ ഇടണമെന്ന് മനസ്സിൽ വിചാരിച്ചിട്ടാണ് ആ സുജൂദിൽ മരിച്ചു കിടക്കുന്ന ആളുടെ ഫോട്ടോ എടുത്ത്. ആ മയ്യത്ത് നീക്കിയപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ആ സ്ത്രീ സുജൂദ് ചെയ്യായിരുന്നില്ല. അതിൻ്റെ അടിയിൽ അപ്പോഴും ജീവൻ തുടിക്കുന്ന ആ സ്ത്രീയുടെ മകൻ ഉണ്ടായിരുന്നു എന്ന്. ബോംബ് വർഷിക്കുന്നത് വന്നപ്പോൾ മോൻ മരിച്ചു പോകരുത് എന്ന് വിചാരിച്ച് ഉമ്മ മോൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കമഴ്ന്ന് വീണതാണ്. ഉമ്മ മരിച്ചു, മോൻ ജീവനോടുണ്ട്. ഞാൻ മരിച്ചാലും എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ ആളെ ഈ ലോകത്തുള്ളൂ. അതുകൊണ്ടാണ് ഉമ്മാൻ്റെ കാലടിയിലാണ് സ്വർഗം എന്ന് പറയുന്നത്. അന്ന് പ്രസവവേദന സഹിക്കാതിരിക്കുമ്പോൾ എല്ലാ പെണ്ണുങ്ങളോടും നിങ്ങൾ ചോദിച്ചു നോക്ക്, അവരന്നൊക്കെ ദ്വാ ചെയ്ത് ഒരൊറ്റ ദ്വാ ഉണ്ടാവും. എന്താണെന്നറിയാം ദ്വാ? പഠിച്ചോനെ, എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കാണാതെ എന്നെ മരിപ്പിക്കല്ലേ എന്ന്. അത്ര കാത്തിരുന്ന നമ്മളുടെ കുഞ്ഞുമുഖം. ആ മുഖം വളരും തോറും ഉമ്മായുടെ കൂടെ വളർന്നതാ. ആ വളർന്ന മുഖത്തിന് വളർച്ച നമ്മൾ ഇത്രയൊക്കെ എത്തിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം ഉമ്മ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ട് ഉമ്മ സ്വർഗത്തിലാവാൻ വേണ്ടിയിട്ട് എന്നും ദുആ ചെയ്യുക, ഉമ്മാനെ സന്തോഷിപ്പിക്കുക. കാരണം ഉമ്മ സ്വർഗത്ത് പോയാൽ ഉമ്മാക്ക് നമ്മളെ കാണാതെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഉമ്മ അവിടുന്ന് പഠിച്ചവനോട് നമ്മളെയും സ്വർഗത്തിലാക്കണേന്ന് പറയും. ഉമ്മാക്ക് നമ്മളോട് അത്ര ഇഷ്ടമാണ്.
ഏത് പാതിരാത്രിയിൽ ഞാൻ വീട്ടിലേക്ക് കയറി ചെന്നാലും ഉമ്മ ചോദിക്കും എന്തെങ്കിലും തിന്നിട്ടാണോ വന്നതെന്നാണ്. എൻ്റെ കാര്യത്തിൽ അത്രയും പരിഗണനയാണ്. മക്കളും ഞാനും ഭാര്യയും കൂടെ ഒക്കെ പോകുമ്പോൾ വല്ല ഐസ്ക്രീമോ മുട്ടായോ വാങ്ങിയാലും മക്കൾ ഓർമ്മിപ്പിക്കും ഉപ്പാക്ക് കൊടുക്കുക. കാരണം എന്താണെന്നറിയോ, മക്കൾക്ക് ഞാൻ ഉപ്പയെപ്പോഴും ഉമ്മാക്ക് ഞാൻ മോൻ തന്നെയാണ്. ഉമ്മാൻ്റെ മോൻ ഐസ്ക്രീം കിട്ടിയില്ലേ എന്ന് പേടിച്ചിട്ടാണ് ഉപ്പാക്ക് കൊടുക്കുക എന്ന് പറയുന്നത്. അത്രയേറെ നമുക്ക് വേണ്ടി ജീവിച്ച ഉമ്മാക്ക് തിരിച്ചൊന്നും കൊടുക്കാൻ നമ്മളിൽ ഉണ്ടാവില്ല. ഇപ്പം കൊടുക്കുന്ന കുറച്ച് സ്നേഹമല്ലാതെ അത് കൊടുക്കാൻ നമ്മൾ പരമാവധി ശ്രമിക്കണമെന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. എൻ്റെ മരിച്ചുപോയ പിതാവിൻ്റെ ഖബറിടത്തിന് വേണ്ടി നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. പാപ്പാൻ്റെ ഖബറിടത്ത് അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. ഞങ്ങൾ ഓതിയതായിരിക്കുന്ന എല്ലാ ഖുർആൻ്റെയും വെളിച്ചം അല്ലാഹു തആല ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കുമാറാവട്ടെ. നമ്മളിൽ നിന്ന് മരിച്ചുപോയ മാതാപിതാക്കളുടെ എല്ലാ ഖബറുടെയും അല്ലാഹു തആല വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ. നാളെ സ്വർഗത്തിൽ നമുക്കും അവർക്കുമൊക്കെ ഇതേപോലെ കുടുംബജീവിതം നയിക്കാൻ നബി സല്ലല്ലാഹു തിരുമേനിയോടൊപ്പം സാദാത്യങ്ങളോട് സിദ്ദീഖുകളോടും ഒപ്പം സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നവരിൽ അല്ലാഹു തആല നമ്മളെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എൻ്റെ വാക്കുകളിൽ എവിടെയെങ്കിലും കർക്കശം വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് ആവശ്യത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞ് പൊരുത്തപ്പെട്ട് തരിക എന്ന അഭ്യർത്ഥനയോടുകൂടി എല്ലാവരും ദുആ ചെയ്യണമെന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.